ഞങ്ങൾക്ക് എല്ലാം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നത് എങ്ങനെ പോവും. നമുക്കൊരു ബലത്തിനും കൂടെയാണ് നമ്മളെ ജോമറ്റോനെ കൊണ്ടുവന്ന് നമ്മൾ ഇരുത്തിയത്. എൻ്റെ ഒരു ബലത്തിനാണ് ഞാൻ അടിച്ചത്. അപ്പം ഹൈവേ ലോക്സിന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് കംപ്ലീറ്റ്ലി വെറൈറ്റി ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയറിലാണ് നമ്മുടെ വീഡിയോ തുടങ്ങുന്നത്. വേറൊന്നുമല്ല, ഒരു ചെറിയ ചിറ്റ് ചാറ്റ് സെക്ഷൻ. സംഭവം വേറൊന്നുമല്ല, നമ്മുടെ വീഡിയോസ് കാണുന്ന എല്ലാവർക്കും എൻ്റെ പേഴ്സണലി ഉള്ള ഒരു വ്യൂ പോയിന്റിൽ കൂടെയാണല്ലോ ഇവിടുത്തെ അമേരിക്കൻ ട്രക്കിങ്ങിനെ കുറിച്ചും അല്ല കാനഡയിലെ വിശേഷങ്ങളെക്കുറിച്ചും എല്ലാം സാധാരണ അതിൽ അറിയുന്നത്. അപ്പം അങ്ങനെ ഇരുന്നപ്പോഴാണ് ഒരു ഐഡിയ വന്നത്. ഇവിടെയുള്ള മറ്റു പലരുടെയും എക്സ്പീരിയൻസുകളിൽ കൂടെയും കഥകളിൽ കൂടെയും ഒക്കെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരുടെ എല്ലാം വ്യൂ പോയിന്റിൽ കൂടെ ട്രക്കിങ്ങിനെ കുറിച്ചും മറ്റു വിശേഷങ്ങളെക്കുറിച്ചും ഒക്കെ ഉള്ള ഒരു ഐഡിയ നമ്മുടെ ചാനൽ കാണുന്ന എല്ലാവർക്കും കിട്ടുമല്ലോ. തന്നെയല്ല, അതൊരു ഇൻട്രസ്റ്റിംഗ് പരിപാടിയും കൂടെ ആയിക്കോളും എന്നുള്ള ഒരു ഐഡിയ എന്നാണ് നമ്മൾ ഈ പരിപാടി തുടങ്ങാൻ പോകുന്നത്. ഈ സംഭവത്തിൻ്റെ ഐഡിയ വന്നത് വേറെ എവിടുന്നുമല്ല, നമുക്ക് മനസ്സിൽ ഇതുപോലെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നെങ്കിലും എന്താ ജോയൽ, നമ്മളെ വീഡിയോസ് കാണാറുള്ളവർക്ക് അറിയാമായിരിക്കും. ജോയലിനെ പരിചയപ്പെടുത്തിയിട്ടുണ്ട് നമ്മൾ ലാസ് വേഗസിൽ വെച്ച്. അപ്പം അന്ന് നമ്മൾ പറഞ്ഞായിരുന്നു ജോയലുമായിട്ട് ഒരു ചാറ്റ് സെക്ഷൻ നമുക്ക് വെക്കാൻ പരിപാടികളെന്നൊക്കെ. ബ്രോ തോംസൺ പൂഴിക്കോലുകാരനാണ്, ജോയലിൻ്റെ റൂംമേറ്റ് ആണ്. പിന്നെ വേണ്ട വർത്താനത്തിന് സെറ്റപ്പ് കൂട്ടാൻ വേണ്ടിയിട്ട് നമ്മുടെ ജോമറ്റോയും കൂടെ വന്നിട്ടുണ്ടേ. അപ്പോൾ വേണ്ട ഞങ്ങളുടെ വീടിൻ്റെ ബേസ്മെൻറ്റിൽ ചെറിയൊരു സെറ്റപ്പിലാണ് നമ്മൾ ഈ പരിപാടി തുടങ്ങുന്നത്. ഇത് നിങ്ങൾക്കെല്ലാം ഇഷ്ടപ്പെടുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിൽ കൂടെ നമ്മളെ അറിയിക്കണം. എന്നാൽ മാത്രമേ ഇതുപോലെ പല കഥകളുമായിട്ട് പലരെ നമുക്ക് ഈ വീഡിയോ കൂടെ കൊണ്ടുവന്ന് നമുക്ക് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. കാരണം നിങ്ങളുടെ സപ്പോർട്ടാണല്ലോ നമുക്ക് ഏറ്റവും വലുത്. അപ്പോൾ കൂടുതൽ പറഞ്ഞ് മുഷിപ്പിക്കുന്നില്ല, നമുക്ക് മുന്നോട്ട് പോവാം. വാ. അപ്പം ജോയലെ വിശേഷങ്ങൾ പറയണമെങ്കിൽ പരിചയമുണ്ടോ ജോയലിനെ? ഇല്ല, നമ്മളെ ഫസ്റ്റ് ടൈമാണ് കാണുന്നത്. അന്ന് വന്നപ്പോഴും പുള്ളി ഉറക്കായിരുന്നല്ലോ വണ്ടിക്കകത്ത്. ലാസ്റ്റ് നമ്മൾ വന്നപ്പം അതെ 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 എനിക്ക് ട്രക്ക് ഓർമ്മയുണ്ട്, ഞാൻ പറഞ്ഞായിരുന്നു നേരത്തെ. ലിറ്റിൽ റോക്ക് ഫാം. അത് കാരണം അപ്പൊ നമ്മളെ വീഡിയോ കാണുന്നവരെ ഒന്ന് അവർക്ക് വേണ്ടിട്ട് ഒന്ന് പരിചയപ്പെടുത്താം. എൻ്റെ പേര് ജോയ്, വീട് പിറവം. ഇവിടെ കാനഡയിൽ കാൽഡൻ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. 2 വർഷമായിട്ട് ഇപ്പോൾ കാനഡ US ട്രക്ക് ഓടിക്കുന്നു. കുഴപ്പമില്ല, ഇങ്ങനെ പോകുന്നു. മാത്തുക്കുട്ടി ഞാനൊക്കെ നാട്ടുകാരാണ്, അങ്ങനെ ഒരു പരിചയമുണ്ട്. അങ്ങനെയൊക്കെ പോകുന്നു. അതെ, വളരെ സിമ്പിൾ ആയിട്ടുള്ള. അതെ ബ്രോ സ്റ്റുഡന്റ് വിസയിലായിരുന്നു? ഞാൻ സ്റ്റുഡന്റ് വിസയിലാണ് ഇവിടെ വന്നത്. കോഴ്സ് കഴിഞ്ഞു. ഞാൻ 5 വർഷമായി പോന്നിട്ട്. ഞാൻ കോഴ്സ് കഴിഞ്ഞപ്പോൾ തന്നെ ട്രക്കിംഗ് ഫീൽഡിലേക്ക് മാറുമായിരുന്നു. ആദ്യം ഒരു കമ്പനിയിൽ ഓടി, അത് കഴിഞ്ഞ് ഇപ്പൊ ഇവിടെ ഓടുന്നു. ട്രക്കിംഗ് ഫീൽഡിലേക്ക് മാറാനുള്ള കാരണം മേജറായിട്ട് ഇവിടെ വന്നത് തന്നെ ഇതിനു വേണ്ടിയിട്ടാണ്. നേരത്തെ ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ നാട്ടിൽ ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു. പപ്പയുടെ ഏട്ടന് നാഷണൽ പെർമിറ്റ് ഒക്കെ ഉണ്ടായിരുന്നു നാട്ടില്, 2 വണ്ടിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പം നമുക്കത് ഇൻട്രസ്റ്റഡ് ആയിരുന്നു. ചെറുപ്പം തൊട്ട് നമുക്ക് തറവാട്ടിലെ മുറ്റത്ത് വണ്ടി കിടക്കുന്നു, അതിങ്ങനെ കണ്ടാലോ വളരുന്നത്. ഇവിടുത്തെ ട്രക്കുകളെ കുറിച്ച് ഒരു ഐഡിയ ഉണ്ടായിരുന്നു? നാട്ടിൽ നിന്ന് പോരുമ്പോ അങ്ങനെ ഐഡിയ ഇല്ലായിരുന്നു. ഞാൻ നമുക്ക് അന്ന് കൂടുതൽ യൂറോപ്യൻ ട്രക്ക് ആയിരുന്നല്ലോ. നമ്മള് നോർത്തേൺ അമേരിക്ക അത്ര ചിന്തിക്കുന്നില്ലല്ലോ. മറ്റേ ക്യാബോർ ട്രക്കല്ലോ നമ്മൾ കൂടുതൽ കാണുന്നത്. അപ്പൊ നമ്മള് ഗെയിം കളിക്കുന്നതാണേലും യൂറോ ട്രക്കാ. അപ്പൊ ആ ട്രക്കാണ് നമ്മൾ കാണുന്നത്. ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴാണ് ലോങ് നോസ് കാണുന്നതും. പക്ഷെ അന്ന് നമ്മൾ കാണുന്നത് ഈ ബിഗ് നോസാ, പഴയ കൺവർത്ത് ഇത് പീറ്റർബിൽറ്റ് ആ സാധനങ്ങളല്ലോ കാണുന്നത്. മോഡേൺ ട്രക്ക് ഇവിടെ വന്നു കഴിഞ്ഞിട്ടാണ് ശരിക്കും ഞാൻ കാണുന്നത്. അതായത് ഈ വോൾവോ VNL ഫ്രൈറ്റ് ലൈനറിന്റെ കാസ്കേഡിയൊക്കെ. പക്ഷെ അതിന് മുമ്പ് നമ്മൾ കണ്ടേക്കുന്ന വീഡിയോ ആണേലും എന്താണേലും ലോങ് നോസാ. അപ്പം ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ അതൊരു വേറിട്ട അനുഭവമായിരുന്നു. പിന്നെ വർക്ക് പെർമിറ്റ് കിട്ടിയപ്പോഴും ലൈസൻസിലേക്ക് പോയി എടുത്തു. പിന്നെ ആദ്യം ലൈസൻസ് എടുത്തിട്ട് കുറച്ച് സ്ട്രഗിൾ ഉണ്ടായിരുന്നു. ഒരു 6 മാസത്തോളം വെയിറ്റ് ചെയ്തിട്ടാണ് എനിക്ക് ജോലി കിട്ടുന്നത്, എക്സ്പീരിയൻസ് ഇല്ലാത്തതുകൊണ്ട്. അത് കഴിഞ്ഞപ്പോൾ 6 months ആയി കഴിഞ്ഞപ്പോൾ നമ്മൾ ഇവിടെ കയറിയപ്പോൾ ഇവര് നല്ല മാനേജ്മെന്റ് ആണ്, എല്ലാം കൊണ്ടും നല്ല പേ ഉണ്ട്, നല്ല റണ്ണാണ്, മൈൽസ് ഉണ്ട്, എല്ലാം കൊണ്ടും നമുക്ക് ഓക്കെ ആയിരുന്നു. അപ്പം ഏത് കോഴ്സായിരുന്നു പഠിച്ചത് ബ്രോ? ഞാൻ നാട്ടിൽ BCom കംപ്ലീറ്റ് ചെയ്തു. ഇവിടെ ഗ്ലോബൽ ബിസിനസ് മാനേജ്മെന്റ് എന്ന് പറഞ്ഞ കോഴ്സ്. ഈ ബിസിനസ് മാനേജ്മെന്റ് ഒക്കെ പഠിച്ചിട്ട് പിന്നെ ട്രക്കിംഗിലേക്ക് വന്നു പറഞ്ഞപ്പോൾ എന്തായാലും വീട്ടുകാർക്ക് പ്രശ്നമൊന്നുമില്ലായിരുന്നു? നാഷണൽ പെർമിറ്റ് ഒക്കെ വീട്ടുകാർക്ക് പ്രശ്നമൊന്നുമില്ല. അത് വീട്ടുകാരെപ്പോഴും നമുക്ക് എനിക്ക് എന്താണോ ഇഷ്ടം അത് ചെയ്യാന്നുള്ളതായിരുന്നു. അവരൊരിക്കലും ഇന്നത് പോവുക ഇന്നത് പഠിക്കാന്ന് എന്നോട് പറഞ്ഞിട്ടില്ല. അപ്പൊ ഞാൻ +2 കൊമേഴ്സ് എടുത്തു. അത് കഴിഞ്ഞ് ഞാൻ BCom ഉഴൂർ കോളേജിൽ സെന്റ് സ്റ്റീഫൻസിലാണ് പോയത്. അതും എനിക്ക് പോകണമെന്നും പറഞ്ഞ് ഞാൻ പോയതാ.
അല്ലാതെ അവിടെ കിട്ടിപ്പോയതല്ല. ഞാൻ അവിടെ പോകുന്നോളെന്ന് പറഞ്ഞായിരുന്നു. കാനഡ ഇപ്പൊ ഇത്ര വലിയ പഠിത്തം പഠിച്ചിട്ട് നീ ട്രക്ക് ഓടിക്കാൻ പോവാണോ ഇതിപ്പോ അങ്ങനെയൊക്കെ ചോദിക്കുന്ന ചില പേരൻസ്. നമ്മൾ ഇവിടെ പഠിച്ച കോഴ്സിനേക്കാളും വാല്യൂ നമ്മൾ നാട്ടിൽ നിന്ന് പഠിച്ച കോഴ്സിനാണ്, സർട്ടിഫിക്കറ്റ് വാല്യൂ. ഇതിവിടെ വരാനായിട്ടൊരു കോഴ്സ് എന്നത്രേ ഉള്ളൂ. ഇപ്പൊ എന്തായാലും ഗ്ലോബൽ ബിസിനസ് മാനേജ്മെന്റ്, ഇന്റർനാഷണൽ ബിസിനസ് മാനേജ്മെന്റ്, ഇതെല്ലാം സെയിം തന്നെയാണ്, ഓരോ പേരിൽ ഇറങ്ങുന്നു എന്ന് മാത്രമല്ലേ ഉള്ളൂ. അപ്പം അത് കഴിഞ്ഞ് നമുക്ക് വാട്ട് നെക്സ്റ്റ് നമ്മളാണ് തീരുമാനിക്കുന്നത്, നമുക്ക് ഏത് ഫീൽഡിലേക്ക് പോകണം എന്നുള്ളത്. നമ്മളതിലേക്ക് പോയി. കോളേജ് ഏതായിരുന്നു? ഞാൻ സൂ കോളേജ് എന്ന് പറയും, ബ്രാംപ്ടണിൽ തന്നെയാണ്. ശരിക്കും എൻ്റെ മെയിൻ ക്യാമ്പസ് സൂസൻ മേരിയിലാണ്. അപ്പം ആ പേരാണ് SAULT എന്നാണ്, പക്ഷെ അത് പ്രൊണൗൺസ് ചെയ്യുന്നത് ഫ്രഞ്ച് നെയിം ഏതാണ് സൂ കോളേജ് എന്ന് ആയിരിക്കും. അപ്പം 2 ഇയർ കോഴ്സ്, പക്ഷേ ഞാൻ ഫുൾ ഓൺലൈൻ ആയിരുന്നു. കോവിഡ് ടൈമിലാണ് ഞാൻ വരുന്നത്. അപ്പം ഞാൻ നാട്ടിൽ നിന്ന് ഒരു സെമസ്റ്റർ ചെയ്തു. അതെ അതെ, ഞാൻ വന്ന് 14 ദിവസം ഇവിടെ ഹോളിഡേയിൽ ക്വാറന്റൈൻ ആയിരുന്നു. അത് കഴിഞ്ഞാണ് പുറത്തിറങ്ങുന്നത്. അപ്പോൾ എനിക്ക് ഫസ്റ്റ് സെമസ്റ്റർ ഞാൻ നാട്ടിൽ നിന്ന് ഓൺലൈൻ കൂടി, അത് കഴിഞ്ഞിട്ട് ഇവിടെ വന്നിട്ട് ബാക്കി 3 സെമസ്റ്റർ ഞാൻ ഓൺലൈൻ വീട്ടിൽ തന്നെ ഇരുന്ന് ചെയ്തു. അപ്പോൾ നമുക്ക് ജോലിക്ക് പോകാൻ നേരം എല്ലാം ഓൺലൈൻ, കോഴ്സ് എല്ലാം ഓൺലൈൻ, പരീക്ഷയും എല്ലാം കഴിഞ്ഞിട്ട് വരുന്നത് അല്ലേ? 4 months. ഞാൻ 2020 സെപ്റ്റംബർ ഇന്ത്യക്ക് ആയിരുന്നു. ഞാൻ ഇവിടെ വരുന്നത് 21 ജനുവരിയിലാണ്. അപ്പം ബാക്കി 3 സെമസ്റ്ററും 4 മാസം ഒരു ബ്രേക്ക് ഉണ്ടായിരുന്നു അതിനിടയ്ക്ക്, അതും ഇവിടെ ചെയ്തു. അത് കഴിഞ്ഞപ്പോൾ പിന്നെ ട്രക്കിങ്ങിലേക്ക് മാറി. നമ്മളത് എവിടെയായിരുന്നു പറഞ്ഞു നിർത്തിയത്? സ്റ്റഡി മറ്റേ 2020 ഞാൻ കഴിഞ്ഞു ലൈസൻസ് എടുത്തു. അത് പറയാം. ലൈസൻസ് എടുത്താ ബ്രാംപ്ടണിൽ തന്നെ ഫസ്റ്റ് കനേഡിയൻ. അവിടെ തന്നെ എടുത്തേ. ജൂനിയർ കോളേജ് അടിപൊളിയായിരുന്നു. പക്ഷെ അടിപൊളിയാ. അവർക്ക് 10-20 ട്രക്കും, ബാക്ക് അടിക്കാൻ ഓരോ സ്റ്റേഷൻ, റോഡ് പോകാൻ പുത്തമ്പണ്ടി, ബസ്സിന് പോകാൻ പുത്തമ്പണ്ടി. സെറ്റപ്പായിരുന്നു. ആ പഞ്ചാബികൾക്ക് മലയാളിമാർക്ക് മലയാളികളെ വലിയ ഭയങ്കര കാര്യമാണ്. അവന്മാരെ പോലെ മുടയൊന്നുമില്ല. പിന്നെ വെച്ചാൽ നമുക്ക് അവന്മാര് വന്ന് ഇങ്ങനെ കിടക്കും അല്ലേ, നമുക്ക് ബുദ്ധിമുട്ടാണ് കിട്ടാൻ, വണ്ടി കിട്ടാൻ. അല്ലല്ല, ആ സമയത്ത് കുഴപ്പമില്ലായിരുന്നു. ഞാൻ 18 പഠിക്കുന്നേ. ഓക്കെ. അല്ല, ക്യാമറ ഓൺ ആണോ? അതായത് അവിടെ ഡ്രൈവിംഗ് സ്കൂളിൽ പേര് പറഞ്ഞു ഫസ്റ്റ് കനേഡിയൻ അല്ല, പുള്ളിയുടെ പേര് എന്തെങ്കിലും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുണ്ടായിരുന്നു. പഠിക്കാൻ പോയപ്പോൾ വണ്ണും അറിഞ്ഞോണ്ടല്ലോ പഠിക്കാൻ പോയതൊക്കെ. ഞാൻ ആദ്യം ഞാൻ ചോദിക്കട്ടെ, ബ്രോയ്ക്ക് നാട്ടില് വണ്ടി ലോറി ഉണ്ടായിരുന്നു. അപ്പം ഓടിച്ചിട്ടുണ്ടായിരുന്നു? ഇല്ല. അല്ല, എനിക്കൊരു 16-17 വയസ്സായപ്പോഴത്തേക്കും വണ്ടിയെല്ലാം വിറ്റായിരുന്നു. ആണോ? ഓക്കെ. കോവിഡിന് മുമ്പ് തന്നെ വിട്ടായിരുന്നു. ദവീന്ദർജി 2 ചേട്ടനും അവര് കേംബ്രിഡ്ജിലാ. അപ്പം യാർഡ് നമ്മുടെ എയർപോർട്ടിന്റെ അടുത്താ, വലിയൊരു യാർഡ്. അപ്പൊ 10 സ്റ്റേഷൻ. അപ്പൊ നമുക്ക് ടൈം ഉണ്ട്, 2 മണിക്കൂറാണ് നമ്മുടെ ടൈം. അപ്പൊ നമുക്ക് കഴിഞ്ഞ ആഴ്ച ടൈം ടേബിൾ എടുക്കുവാണ് അടുത്ത ആഴ്ചത്തേക്ക്. അപ്പൊ നമ്മളെ ടൈമിൽ ചെന്നാൽ മതി. 1 മണിക്കൂറിൽ ബാക്ക് അടിക്കാൻ 3 പേരേ ഉള്ളൂ. 3 അറ്റംപ്റ്റ്. അത് ഇപ്പോഴാണ് അങ്ങനെ ആക്കിയത്. പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ ആരുടെ അയച്ചുവിട്ടല്ലോ പിള്ളേരിങ്ങ് വരുവാ. ഞങ്ങൾ 2 മലയാളീസ്. അപ്പം അവസാനം പറഞ്ഞു, ഞങ്ങൾ പറയുന്നത് പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പൊ പുള്ളി പറഞ്ഞു, ഒരു പണിയേ, ഒരു ബുക്ക് തന്നിട്ട് പറഞ്ഞു പേരെഴുതി വെച്ചോ എന്ന് പറഞ്ഞു. അപ്പൊ എന്നായിരിക്കും, ഒരു പഞ്ചാബി പയ്യൻ പെയ്യും, അവനൊരു 30 പേരെ പേര് എഴുതി വെക്കും. പിന്നെ ബാക്കിയുള്ളവർ ഇവിടെ ഓവറോടാൻ പോവാ. എന്നിട്ട് ഇവന്മാർ ഓരോ ടൈം കഴിയുമ്പോൾ വരും, വീണ്ടും ഞങ്ങളവിടെ നിൽക്കും. ഇത് വൈകുന്നേരം ഞങ്ങൾ 6 to 8 എടുത്തോണ്ടിരുന്നേ. ആ സ്റ്റേഷനിൽ ആ 6 to 8 മലയാളികൾ മാത്രമേ ഉള്ളൂ. ഞങ്ങളൊരു 8-9 മലയാളികൾ ആ സമയത്ത് എടുത്തായിരുന്നു. അല്ല, ഇതിപ്പം കുറെ സ്ട്രിക്റ്റ് ആക്കിയല്ലോ. ഇപ്പൊ ഈ അടുത്ത് ഇപ്പം കണ്ടില്ലേ, 40 ലിമിറ്റ് പറ്റുള്ളൂ. അല്ലെന്നേ, ആ സമയത്ത് ആ സ്റ്റോറി ഉള്ളൂ. ഇത്ര നാളായിട്ട് പോലും. അല്ല, സ്കാർവോയിലൊക്കെ രാവിലെ വന്ന് ഇപ്പോഴും ക്യൂ നിൽക്കണം പലയിടത്തും. അല്ല, ഇപ്പൊ കുറെ റെസ്ട്രിക്ഷൻ കുറെ അടച്ചു വിടില്ല. ഈ നമ്മുടെ ഫസ്റ്റ് ഇയറിന് തന്നെ പൂട്ടിയായിരുന്നു. അവരുടെ ലൈസൻസ് റിവോക്ക് ചെയ്തായിരുന്നു മിനിസ്ട്രി. അതുകൊണ്ട് അവര് ഇവര് പറഞ്ഞ ഇവർക്ക് 40 ആണ് അന്നും ഉള്ളതെങ്കിൽ തന്നെ അവര് ഒരു 10-200 പേരെയാണ് ഒരു സമയത്ത് അവർ ബാച്ചിലേക്ക് പഠിപ്പിക്കുന്നത് പല ടൈമിലായിട്ട്. അപ്പൊ അത് ഗവൺമെന്റ് മീൻസ് ഫസ്റ്റ് കനേഡിയൻ മാത്രമല്ല, എല്ലാം അങ്ങനത്തെ പിടിച്ചു. പിന്നെ അന്നേരം ഇവന്മാര് നമുക്ക് ഡേറ്റ് തരുന്നത് ഡിലേ ആക്കുന്നേ. ഈ കോട്ട അതാ വേറെ പ്രശ്നം. ടിറ്റോപ്പനൊക്കെ വന്ന അതാണ് ടിറ്റോപ്പനൊക്കെ പറ്റിയതേ.
മീൻസ് ആളുകൾ ഇങ്ങനെ വരുന്ന കഴിയുമ്പോൾ അവർക്ക് ആ ടൈമും കാര്യങ്ങളൊക്കെ കൊടുത്ത് ഷെഡ്യൂൾ ചെയ്തിപ്പോൾ ഒരേ സമയത്ത് 2 or 3 പേരെ ഉള്ളെങ്കിൽ നമുക്ക് കിട്ടുന്ന ഡേറ്റ് ഒക്കെ ചിലപ്പോൾ 3 മാസം കഴിഞ്ഞായിരിക്കും നമുക്ക് കിട്ടുന്നത്. അല്ലെങ്കിൽ നമുക്കൊരു 1-1.5 മാസത്തിൽ പരിപാടി തീർക്കാം. പെട്ടെന്ന് പഠിപ്പിച്ച് ആ സമയത്ത് വിടാൻ പറ്റും. കാരണം അവർക്ക് റെഗുലർ വരുമാനം വേണമല്ലോ. അതെ, അത് വേണം. എല്ലാവരും കൂടെ അതല്ലല്ലോ ഇത് ക്രൈറ്റീരിയ ഉണ്ടല്ലോ. ഒരു സ്കൂളിൽ നിന്ന് ഇത്ര പേർക്ക് പോകാൻ പറ്റുള്ളൂ അറ്റ് എ ടൈം. പക്ഷെ 20 പേർക്ക് പോകാമെങ്കിൽ 200 പിള്ളേർ അവിടെ പഠിക്കുന്നുണ്ട്. അപ്പം ആദ്യം മന്നവനാണ് പോകുന്നത്. അപ്പൊ നമുക്ക് നമ്മുടെ ടെസ്റ്റിനുള്ള ഡേറ്റ് ഡിലേ ആവുകയാണ്. നമ്മൾ അടുത്ത ഇതിലേക്ക് മാറിക്കൊണ്ടിരിക്കുക. അതാണ്. പിന്നെ അവിടെ 2 അറ്റംപ്റ്റ് ആണ് ഫ്രീ. പിന്നെ പൈസ കൊടുക്കണം. പിന്നെ പൈസ കൊടുക്കണം. പിന്നെ വണ്ടിക്കുള്ള പൈസ കൊടുത്താൽ മതി. ഓക്കെ. അപ്പം ഈ നാട്ടിൽ നിന്ന് ഇതുപോലെ വലുത് ഓടിക്കാതെ ഇവിടെ വന്ന് നമ്മൾ ഈ ട്രക്കൊക്കെ ഓടിച്ചപ്പോഴുള്ള എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു? ആദ്യമായിട്ട് ഓടിക്കുമ്പോൾ ഇച്ചിരി ഇതുണ്ടായിരുന്നു. ഇത്രയും വലിയ വണ്ടിയല്ലേ. പക്ഷെ എനിക്ക് ആദ്യം എന്നെ കൊണ്ടായ ട്രെയിനർ അടിപൊളിയായിരുന്നു. പുള്ളി അതായത് നമ്മൾ ഓടിക്കുന്നതിനൊപ്പം പുള്ളി പറഞ്ഞു തരുന്നതിനൊപ്പം പുള്ളി വിശേഷങ്ങൾ പറയാ. എവിടെയാണ് നാട്ടിൽ? കേരള, ഇങ്ങനെ മലയാളിയാണ്. ഓക്കെ, നിങ്ങൾ പൊതുവെ ബുദ്ധിമാന്മാരാലോ നിങ്ങൾ. ഇത് മെയിൻ ആയിട്ട് നമ്മളെ കുറിച്ചുള്ള ഒരു അപവാദമാണ്. നിങ്ങൾ മലയാളികളാണ്, വിദേശത്ത് ഒരു നേഴ്സിനെ കിട്ടും, നേഴ്സിന്റെ പണിക്ക് പോവും, നിങ്ങൾ ട്രക്ക് ഓടിക്കാൻ പോകും, നിങ്ങളാണ് കാശ് ഉണ്ടാക്കുന്നത്, ഇങ്ങനെ നമ്മൾ പറയാം. ഒരു ഇൻസ്ട്രക്ടർ എന്നോട് എന്നെ കൊണ്ട് പോയപ്പോ പുള്ളി ഫുള്ള് കമ്പനിയായി. പുള്ളി എന്നോട് ഫസ്റ്റ് ഡേ ചോദിച്ചു, നിനക്ക് എന്നെ സിറ്റി ഓടിക്കണോ അതോ ഹൈവേ കയറണോന്ന് ചോദിച്ചു. നമ്മൾ ഏതായാലും കുഴപ്പമില്ല, നമുക്ക് ഹൈവേ പോവാന്ന് പറഞ്ഞ് എന്നെ നേരെ ഫോർട്ടിനെ കയറ്റി. ഫസ്റ്റ് ഡേ പുള്ളി എന്നെ കയറ്റി. അതാണ് ജോയില് പഠിച്ചപ്പോ ഞാൻ പഠിച്ചു മാറ്റം. ഞങ്ങളുടെ ടെസ്റ്റിന് 2 ദിവസം റോട്ടിലിറങ്ങാതെ അത് മതിയെന്ന് പറയും. ഇത് ഫസ്റ്റ് 2 ദിവസം പറഞ്ഞുള്ളൂ. അല്ല ഇവന്മാരുടെ വണ്ടിയെല്ലാം നല്ല വണ്ടികളാ. എന്നാലും ട്രക്കും ട്രെയിലറും ആദ്യമായിട്ട് ഓടിക്കണ സ്റ്റീൽസിന്ന് പോയി ഫോർട്ടൺ സൗത്ത് അടുപ്പിച്ചു. എന്നിട്ട് 2ാമത്തെ എക്സിറ്റിൽ കയറി. ടേൺ വരുമ്പോ ഇച്ചിരി വൈഡ് ചെയ്തെടുത്താൽ മതി. അവര് സ്റ്റിയറിംഗ് കയറി പിടിക്കത്തേ ഇല്ല. അവര് അതായത് അവർക്ക് ആദ്യം നമ്മൾ വണ്ടി എടുത്താൽ കുറച്ച് പോകുമ്പോൾ നമ്മളെ ഇവാലുവേറ്റ് ചെയ്യും. കാരണം അവന് അത്യാവശ്യം സെറ്റാണ്. അതായത് നമ്മൾ കോൺഫിഡന്റ് ആണോ എന്ന് അവർക്കൊരു ഉറപ്പ് വന്നു കഴിഞ്ഞാൽ അവര് നമ്മൾ എന്തായാലും ഹൈവേ കയറ്റും. അതായത് അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ 2 ഹാർഡ് ടേണാ. അത് നമ്മൾ വരിയേക്ക് എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവർക്ക് ഓക്കെയാ. അവരെന്നെ ഫസ്റ്റ് ദിവസം തന്നെ ഹൈവേ കയറ്റി. എന്നിട്ട് ഞാൻ വണ്ടി 105 ലോക്കാണെങ്കിലും നമുക്കൊരു 80-85 കയറ്റാനുള്ള ഒരു ആദ്യമായിട്ടല്ലേ ഓടിക്കുന്നേ. പുള്ളി ഒരു കാലം കൊടുത്ത് 105 വരുമ്പോൾ നിന്നോളൂ എന്ന് പറഞ്ഞു. 2 എക്സിറ്റിൽ നമ്മൾ ഇറങ്ങുവാന്ന് പറഞ്ഞു. ഞാൻ കൊടുത്തു, ഇറങ്ങി. പിന്നെ വന്ന പല ഓരോ ദിവസം ഓരോ ഇൻസ്ട്രക്ടർ ആയിരിക്കും ഡ്രൈവിങ് റോഡിന് പോകുന്നത്. അപ്പൊ ചിലവര് ഒരു പുള്ളി എന്നോട് പറഞ്ഞു, ഒരു പഞ്ചാബി പറഞ്ഞു, നീ ഓടിക്കുന്നതൊക്കെ കുഴപ്പമില്ല, നല്ലതാണ്. കണ്ടു പറഞ്ഞു, നീ രജനീകാന്തിനെ പോലെ ഒന്ന് അഭിനയിച്ചാൽ മതി, ഇടയ്ക്ക് മിററിലേക്ക് നോക്കുക, അങ്ങോട്ട് നോക്കുക, ഇങ്ങോട്ട് നോക്കുക, ഇതൊക്കെ കൂടുതൽ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയാൽ മതി. ഓടിക്കാനൊന്നും കുഴപ്പമില്ല. അവരൊന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഇടയ്ക്കിടയ്ക്ക് മിററെ നോക്കുക, ഇത് സ്പീഡ് നോക്കുക, ഇങ്ങനെ ഒന്ന് അഭിനയിച്ച് കാണിച്ചാൽ മതി. അങ്ങനെയൊക്കെ എന്നോട് പറഞ്ഞത്. അത് ഭയങ്കര ഇതായിരുന്നു. പിന്നെ ബാക്ക് അടിക്കാൻ പോകുമ്പോഴാണേലും നമ്മുടെ ഒരു സ്റ്റേഷൻ ഫുള്ള് മലയാളികൾ തന്നെ. വൈകുന്നേരം 6 to 8. അപ്പൊ എല്ലാരും രാവിലെ ജോലി ഉണ്ടല്ലോ. വൈകുന്നേരം 5 മണിയാകുമ്പോൾ 4:30 ആകുമ്പോൾ ജോലി കഴിഞ്ഞ് നേരെ ആടിലേക്കാണ് പോകുന്നത്. ഞാൻ അവിടെ ജോയിൻ ചെയ്തത് തന്നെയാണ്. പിന്നെ അവിടെ ചെന്നാണ് ഇവരെല്ലാം പരിചയപ്പെട്ടത്. അപ്പൊ അതിലൊരാൾ ഇപ്പോഴും ലിറ്റിൽ റോക്കിൽ ഓടുന്നുണ്ട്. അപ്പൊ സ്കാർബോയിൽ നിന്നൊക്കെ അന്ന് ആൾക്കാർ വരുമായിരുന്നു. ഇവിടെ എല്ലാരും വരുന്നു. കിച്ചണറുന്ന ആളുണ്ടായിരുന്നു. അതിലിപ്പോ എനിക്ക് തോന്നുന്നു ആ ലൈസൻസ് എടുത്തതിൽ ഇപ്പൊ ആകെ 3-4 പേരെ ഓടിക്കുന്നുള്ളൂ. ബാക്കി ആരും ഓടിക്കുന്നില്ല. ലൈസൻസ് ഇങ്ങനെ എടുത്തു വെച്ചു. ഞങ്ങൾ തന്നെ എനിക്കൊരു 10-12 പേരെ ഞാൻ അവിടെ പറഞ്ഞു വിട്ടു ആ സമയത്ത് എടുക്കാൻ വേണ്ടിട്ട്. അല്ല അവിടെ നമുക്ക് കമ്പാരിറ്റീവ്ലി റേറ്റ് കുറവാ, ഫീസ് കുറവാ. ഞങ്ങള് പഠിച്ചപ്പോ ഉണ്ടല്ലോ പോയി മാനുവൽ ഗിയറാ. ഈ വണ്ടി ഒന്ന് ഗിയർ മാറാൻ പഠിക്കാൻ തന്നെ നമുക്ക് ഒരാഴ്ച എടുത്തു. അതായത് ആ വട്ടത്തിൽ കിടന്ന് കറങ്ങ, ഈ സാധനം ഗ്രൈൻഡ് ചെയ്ത് സാധനം ഒന്ന് വീഴുണ്ട്. എനിക്ക് ഇപ്പോഴും വിശ്വസിക്കാനുള്ള ഫസ്റ്റ് ദിവസം തന്നെ മറ്റേ സ്റ്റീൽസും ഫോർട്ടനും ഒക്കെ കയറി ഇറങ്ങരുത്. അല്ല ഞാൻ അന്നേരം ഓട്ടോമാറ്റിക് ആയിരുന്നല്ലോ, മാനുവൽ ഇല്ലായിരുന്നല്ലോ. അപ്പം നമുക്ക് കുഴപ്പമില്ലായിരുന്നു. ജസ്റ്റ് കാല് കൊടുക്കുക, ബ്രേക്ക് ഔട്ട്. എഞ്ചിൻ ബ്രേക്ക് ഒന്നും അവന്മാർ ഇട്ട് പോലും തന്നിട്ടില്ല. ഞാൻ സർവീസ് ബ്രേക്ക് ഔട്ടിക്കൊണ്ടിരുന്നത്. ബാക്കപ്പ് ചെയ്യാനും ഓട്ടോമാറ്റിക് വണ്ടി ആയിരുന്നു. അതെ. ഞങ്ങളുടെ സമയത്ത് ഗിയറായിരുന്നു. അവർക്ക് ഇപ്പൊ ഇതുണ്ടല്ലോ, മാനുവലില് എടുക്കണമെങ്കിൽ സെപ്പറേറ്റ് എടുക്കണം. ഇപ്പൊ വേണം നിയമം. പണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ബ്രോ എടുക്കുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി രണ്ടും ഉണ്ടായിരുന്നു. മാനുവൽ ഓടിക്കാം. അത് ഈ അടുത്തല്ലേ നിയമം? ഒരു വർഷമായി 6 മാസം 1 വർഷം ഉണ്ടായിരുന്നു. ഇല്ല, ഞാൻ എടുക്കുമ്പോ ഈ നിയമം മാറിയായിരുന്നു. അന്നേ മാറിയായിരുന്നു. ഓ ശരി. കാരണം അന്ന് ഞാൻ എടുക്കുമ്പോ 22. അപ്പം അന്ന് മാനുവൽ എടുക്കണമെങ്കിൽ ഡബിൾ എമൗണ്ട്, ഫീസ് ഡബിളാ. അത് പ്രത്യേകം മെൻഷൻ ചെയ്യും. ലൈസൻസിൽ മാനുവൽ ഉണ്ടെന്ന് കാണിക്കും.
ഞാൻ പറയട്ടെ, ഞാനും ഇത് നേരത്തെ നമ്മളെ ഇല്ലെന്നാ വിചാരിച്ചത്. പക്ഷെ എന്റെ അബ്സ്ട്രാക്ട് മാനുവൽ ഉണ്ട്. അത് അന്ന് ഓട്ടോമാറ്റിക് ആണെങ്കിലും മാനുവൽ ഓടിക്കാൻ അറിയാമെങ്കിൽ അല്ലല്ല ഇപ്പോഴും നമുക്ക് അന്ന് എടുത്തവർക്കെല്ലാം പറ്റും. ഇപ്പൊ എനിക്ക് മാനുവൽ എടുക്കണമെങ്കിൽ ഞാൻ ഇനി ഇത് എക്സ്ട്രാ പോയി അത് ടെസ്റ്റ് ചെയ്യണം. ഒന്ന് റിന്യൂ ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ എപ്പോഴാണെങ്കിലും പോയി, എന്നാലാണ് എൻ്റെ കയ്യിലേക്ക് മാനുവൽ ആഡ് ആവുള്ളൂ. അതാണ് ആ സമയത്ത് എടുത്തവർക്ക് ഓട്ടോമാറ്റിക്കലി എടുത്താലും മാനുവൽ ഓടിക്കായിരുന്നു. ഇപ്പൊ മാനുവൽ സെപ്പറേറ്റ് എടുത്താൽ മാത്രമാണ് മാനുവൽ ഓടിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അത് ലൈസൻസ് സ്പെസിഫൈ ചെയ്യും. പ്ലസ് നമുക്ക് പഠിക്കാൻ നേരത്ത് ഇപ്പം 4000 ആണ് ഓട്ടോമാറ്റിക്കിനെങ്കിൽ 9000 ആവും മാനുവലിന്. അത്ര റേറ്റാ. അതെ ഇത് പഠിപ്പിച്ചെടുക്കാനും ഭ്രാന്തായിരിക്കുമല്ലോ. കാരണം ഇത് എനിക്കറിയാം, ഞങ്ങള് ട്രാഫിക്കിലൊക്കെ പോയി, ഞങ്ങളും 2-3 പേരാണല്ലോ പോണേ. ട്രാഫിക്കിലൊക്കെ പോയി വണ്ടി അങ്ങ് ചവിട്ടി ന്യൂട്രലി ചവിട്ടി നിർത്തി കഴിഞ്ഞാൽ പിന്നെ അവിടുന്ന് ഗ്രീൻ ലൈറ്റ് വന്നാലും വണ്ടി അനങ്ങില്ല, ഗിയർ വീണാലല്ലേ വണ്ടി നീങ്ങുള്ളൂ. തെറിവിളിയാന്നിട്ട്. കാരണം ഈ പുറകിൽ നിന്ന് വന്നമാർക്ക് നമ്മൾ കഷ്ടപ്പെടണ അറിയത്തില്ല, ഓണടിയും ബഹളവും കാര്യങ്ങളും. അപ്പൊ തന്നെ നമുക്ക് ടെൻഷൻ കയറും. അപ്പൊ പിന്നെ എങ്ങനെ ഏതായാലും ഗിയർ വീഴില്ല. ഇതൊക്കെ തന്നെയായിരുന്നു അവസ്ഥ. ഞാൻ ആൽപ്പയിൽ നിന്ന് ഇറങ്ങിയിട്ട് ഒരു സിംഗിൾ ഓടുമായിരുന്നു, ഹാമിൽട്ടണിൽ ഒരു കമ്പനിയിൽ ഓടുമായിരുന്നു വണ്ടി കയറി. അപ്പം അത് കഴിഞ്ഞ് ഞാനിപ്പം രണ്ടാമത് കുഞ്ഞാറിയപ്പോൾ ഞാൻ ഇറങ്ങിയിട്ട് കുറച്ച് നാൾ നിന്നിട്ട് പിന്നെ നമ്മുടെ ഭാര്യത്തിൻ്റെ ഒരു കമ്പനി കയറാൻ നോക്കി. അപ്പോൾ എന്തായാലും അവിടെ മാനുവലേ ഉള്ളൂ എന്ന് പറഞ്ഞു. അപ്പം മാനുവൽ പഠിക്കാൻ ഞാൻ ഒരു പഞ്ചാബി കമ്പനിയിൽ പോയി. അയ്യോ, അപ്പോഴാണ് ഇതിൻ്റെ ഒരു ബുദ്ധിമുട്ട് മനസ്സിലാക്കിയത്. അപ്പൊ അതുവരെ മാനുവൽ ഓടിച്ചില്ലായിരുന്നു? ഓടിച്ചിട്ടേ. ഓക്കെ. ശരിക്കും നമ്മള് കാറിന്റെ ഗിയർ നമ്മൾ ട്രാഫിക് കിടക്കുമ്പോൾ നമ്മൾ ലെഫ്റ്റ് കട്ട് ചെയ്ത് പോകുന്ന സമയത്താണെങ്കിൽ നമ്മൾ ശരിക്കും ഫസ്റ്റിലും അല്ലെങ്കിൽ സെക്കൻഡിലോ തേർഡിലോ കിടക്കുകയാണെങ്കിൽ ആ ഗിയർ തന്നെ പോവില്ല. അതല്ല പ്രശ്നം. കാറാണെങ്കിൽ നമുക്ക് ആ ഗിയർ തന്നെ എങ്ങനെ പോവാലോ, ഇത് മാറ്റാതെ വരെ ഇറങ്ങുമ്പോൾ നമ്മൾ സെറ്റപ്പ് ഇരിക്കുക. അങ്ങ് ഭയങ്കരമായിട്ട് ഇറക്കിയ വണ്ടി. ഓക്കെ, അത് ഉള്ളതാണ്. ഇപ്പൊ നാട്ടിലാണെങ്കിലും നമ്മൾ കാറാണെങ്കിലും ഫസ്റ്റ് ഇട്ടിട്ട് എടുക്കുമ്പോൾ ക്ലച്ച് പ്രോപ്പറായിട്ട് പൊങ്ങിയില്ലെങ്കിൽ ഇടിച്ചു വെക്കൂലോ. ഇത് അതിലും കൂടുതലല്ലേ. പിന്നെ അത് ഇത്ര എൻജിൻ പവർ ഉള്ളതുകൊണ്ട് ആ ഫസ്റ്റിലാണെങ്കിലും നമുക്കതങ്ങ് പോവാം. പക്ഷെ ഇത് ആ എൻജിൻ പവർ മൊത്തം വരുന്നോണ്ട് അങ്ങനെ കിടന്ന വണ്ടി നിൽക്കും അങ്ങോട്ട്. അത് ഈ ഡബിൾ ക്ലച്ചും പിന്നെ ഈ ഗിയർ മാറുന്നത് ഒരു ടൈമിംഗ് ആണ്. നമ്മള് സാധാരണ കാറിന്റെ ഗിയർ മാറുമ്പോൾ നമുക്ക് ക്ലച്ച് ചവിട്ടിയ ഗിയർ എപ്പോ വേണേലും മാറാം. പക്ഷെ ഇതങ്ങനെയല്ല. നമ്മൾ ഡബിൾ ക്ലച്ച് രണ്ടാമത്തെ കഴിഞ്ഞിട്ട് ഒരു ടക്ക് ടക്ക് ചെയ്യുന്ന ഒരു ടൈമിംഗ് ഉണ്ട്. ആ ടൈമിംഗില് ഗിയർ മാറിയാലേ കയറുള്ളൂ. അല്ലെങ്കിൽ സൗണ്ട് കേട്ട് ഞാൻ ഇങ്ങനെ കേട്ടിട്ടുണ്ട്, കറക്റ്റ് RPM ആണെങ്കിൽ ക്ലച്ച് ചവിട്ടാതെ ഗിയർ മാറ്റാം. പക്ഷെ അങ്ങനെ മാറാൻ വേണ്ടി ഒരു നല്ല എക്സ്പീരിയൻസ് ഓടിച്ച് എന്നാല് ചിലർ ക്ലച്ച് ചവിട്ടാതെ ഓരോ ഗിയറിന് ഓരോ RPM വെക്കുമ്പോൾ ക്ലച്ച് ചവിട്ടാതെ മാറാമെന്ന് ഇങ്ങനെ കേട്ടിട്ടുണ്ട്. അത് നല്ല എക്സ്പീരിയൻസ് ഉള്ളവര് അവനവന്റെ വണ്ടി ചെയ്ത് പഠിക്കണം. വണ്ടിയിലും തഴങ്ങും. വണ്ടി മാറുമ്പോ ആ ഒരു ഫ്ലോ വീണ്ടും അതിന്റെ ആ ഒരു ഫ്ലോ പഠിച്ചു വരുന്നത് പറ്റും. അപ്പൊ നമ്മള് പഠിക്കുമ്പോ ഇതാ ഈ ഡബിൾ ക്ലച്ചും ടൈമിങ്ങും നമുക്ക് കിട്ടാൻ വേണ്ടിട്ട് അതൊക്കെ ആയിരുന്നു പഠിത്തത്തിന്റെ കാര്യങ്ങള്. എന്ത് ചെയ്യാനാ. പിന്നെ ഫസ്റ്റ് കമ്പനി ഏതായിരുന്നു ബ്രോ? ഫസ്റ്റ് കമ്പനി അവോധ ലോജിസ്റ്റിക്സ്. അത് മലയാളി കമ്പനി ആയിരുന്നു. ഇപ്പം ഇല്ല. അപ്പോൾ അവിടെ നിന്ന് ഞാൻ 6 മാസം ഓടി. അത് കഴിഞ്ഞപ്പോഴാണ് ലിറ്റിൽ റോക്കിൽ കയറിയത്. അങ്ങനെ ഈ 2 കമ്പനിയിൽ വർക്ക് ചെയ്തിട്ടുള്ളൂ. ഇപ്പോൾ അവിടെ ഓടുന്നു, കുഴപ്പമില്ല. ലിറ്റിൽ റോക്ക് ആണ് നമ്മളെ ലോകം കാണിച്ചത്. അവിടെ 1 വർഷം കഴിഞ്ഞു. അവോധയില് കാലിഫോർണിയ റണ്ണായിരുന്നു. നേരെ കാലിഫോർണിയ. ഇവിടുന്ന് മിസ്സായത് നമ്മൾ ഗാഡിയിൽ ട്രെയിലർ എടുക്കുന്നു. കാലിഫോർണിയ അല്ല, യൂട്ട ഐഡാഹോ എവിടെയെങ്കിലും ഡെലിവറി. ദെൻ MT കാലിഫോർണിയ. സാൽനാസ് ഫുൾ റീഫർ. സാൽനാസിൽ കിടന്ന് സാൽനാസ്, ടൈലർ ഫാംസ്, അത് എല്ലായിടത്തും കിടന്ന് പറക്കി എടുത്തുകൊണ്ട് പോരും. ഒരു ദിവസം 1.5 ദിവസം കൊണ്ടൊക്കെയാണ് പിക്കപ്പ് തീരുന്നത്. ടൈലർ ഫാം എന്ന് പറയുന്നത് തീർന്നു. കാരണം വെച്ചാണല്ലോ, നമ്മൾ രാവിലെ ഒരു 7 മണിക്ക് നമ്മുടെ ഡെലിവറി കഴിയും, ഒരു 10 മണിക്ക് ഡെലിവറി കഴിഞ്ഞു വെച്ചാൽ അവിടുത്തെ രാത്രി അപ്പോയിന്റ്മെന്റ് നമുക്ക് രാത്രി 10 മണിക്കായിരിക്കും. അത് കിട്ടുമ്പോൾ നമ്മുടെ കനേഡിയൻ ടൈം വെളുപ്പ് 5 മണിയാവും. അതാണ് അവരുടെ ടൈലർ ഫാമിന്റെ ഒരു റൊട്ടീൻ. പിന്നെ വെയിറ്റും ചെക്ക് ചെയ്ത്. ട്രെയിലർ ഫാമിന്റെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഫെസിലിറ്റിയുടെ അപ്പുറത്തെ സിഗ്നലിലാണ് ചെക്കിങ്. തുടക്കത്തിൽ പോകുന്നതിന് അത് വലിയ ബുദ്ധിമുട്ടാണ്. അത് അതിന്റെ ഫെസിലിറ്റി കുറച്ച് മാറിയാണ് ചെക്കിംഗ് ഉള്ളത്. മീൻസ് നമ്മൾ ചെക്കിംഗ് ചെയ്യുന്ന സ്ഥലം. അവിടെ ഒരു പാർക്കിംഗ് യാർഡ് ഉണ്ട്. അവിടെ ഒരു ഇങ്ങനെ ടെലികോം ഉണ്ട്. നമ്മൾ അവിടെ ചെന്ന് പിക്കപ്പ് നമ്പർ പറഞ്ഞു കഴിയുമ്പോൾ അവർ പറയും ലോഡ് റെഡി ആകുമ്പോൾ വിളിക്കാം, നമ്പർ നമ്മളാകും. അതൊരു ടൈം പീരീഡ് ഉണ്ട്. ആ ടൈം മാത്രമേ നമുക്ക് ചെക്കിംഗ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇപ്പോൾ 10 മണിക്കാണെങ്കിൽ നമുക്ക് ഒരു 9 മണി കഴിഞ്ഞിട്ട് നമുക്ക് അവിടെ ചെക്കിംഗ് ചെയ്യാൻ പറ്റുള്ളൂ. അത് കഴിഞ്ഞ് നമ്മൾ ഈ ഒരാൾ കംപ്ലീറ്റ് വെയിറ്റ് ചെയ്തിരിക്കണം ഈ കോളിന് വേണ്ടിയിട്ട്. ഈ വെളുപ്പിന് 3 മണിക്കൊക്കെ വണ്ടി വെയിറ്റ് ചെയ്തിരിക്കണം. ഇതെല്ലാം ചെയ്ത് ഈ 5 മണിക്ക് നമ്മൾ വണ്ടി എടുത്ത് അതിൻ്റെ തൊട്ടടുത്തൊരു പൈലറ്റ് ഉണ്ട് സ്കെയിൽ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. അവിടെ ചെല്ലുമ്പോഴായിരിക്കും ഓവർ വെയിറ്റ് വരുന്നത്. മിക്കവാറും ഓവർ വെയിറ്റ് വരുന്നൊരു സ്ഥലമാണ്. അപ്പോൾ അങ്ങനെ വന്നു കഴിയുമ്പോൾ പിന്നെ അത് രണ്ടാമത് ചെയ്യാൻ വേണ്ടി പിന്നെ തീർന്നു കൂട്ടിയാൽ മതി. പിറ്റേ ദിവസം ഒരു ഉച്ചയാകും അത്
ചെയ്ത് വരുമ്പോൾ ചില സമയത്ത് പെട്ടെന്ന് കിട്ടും കേട്ടോ. പിന്നെ അതിന്റെ സാലഡ്സ് മിക്സഡ് സാലഡ്സാണ് വരുന്നത് കൂടുതൽ, വെജിറ്റബിളാണ് വരുന്നത്. അതിന് വലിയ വെയിറ്റ് വരില്ല. പക്ഷെ വേറെ ചില പ്രൊഡക്ട്സ് ഉണ്ട് അതിന് കുറച്ചുകൂടെ വെയിറ്റ് കൂടുതൽ വരും. ബ്രോക്കോളി, ക്യാരറ്റ്, അതെ എല്ലാ സാധനവും ഉണ്ട്. അവർ വലിയൊരു ടീമാണ്. അവർക്കൊരു എനിക്കൊന്ന് 5-6 സ്റ്റോറേജ് അങ്ങനത്തെ ഉണ്ട് അവിടെ. അതായത് റീഫറുമായിട്ട് കാലിഫോർണിയ പോകുന്നവർക്ക് എല്ലാവർക്കും അറിയാവുന്ന സ്ഥലമാണ് ടൈലർ ഫാം. നമുക്ക് ഇവിടെ വരുന്ന സാലഡ് മിക്കതും നമുക്ക് കാണാം മിക്സ് വെജിറ്റബിൾ വരുന്നില്ലേ, സാലഡ്സിന്റെ വരുന്നില്ലേ പാക്കറ്റ്, അത് മിക്കത് ഡോളിന്റെ വരുന്നില്ലേ, ഡോള് പോലെ തന്നെയുള്ള ഒരു ടൈലർ ഫാം എന്ന് പറഞ്ഞത് കാണാം. അതായത് അതെല്ലാം വരുന്നത് സോബീസ്, ലോബ്ലോസ്, പിന്നെ ഇപ്പോലറ്റ്, ബെർലിംഗ്ടൺ, ഇതിങ്ങോട്ടൊക്കെയാ ഡെലിവറി പോകുന്നത് മൊത്തം. എല്ലാം അങ്ങോട്ടേക്കാ ഇപ്പോലത്തെ ഡെലിവറി ചെയ്തിട്ടുണ്ടോ? അവരുടെ ലോഡ് എടുക്കുന്ന 3 ലോഡ് എടുക്കുന്ന ടൈപ്പ് കിട്ടിയിട്ടുണ്ടോ? അങ്ങനെ 3 അല്ല, ഞാൻ 4 എടുത്തിട്ടുണ്ട്. ആ വെയിറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി പിന്നെ മാറ്റി വെക്കണം. അതൊരു ഇവരുടെ ഇപ്പം ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു, ഈ പൊലിയുടെ കിട്ടിക്കഴിഞ്ഞാൽ അവരുടെ ഒരു 2-3 സ്ഥലത്ത് നിന്ന് എടുക്കാനുണ്ടാവും സാധനം. അപ്പം ഇതിന്റെ പലതിനും പല വെയിറ്റ് ആയിരിക്കും. അപ്പം നമ്മൾ ആദ്യം എടുത്ത സംഭവം ഉണ്ടല്ലോ അത് കുറച്ച് ദൂരത്തുനിന്നായിരിക്കും. അപ്പൊ അതെടുത്ത് രണ്ടാമത്തെ നമ്മുടെ ഈ കോൾഡ് സ്റ്റോറേജ് വരുമ്പം അവർ പറയും ആദ്യത്തെ മാറ്റിയിട്ട് രണ്ടാമത്തത് ആദ്യം കയറ്റിയിട്ട് ഇത് നടുവി വെക്കണം. ചിലരൊന്നും സമ്മതിക്കില്ല. പിന്നെ നമ്മള് കാല് പിടിച്ചതൊക്കെ ചെയ്യിപ്പിക്കും. എക്സ്ട്രാ പൈസ പിന്നെ കമ്പനി എഴുതിയെല്ലാം കൊടുത്ത് സെറ്റ് ചെയ്യണം. ഇല്ലെങ്കിൽ നമ്മള് ക്യാഷ് ആയിട്ട് കൊടുക്കണം ആ ഫോർക്ക് ലിഫ്റ്റുകാരന്. അവൻ ചോദിച്ചു മേടിക്കും. ചിലവന്മാര് പിന്നെ നമ്മള് സഹതാപം പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും കാണിക്കുന്നു പറഞ്ഞ് മാറ്റി ഡെലിവറി ഡ്രോപ്പ് ചെയ്തിട്ട് നമുക്ക് ലൈവ് അടിക്കണ്ട, ബോപ്റ്റൈലായിട്ട് പോരുക. പിന്നെ ലോക്കലുകാരനെ പിറ്റേ ദിവസം വല്ലതും പോയി എടുത്തോളൂ. അത് റീഫർ ഫുള്ളാക്കി അവിടെ കൊണ്ടിട്ടാ മതി. ചിലപ്പോൾ ഡോഗിലേക്ക് ഇടാൻ പറയും, ചിലപ്പോൾ അവിടെ തന്നെ ഇടാൻ പറയും. മേളിൽ ഒരു കുന്നിന്റെ മേളിൽ ഒരു യാർഡുണ്ട്, അവിടെ കൊണ്ടിടാൻ പറയും. എന്റെ ഫസ്റ്റ് ഡെലിവറി, അതായത് അബോധേന്ന് പോയത് എന്റെ ആദ്യത്തെ ട്രിപ്പിലും ഫസ്റ്റ് ഡെലിവറി ഇവിടെ തിരിച്ചു വന്നപ്പോ ഇപ്പോലിട്ടായിരുന്നു. അത് 7 പിക്കപ്പായിരുന്നു തിരിച്ചു പോകുന്നപ്പോ. 7 പിക്കപ്പ് തിരിച്ചു പോകുന്നത് സാലാസിന്ന് 7 പിക്കപ്പ്, അങ്ങോട്ടേക്ക് 3 ഡെലിവറി. അപ്പൊ ഒരു ദിവസം കൊണ്ട് പറ്റിയോ? 3 ദിവസം കൊണ്ട് പിക്കപ്പ് വരുന്നത്. ചെല്ലുമ്പോ ചിലയിടത്ത് പ്രൊഡക്റ്റ് റെഡി ആവത്തില്ല. അപ്പൊ ചിലയിടത്ത് എന്നാ പറയണേ പകുതി കയറ്റും. ചിലപ്പോൾ 2 ഷിപ്മെന്റ് കാണും ഒരു ഫാമിൽ നിന്ന്. അപ്പൊ ആദ്യത്തെ ഷിപ്മെന്റ് കയറി കഴിയുമ്പോൾ ഒരു പറയും മറ്റേ പ്രൊഡക്റ്റ് റെഡി ആയിട്ടില്ല, വെയിറ്റ് ചെയ്യാൻ പറയും. അപ്പൊ ചിലപ്പോൾ ഒരു ദിവസം മൊത്തം അവിടെ കിടക്കേണ്ടി വരും. പിറ്റേ ദിവസം രാവിലത്തേക്കായിരിക്കും ആ പ്രൊഡക്റ്റ് എത്തുന്നത്. അതെ അതെ. അതുപോലെ ഈ ലീഫി വെജിറ്റബിൾ ആയിട്ടുള്ള സംഭവങ്ങളൊന്നും നമുക്ക് ആദ്യം കിട്ടുവാണെങ്കിൽ ഇപ്പം 2 ലോഡുണ്ട്, 2 ഇതുണ്ടെന്ന് ചോദിച്ചു, അത് നമുക്ക് ഫ്രണ്ടിൽ വെക്കാൻ പാടില്ല. കാരണം ഈ തണുപ്പ് ഭയങ്കരമായിട്ട് അടിക്കുന്നുണ്ട്, അത് പെട്ടെന്ന് കേടായി പോകും. അപ്പൊ അതുകൊണ്ട് നമ്മൾ അത് പുറത്തെടുത്ത് വെക്കേണ്ട അവസ്ഥ. ചിലപ്പോൾ അപ്പൊ നമുക്ക് ഇതായിരിക്കും ആദ്യം വരുന്നത്. പണിയാണ്. ഞാൻ ആദ്യത്തെ ഒരു വല്ല റീഫർ ആയിരുന്നു. അവസാനം ഞാൻ പോരാൻ നേരത്തെ സിദ്ധി നേരെ വിളിച്ചിട്ട് ആദ്യത്തെ ചെയ്തായിരുന്നു റീഫർ ആണോ ഡ്രൈവാനാണോ? ഡ്രൈവാൻ. ഓക്കെ. അല്ല, ഇത് നമ്മൾ ആ പ്രൊഡക്റ്റിന്റെ പൾപ്പ് ചെക്ക് ചെയ്യണം, അത് മെയിൻറ്റെയിൻ ചെയ്യണം. അങ്ങനെ ഒത്തിരി വള്ളികളുണ്ട്. എന്നിട്ട് ആ പ്രൊഡക്റ്റ് എന്തെങ്കിലും പ്രശ്നം വന്നാൽ പിന്നെ നമ്മുടെ വീട്ടിലേക്ക് പിന്നെ ഈ റീഫറിന് പ്രശ്നം ഉണ്ടാവും അല്ലേ? ഗുണ്ടകളെ പോലെ നിറയെ ഗാങ്സ്റ്റേഴ്സ് നമ്മളൊക്കെ എന്തെങ്കിലും ചോദിക്കുക പറയാ ഫുള്ള് ദേഷ്യ. ഈ റീഫറിന്റെ പ്രശ്നം വരുന്നതാണ് ഏറ്റവും വലിയ വള്ളി. അല്ല, സിദ്ധിക്കാറാൻ തന്നെ എനിക്ക് ഒറ്റ കൺസേൺ ഉണ്ടായിരുന്നു, ഡ്രൈവാന് ഒറ്റ കൺസേൺ ഉണ്ടായിരുന്നു. ഇത് റീഫർ കാരണം എന്തെങ്കിലും ഒരു ഇഷ്യൂ വന്നു കഴിഞ്ഞാൽ പ്രൊഡക്റ്റ് പോയല്ലോ. നമ്മളിത് എപ്പോഴും ചെക്ക് ചെയ്യണമെന്നേ, നമ്മൾ ഇങ്ങനെ നോക്കിയിരിക്കണം. ചിലപ്പോൾ ഇത് പ്രത്യേകിച്ച് ചീസൊക്കെ കൊണ്ടുവരുമ്പം നമ്മൾ കാരണം മൈനസിലാണ് പോരുന്നത്. അതൊക്കെ എന്തെങ്കിലും റീഫർ പ്രശ്നം ഉണ്ടെങ്കിൽ തീർന്നു. എപ്പോഴും നോക്കും. പച്ച റെഡ് ലൈറ്റ് ഉണ്ട്. പല പ്രാവശ്യം ഞാൻ ചീസ് കൊണ്ട് വന്നിട്ട് ഒരു പ്രാവശ്യം നമ്മുടെ എവിടെ അല്ലേ അൽബുക്കർക്കി വെച്ചിട്ട് അതിന്റെ ഫിൽറ്റർ കേടായിട്ട് പണി കിട്ടിയിട്ടുണ്ട്. എന്താ ഒരു അൽബുക്കർക്കി ടെർമോക്കിംഗ് ഉണ്ട് റീഫറിന്റെ ഒരു നമ്മുടെ ലൗസ് എത്തുന്നതിന് മുമ്പ്. അവിടെ കറക്റ്റ് കയറി അവർ ആ ഫിൽറ്റർ ശരിക്കും $100 ഉള്ളൂ. അപ്പം നൈറ്റ് ആയതുകൊണ്ട് അവരെ വീട്ടിൽ നിന്ന് വന്ന് എല്ലാം കൂടി $1,100. അല്ല, ഞങ്ങൾക്ക് ഒരു പ്രാവശ്യം പറ്റിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോഡർ ട്രെയിലർ എടുക്കുക ഇവിടുന്ന്. അപ്പോൾ ഞങ്ങൾ വരുമ്പോൾ റീഫർ ഓഫായി കിടക്കുക. സ്റ്റാർട്ടാക്കാൻ നോക്കിയിട്ട് ക്രാക്ക് അടിച്ച് ഓണായിട്ട് ഓഫ് ആവുക. ഇതെന്നെ സംഭവം മനസ്സിലായി. 2 പ്രാവശ്യം ഞങ്ങൾ ട്രൈ ചെയ്ത്. അതിന് ചുമ്മാ പോയി ഡീസൽ ടാങ്കിൽ നോക്കിയപ്പോൾ എംറ്റി, എയർ കയറി തീർന്നു. നമ്മൾ ഈ ബൈക്കിന്റെ കിടന്നടിക്കുന്നില്ലേ അതുപോലെ കിടന്നടിക്കും. 1000-1200 അടി അടിക്കണം. 200 പ്രാവശ്യം ഇങ്ങനെ അടിക്കണം. നമ്മള് ബൈക്കിന്റെ കിക്കർ അടിക്കുന്ന പോലെ ഞാൻ ആദ്യത്തൊക്കെ വരുന്നത് അതെല്ലാം പഠിച്ചു. അത് അപ്പോൾ ഞങ്ങൾ നേരെ മെയിൻ്റെനൻസ് വിളിച്ചു. അവർ പറഞ്ഞു എന്തായാലും ബോർഡർ ക്രോസ് ചെയ്യും, അണ്ടല്ല കപ്പാക്കിലെ ലൗസിലേക്ക് പോയിട്ടോളാൻ പറഞ്ഞു. എത്രയും പെട്ടെന്ന് ബോർഡർ ക്രോസ് ചെയ്യണം. അപ്പോൾ കപ്പാക്കിലെ ലൗസ് ചെയ്യുമ്പോൾ ഞങ്ങൾ ഓർത്ത്
ആ വർക്ക്ഷോപ്പിൽ കയറ്റാനായിരിക്കുന്നു. എന്നിട്ട് യൂട്യൂബിൽ വീഡിയോ അയച്ചു തന്നു, ഇങ്ങനെ ആയിരുന്നു അടിച്ചോളാം, എന്നിട്ട് സ്റ്റാർട്ട് ചെയ്തോളാം. ഇത് രണ്ടുപേര് മാറി മാറി ഇന്ന് അടിച്ച് ഇതൊന്ന് അടിച്ചടിച്ചടിച്ചടിച്ച് അവസാനം ഇത് സ്റ്റാർട്ട് ആവുന്നില്ല. എന്നിട്ട് നമ്മുടെ പഴയ മെയിൻ്റെനൻസിൽ എടുത്തിട്ട് വിളിച്ചപ്പോൾ പറഞ്ഞ് ആ ഫിൽട്ടർ ഊരിയിട്ട് ഇത് അടിച്ചോണ്ട് സ്റ്റാർട്ടാക്ക്, എന്റെ ബോഡി സ്പ്രേ അങ്ങ് അടിച്ചു വിടാൻ പറഞ്ഞു. അപ്പൊ ആ സ്പാർക്കില് എയർ കത്തി പോകുന്നു. അത് പക്ഷെ സ്റ്റാർട്ടായിട്ടോ, പിന്നെ കുഴപ്പമില്ലാതെ പോകുന്നു. അത് -9 പോയ പ്രൊഡക്റ്റാ. അത് ശരിക്കും പ്രൊഡ്യൂസ് അല്ല, മീറ്റ് സംതിങ് ആണ്. അത് ഒറിജിനലേക്കായിരുന്നു ഡെലിവറി. അപ്പം അതങ്ങനെ അടിച്ചു പോയി. അതൊക്കെ ഒരു അനുഭവമാണ്. നമ്മൾ ട്രക്കിന്റെ പോലെ അത്ര എംറ്റി ചെയ്യാൻ പറ്റില്ല. ഒരു 1/4 ഭാഗത്തിന് മുമ്പ് നമ്മൾ റീഫിൽ എയർ കയറും. അത് കാരിയറിന്റെ ട്രെയിലർ ആയിരുന്നു, തെർമോക്കിങ്ങിന്റെ അല്ലായിരുന്നു. സൈച്ചോടെ ലിമിറ്റ് കുറവാണ് അതിന്റെ ടാങ്കിന്. എനിക്ക് തോന്നുന്നു തെർമോക്കിങ്ങിനാണ് കൂടുതൽ ലിമിറ്റ് വരുന്നത്, വലിയ ടാങ്ക്. ലിമിറ്റ് എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതലുള്ള കുറച്ചും കൂടെ റിലയബിലിറ്റി പറയുന്നത് തെർമോക്കിംഗ് പറയുന്നത്. കാരണം ഇപ്പൊ ലിറ്റിൽ റോക്കിൽ ഫുള്ള് തെർമോക്കിംഗ്, കാരിയർ ഇല്ല. അപ്പൊ അവന്മാർക്ക് ഓതറൈസേഷൻ ഉണ്ട് അതിന്റെ മെയിൻറ്റെയിൻസ് ചെയ്യാൻ. ഫ്രൈറ്റ് ലൈനറിന്റെ ഉണ്ട്, ട്രെയിലറിന്റെ ഉണ്ട്. അവന്മാര് ഓൺ മെയിൻറ്റെയിൻസ് ആണ്, തെർമോക്കിങ്ങും ഫ്രൈറ്റ് ലൈനറും. ഇവിടെ അവർക്ക് അവരുടെ യാർഡില് വലിയൊരു മെയിൻറ്റെയിൻസ് ടീം ഉണ്ട്. ഇവര് തന്നെ വണ്ടി സർവീസ് ചെയ്യുന്നത്. അപ്പൊ നമ്മള് ഓൺ ദ റോഡിൽ എന്തെങ്കിലും പറ്റി കഴിഞ്ഞാൽ ഇവരെ വിളിച്ചു കഴിഞ്ഞാൽ, അതായത് ആദ്യത്തെ കമ്പനിയിൽ നമ്മളെല്ലാം ചെയ്തോണ്ടിരുന്നത്, നമ്മള് മെക്കാനിക്കിനെ വിളിക്കണം, ഇത് ഓൺ കോൾ ആണ്, ഓൺ കോൾ അല്ല. ഇവിടെ വന്നു കഴിഞ്ഞപ്പോ നമ്മൾ ജസ്റ്റ് മെയിൻ്റെനൻസിനെ വിളിച്ചു പറയുന്നു, ബാക്കി അവരെ ഡീൽ ചെയ്യുന്നത്. വണ്ടി എങ്ങോട്ട് എത്തിക്കണം എന്ന് മാത്രം നമ്മൾ നോക്കിയാൽ അവിടെ ചെന്നിട്ട് നമ്മൾ മാറിയിരിക്കുക. പേയ്മെന്റും കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് വണ്ടി കിട്ടും. പേയ്മെന്റും അവിടെ നിന്നാണ് ചെയ്യും, ഓഫീസിൽ നിന്ന് ചെയ്യും. നമുക്കൊന്നും ചെയ്യേണ്ട കാര്യമില്ല. മറ്റേടത്തെന്ന് പറയുമ്പോൾ ടീച്ചർക്ക് അവിടെ നിന്ന് അയച്ചു തരും, നമ്മൾ ഇവിടെ നിന്ന് എഴുതി കൊടുക്കണം. അങ്ങനെയായിരുന്നു. ആയതുകൊണ്ട് അപ്പം ഇവരെ ഏറ്റവും അടുത്ത് ആദ്യം ഫ്രൈറ്റ്നറിന്റെ ഷോറൂം ഉണ്ടോ എന്നാണ് നോക്കുന്നത്. അതാകുമ്പോൾ വാറന്റി ഉള്ള വണ്ടിയാണ്, നേരെ കയറ്റിയാൽ മതി. ഇപ്പൊ ഞാൻ ഓടിക്കുന്ന 25 മോഡലാ, ഞങ്ങൾക്ക് 0 കിലോമീറ്റർ കിട്ടിയതാ. ഫ്രൈറ്റ് ലൈനർ അത് ഫുള്ള് മറ്റേ ഡിജിറ്റൽ ഡിസ്പ്ലേ, കാർപ്ലേ എല്ലാം ആയിട്ട് വന്ന് മോഡൽ കൂടിയ വണ്ടിയാ. ഒറ്റ എനിക്ക് ഒത്തിരി മോഡൽ ഇല്ലല്ലോ. ഇവരെ ടോപ്പ് മോഡൽ പുറത്ത് ക്യാമറ എല്ലാം അതൊന്നുമില്ല. ഇവർക്ക് അങ്ങനെ ക്യാമറ അതൊന്നുമില്ല കേട്ടോ. ആകെ ഫ്രണ്ടിലേക്ക് ഒരു ഡാഷ് ക്യാം, ഇൻസൈഡ് നമ്മുടെ സൈഡിലത്തെ മിറർ ഇല്ലേ, അത് അകത്ത് ഡിസ്പ്ലേ വരുന്ന രീതിയിൽ ഇല്ല അതില്ല. അത് കാരണം കുറച്ചുകൂടെ മോഡൽ കൂടിയ അങ്ങനെ വരാറുണ്ട്. വൈറ്റ്സ് ഒക്കെ കൂടുതൽ അങ്ങനെ ഉപയോഗിക്കും. ഇത് വൈറ്റ്സ് ആയത് കാരണം നമുക്ക് പ്രൈവസി ഉണ്ട് അകത്ത്. അതിനേക്കാൾ ഉപരി അത് വലിയ ശല്യമാണ് ഈ LED ഡിസ്പ്ലേ കൂടെ. നമ്മുടെ ഈ പുറത്തെ റോഡ് എപ്പോഴും കണ്ടോണ്ടിരുന്നു. നമ്മൾ പറഞ്ഞു നൈറ്റില് നമ്മളിൽ തന്നെ കാണുമ്പോൾ ഞാൻ ഡേ ഓടിക്കുന്നത്. അപ്പം നൈറ്റ് ഓടിക്കുന്ന മില്ലാണെങ്കിൽ അവൻ പറയും, രാത്രി ഉറക്കൊക്കെ വന്നു കഴിയുമ്പോൾ ചിലപ്പോൾ ഷോ ഇങ്ങനെ നോക്കുമ്പോൾ എന്നെ തന്നെയാണ് കാണുന്നത്. ഈ വിൻഡോയുടെ റിഫ്ലക്ഷനിൽ ഇവനെ തന്നെ കാണുന്നു, അങ്ങോട്ട് നോക്കിയാലും അവനെ തന്നെ കാണുന്നു. നമ്മൾ മാക്സിമം ഒമിനിട്രാക്സിന്റെ വരെ കംപ്ലീറ്റ് കുറച്ച് പറ്റാണല്ലോ ഓഫ് ചെയ്താൽ വെക്കണം, നമ്മുടെ കണ്ണിലേക്ക് വെട്ടടിക്കാതെ. അതെ രാത്രി ക്ഷീണം വരൂലേ. ഇത് അകത്തേക്ക് ഇൻസൈഡ് ക്യാമറ ഇല്ല, ജസ്റ്റ് സംസാരയുടെ ഡാഷ് ക്യാം പുറത്തേക്ക് സംസാരം യൂസ് ചെയ്യുന്നത്. അപ്പൊ അവരുടെ ടാബ് ഉണ്ട്, ഫുള്ള് അതിൽ തന്നെയാണ്. ഗൂഗിൾ ചാറ്റിലാണ് ഡിസ്പാച്ച്, മെയിൻ്റെനൻസ് അതിൽ തന്നെ. പ്രിന്റർ പുറത്തിറങ്ങേണ്ട കാര്യമില്ല. മാനിഫെസ്റ്റ് പ്രിന്റർ ഐപാഡാ പ്ലസ് HP പ്രിന്റർ ഉണ്ട്. അപ്പൊ മാനിഫെസ്റ്റ് ആണെങ്കിലും എന്താണേലും ഇവര് മെയിൽ അയക്കും, നമ്മളപ്പോ തന്നെ പ്രിന്റ് എടുക്കും. അത്രേ ഉള്ളൂ. വേറെ ഇടയ്ക്ക് നിർത്താൻ അങ്ങനെ ഒന്നും വേണ്ട. പ്രിന്ററിന്റെ പേപ്പർ തീരുമ്പോഴോ മഷി തീരാറാകുമ്പോ ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടുത്ത ട്രിപ്പ് ഇറങ്ങുമ്പോ ട്രിപ്പ് ഷീറ്റിന്റെ കൂടെ അതവിടെ കാണും. അതായത് ഒരു പ്രോപ്പർ. ഇനിയിപ്പോ ഞാൻ വേറൊരു കമ്പനി പോയി എല്ലായിടത്തും ഉണ്ട്. ഇൻകോർപ്പറേഷൻ തരില്ല, തരത്തില്ല, പേറോള് മാത്രമേ. ലക്ഷറി എല്ലാം കിട്ടുമെങ്കിലും കൈ പൈസ വരില്ലല്ലോ. ടാക്സ് കൂടെ കൊടുക്കണം ഈ ലക്ഷറിക്കൊക്കെ. അവിടെ ലക്ഷറി തീർന്നു. വിന്റർ എക്സ്പീരിയൻസ് ഒക്കെ വിന്റർ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. വിന്റർ കൂടുതലും നമ്മൾ ട്രാൻസ്കാനഡ ഓടിക്കൊണ്ടിരുന്നത്. അതായത് ഇവിടുന്ന് കാൽഗരി ഓർ BC തിരിച്ചു റിട്ടേൺ. അല്ല, ആദ്യത്തെ വിന്റർ ആവതരോടെ ആയിരുന്നു, ഇവരുടെ ആയിരുന്നു, ലിറ്റിൽ റോക്കിന്റെ കൂടെ. ആരായിരുന്നു കമ്പനി? അശ്വിൻ. അന്ന് നമ്മളെ കപ്പാക്കി വെച്ച് കണ്ടില്ലേ അവോദ ഓടിയപ്പോ പുള്ളി ലിറ്റർ റോക്കിൽ തന്നെയുണ്ട്. പുള്ളിയുടെ ഫ്രണ്ടും കൂടെ ഇപ്പൊ ഓടുന്നുണ്ട്. അവരിപ്പോ ഇന്ന് കാൽഗരിക്ക് കണ്ട് പോയിട്ടുണ്ട്. അപ്പം അവരായിരുന്നു. അപ്പൊ ഞങ്ങളുണ്ട്. പക്ഷെ നമുക്ക് ചെയിൻ ഇടേണ്ട ഒരു ആവശ്യം ഇതുവരെ വന്നിട്ടില്ല. നമ്മൾ പോയ ഒരു റൂട്ടിലും ചെയിൻ റിക്കേർഡ് അല്ലായിരുന്നു. മൗണ്ടൻസിൽ മാത്രം മതിയല്ലോ. അപ്പൊ നമ്മള് BCക്ക് പോകുമ്പോഴും ആ സമയത്ത് മീൻസ് നമ്മൾ പോയ സമയത്ത് ചെയിൻ്റെ ആവശ്യം വന്നില്ല. വരും അല്ലേ? വരും, ആ മൗണ്ടൻ കയറുമ്പോൾ വരും. പക്ഷെ നമ്മൾ പോയ സമയത്ത് വിന്ററിൽ നമുക്ക് ചെയിൻ ഇടേണ്ടി വന്നില്ല. ഓരോ ട്രിപ്പ് ഇറങ്ങുമ്പോൾ നമ്മുടെ പ്രാർത്ഥന ഇന്ന ദിവസം. അതെ. അതായത് എനിക്ക് ചെയിൻ ഇടാൻ അറിയത്തില്ല.
ഞാൻ ഇതൊരു ഇട്ടിട്ടില്ല. തമ്പുരാൻ എനിക്ക് അപ്പൊ ഞാൻ ഫസ്റ്റ് വിന്റർ ഇവിടെ ഓടുമ്പോ നിങ്ങൾ ചെയ്യുന്നിട്ടൊരു വീഡിയോ ഞാൻ കണ്ടായിരുന്നു യൂട്യൂബില്. ഞാൻ പറഞ്ഞാ ഇങ്ങനെയൊക്കെയാണ്, നമുക്ക് എങ്ങാനും ഇടേണ്ടി വന്നാൽ ഇടാലോ എന്ന് പറയാം. നിങ്ങളും അർജുൻ ഭായിയും കൂടെ ഇടുന്ന ഒരു വീഡിയോ ഞാൻ കണ്ടായിരുന്നു. അപ്പൊ അത് വെച്ചാണ് ഞാൻ ഇട്ടത്. അപ്പൊ ഞങ്ങളോട് ഒരാൾ പറഞ്ഞു ഒരു പലക കഷ്ണം കൂടെ കൊണ്ടുപോകും, അതാവുമ്പോ അപ്പുറത്തെ സൈഡിൽ ഇത് കയറ്റി മറ്റേ പുറത്തെ ടയറിൽ ഇടുമ്പോ അകത്തെ ടയറിൽ ഒരു പലക കഷ്ണം വെച്ച് പൊക്കി വെക്കുവാണെങ്കിൽ ഇത് ഇടാലോ എന്ന് പെട്ടെന്ന് ആദ്യമായിട്ട് ഇടുമ്പോ ഇട്ടിട്ട് റോൾ ചെയ്യണ്ട. അപ്പൊ നമ്മള് ബോബ്ടെയിലെ പുറകിലത്തെ ടയറിൽ ഇടുമ്പോ അകത്തെ ടയറിന്റെ അടിയിൽ പലക വെച്ചിട്ട് ഇത് പൊക്കി വെക്കുക ട്രക്ക്. അപ്പൊ നമുക്ക് പുറത്തെ ഔട്ട്സൈഡ് ടയറിൽ ഒറ്റ ഇടുക്കി ഇടാമല്ലോ എന്ന് ഒരാൾ പറഞ്ഞു. അപ്പൊ ഞങ്ങള് കിട്ടിയൊരു സ്കിഡിന്റെ പീസ് എടുത്തോണ്ട് പോയി. പിന്നെ ഇത് ഇടേണ്ടി വന്നിട്ടില്ല, അത് കാരണം രണ്ടുപേരുണ്ട് ഭയങ്കര പെട്ടെന്ന്. പക്ഷെ ഇതുവരെ ഇടേണ്ടി വന്നിട്ടില്ല. കാരണം അവിടുന്ന് ഇറങ്ങുമ്പോഴും മൊണ്ടാനയില് ചെയിൻ റിക്കേർഡ് ഏരിയ ഉണ്ടെങ്കിലും പക്ഷെ നമുക്ക് അത്ര സ്നോ കിട്ടിയിട്ടില്ല. ഇടുന്ന് പിന്നെ വലിയ പാടില്ല. പക്ഷെ ഈ തണുപ്പായതുകൊണ്ടാണ് നമുക്കൊരു ഇറങ്ങി നിൽക്കാനാണ്. ഈ ചെയിനും അതുപോലെ അങ്ങ് തണുക്കില്ലേ, വെയിറ്റും അല്ലേ ഈ സാധനത്തിന്. നമ്മുടെ കൈയൊക്കെ ഫ്രോസ്റ്റ് ബൈറ്റ് ആവും. കാരണം ഗ്ലൗസ് ഇട്ട് പിടിച്ചാലും നമുക്ക് മര്യാദക്ക് കൊളുത്തിടാൻ പറ്റൂല. അപ്പൊ ഇടയ്ക്ക് നമുക്ക് ഗ്ലൗസ് ഒരു കൈ കൊണ്ട് തന്നെ ചെയിന് പിടിക്കേണ്ടി വരും, എന്നാലേ ഇത് വീഴുള്ളൂ. ശരിക്കും ഇട്ടില്ലെങ്കിൽ, പ്രോപ്പറായിട്ട് ഇട്ടില്ലെങ്കിൽ ഇതിന്റെ ഒരു അറ്റത്തൊരു നമ്മുടെ ഒരു ചെറിയൊരു ഇത് എണ്ണെടുപ്പുണ്ട്. അത് കറക്റ്റായിട്ട് വെച്ചില്ല ചിലപ്പോൾ അത് ടയറെ കുത്തിക്കയറും. പിന്നെ ടയർ പൊട്ടും. ചങ്ങലയുടെ ആ ഒരു വക്ക് പോലെ ഇരിക്കണ അത് ടയറിന്റെ പുറത്തേക്ക് വേണം ഫേസ് ചെയ്ത്. അതെ അതെ, ടയറിന്റെ അകത്തേക്കാണ് ടയർ. അല്ല ഇത് ഇപ്പൊ നമ്മള് എങ്ങാനും പൊട്ടിപ്പോയാലും ഇത് അടിച്ച് ഗ്യാസ് ടാങ്കിലൊക്കെ അടിക്കാനൊക്കെ ചാൻസ് ഉണ്ടല്ലോ. എല്ലാം ഉണ്ട്. സാധനം പൊട്ടി പോവും. ചിലപ്പോ ഇത് ഊർന്നു പോയിട്ട് രണ്ടിന്റെ കൂടെ ഇടയ്ക്ക് കയറും. അതൊക്കെ എട്ടിന്റെ പണിയാ. രണ്ട് ടയറിന്റെ ഇടയിൽ കൂടെ കയറി അങ്ങ് പോകും. മിക്കപ്പോഴും നമ്മള് അതായത് പയ്യെ പോണല്ലോ, നമ്മള് കിലോമീറ്റർ സ്പീഡിൽ അല്ല താഴെ പോണം. ചിലപ്പോ നമ്മൾ ഇച്ചിരി ആകാശത്ത് എന്ന് പറഞ്ഞാൽ കാരണം സ്മൂത്ത് ആയിട്ട് പോകുന്നുണ്ട്, നമ്മൾ നോക്കാനൊന്നും ഇല്ല എന്നുള്ള നമ്മളങ്ങ് പോകും. അവിടെ ചെന്ന് കഴിയുമ്പോഴത്തേക്ക് നമ്മൾ ശരിക്കും 4 ചെയിൻ ഇട്ടിട്ടുണ്ട്, അല്ലെ 6 ചെയിൻ ഇട്ടിട്ടുണ്ട്, ചിലപ്പോ 3 ആദ്യം തുടക്കാലൊന്നും നമുക്കറിയില്ല ഈ സ്പൈഡറിന്റെ ഒന്നും ഉപയോഗം. പിന്നെയാണ് സ്പൈഡർ അത് കഴിയുമ്പം സ്പൈഡർ ഇട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടും നമ്മൾ ഇടില്ലായിരുന്നേ. അങ്ങനെ പോയിട്ടുണ്ട്. ഞങ്ങളുടെ വണ്ടിക്കകത്ത് സ്പൈഡർ ബെഞ്ച് ഇല്ലായിരുന്നു. എന്നിട്ട് വിന്റർ ഞങ്ങൾ ഫസ്റ്റ് BC ട്രിപ്പ് പോയപ്പോ അന്ന് മെയിൻ മുതലാളിയാണ് വിളിച്ച് ഡിസ്പാച്ച് ചെയ്തത്. അങ്ങനെ BCക്ക് ട്രിപ്പ് ഉണ്ട്, എടുക്കുമല്ലേ എന്ന് ചോദിച്ചാൽ എടുക്കുമെന്ന് പറഞ്ഞു. ഓക്കെ, എന്തെങ്കിലും റിക്വയർമെന്റ് ഉണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ സ്പൈഡർ ബെഞ്ച് ഇല്ല, ഞാൻ മെയിൻ്റെനൻസിൽ പറഞ്ഞു, അവർ വെച്ചിട്ടില്ലെന്ന് പറഞ്ഞു. ഐ വിൽ മേക്ക് ഷുവർ ഇറ്റ് വിൽ ബി ദേർ എന്ന് പറഞ്ഞു. പുള്ളി ഫോൺ കട്ട് ചെയ്തു. ഞാൻ ചെന്നപ്പോ എൻവലപ്പിന്റെ കൂടെ സ്പൈഡർ ബെഞ്ച് ഇരിപ്പുണ്ട്, ആവശ്യത്തിൽ കൂടുതൽ ഇരിപ്പുണ്ട്. ഞാൻ എടുത്ത് വണ്ടിക്കകത്ത് പുള്ളി ആവശ്യത്തിൽ കൂടുതൽ അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. നമ്മളത് എടുത്തോണ്ട് പോയി. എന്നിട്ട് കുഴപ്പമില്ലായിരുന്നു. അങ്ങനെ പിന്നെ കാരണം നമ്മൾ ട്രാൻസ് കാനഡ ഓടുമ്പോ വിന്ററിൽ ഭയങ്കര റിസ്കാ. അത് എത്ര ആക്സിഡന്റ് നമ്മൾ നേരി കാണുന്നതെന്ന്. സിംഗിൾ ലൈൻ അല്ലേ. അപ്പൊ ഇത് ഞങ്ങള് കാൽഗരി പോയ ട്രിപ്പില് സൂസമേരി കഴിഞ്ഞ് വാവയ്ക്ക് മുമ്പ് കണ്ടാന്ന് തോന്നുന്നു 2 പഞ്ചാബികളുടെ വണ്ടി ഇടിച്ച് 2 പേരും മരിച്ചു. അത് ഭയങ്കര വലിയ ഇൻസിഡന്റ് ആയിരുന്നു. 10 മണിക്കൂർ റോഡ് ക്ലോസ് ചെയ്തിട്ടു. ഫയറില്ല, അത് വേറെയാ. ഇത് ഒരു വളവായിരുന്നു. അപ്പൊ ഈ വളവില് ഇങ്ങനെ വരുന്നു. 2 പേരും അത്യാവശ്യം നല്ല സ്പീഡായിരുന്നു എന്നാണ് പറഞ്ഞു കേട്ടത്. 2 പേരും കൂടെ വന്ന് ഇടിച്ചു. 2 ബോബ്ടെയിലും പപ്പടം പോലെ ആയിപ്പോയി. സിംഗിൾ ലൈനാ. ട്രെയിലറിന്റെ 2 ഡ്രൈവാനായിരുന്നു. ട്രെയിലറിന്റെ ഫ്രണ്ട് വാൾ പൊളിഞ്ഞ് ലോഡ് പുറത്തേക്ക് റോട്ടി വീണു. എന്നിട്ട് ഞങ്ങൾ വരുമ്പോൾ റോഡ് പിടിച്ചിട്ടേക്കുക. ഞങ്ങളുടെ ഫ്രണ്ടിൽ ഒരു 10-35 വണ്ടി കിടക്കുക. 8 മണിക്കൂർ 10 മണിക്കൂറിന്റെ അടുത്ത് ഞങ്ങൾ അവിടെ കടന്നു, ആ റൂട്ടിൽ കടന്നു. ഞങ്ങളുടെ ഫ്രണ്ടിൽ 30 വണ്ടി ലൈനപ്പായി, ഞങ്ങളുടെ പുറകിലടുത്ത 30 വണ്ടി ലൈനപ്പായി. സെയിം ഓപ്പോസിറ്റ് ഡയറക്ഷനിലും ഇത്രയും വണ്ടി ലൈനപ്പായി കിടക്കുക. എന്നിട്ട് 10 മണിക്കൂർ കഴിഞ്ഞ് പതുക്കെ വണ്ടി മൂവ് ആയി തുടങ്ങിയപ്പോൾ ഞങ്ങൾ എത്തുന്നു. പോലീസ് പറഞ്ഞു ഒരു ലൈനേ ഓപ്പൺ ആയിട്ടുള്ളൂ, സോ ഈ സൈഡ് ആദ്യം കുറച്ച് വിടുവാണ്, അപ്പോൾ നിങ്ങൾ സ്ലോലിയേ പോവാവുള്ളൂ. ആ ഇൻസിഡൻസ് പ്ലേസിൽ 2 ലൈനിലും ആക്സിഡന്റ് ആയിട്ട് തന്നെ കിടക്കുക. ഒരു ലൈനിലേക്ക് ഇതെല്ലാം അവിടെ വലിച്ചിട്ടു. എന്നിട്ട് ഒരു ലൈൻ ഓപ്പൺ ആക്കി. അപ്പോൾ നമ്മൾ അത് കഴിഞ്ഞ് 1 കിലോമീറ്റർ കഴിഞ്ഞപ്പോൾ അപ്പുറത്തെ സൈഡിൽ ലൈനപ്പ്. നമ്മൾ ചെല്ലുമ്പോൾ 30 അത് കൂടുതൽ വണ്ടി ലൈനപ്പായി കിടക്കുക. എന്നിട്ട് നമ്മൾ അടുത്ത ട്രക്ക് സ്റ്റോപ്പിൽ എസോയിൽ ഒരു പമ്പിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ പഞ്ചാബികൾ നമ്മളോട് വന്ന് ചോദിച്ചു റോഡ് ഓപ്പൺ ആയോ, എന്തായി? ഞാൻ പറഞ്ഞു ആ സൈഡ് ഓപ്പൺ ആയിട്ടുണ്ട്, ഇവിടുന്ന് പോയി തുടങ്ങിയിട്ടില്ല ഞങ്ങൾ വരുമ്പോൾ, നിങ്ങൾ വേറെ ആരോടും കൂടെ ഒന്ന് ചോദിച്ചിട്ട് ഇറങ്ങിയാൽ ഇല്ലേ ചുമ്മാ അവിടെ പോയി കിടക്കേണ്ടി വരും എന്ന് പറഞ്ഞു. കാരണം അവന്മാരവിടെ നിന്ന് വണ്ടി എടുത്ത ലോകം ഓണായല്ലോ, പിന്നെ ഇത് അവർ പോകില്ലേ. ഇപ്പൊ ഞാൻ എന്റെ ഷിഫ്റ്റിലാണ് അവിടെ വന്നത്, പക്ഷെ എടുത്തത് അടുത്ത ആളെ ഈവനിങ് ഷിഫ്റ്റ് ആയി. അതായിരുന്നു ഏറ്റവും വലിയ പ്രശ്നം. ആ റൂട്ടിലുണ്ടല്ലോ ഈവൻ സമ്മറിൽ ഓടിച്ചാൽ ഈ ഒറ്റ ലൈൻ ഉള്ളതുകൊണ്ടല്ലോ ഭയങ്കര പ്രശ്നം. ചില ആൾക്കാർ ഫോൺ നോക്കി അല്ലെങ്കിൽ ഉറങ്ങിപ്പോയി ഭയങ്കര അതുപോലെ തന്നെ ഈ പാസിംഗ് ലൈൻ വരുമ്പോൾ ഭയങ്കര പ്രശ്നം അവിടെ. ഇപ്പൊ ഈ ചിലപ്പം ഈ സ്പീഡ് കുറഞ്ഞ വണ്ടി നേരെ കയറി പാസിംഗ് ലൈനിൽ കയറി വെക്കും. അപ്പം ഓൾറെഡി 90 സോണാണത്.
നമുക്ക് 105 ഓടിക്കാൻ പറ്റും. നമ്മുടെ വണ്ടി അത്രേ ഉള്ളൂ. അത് ഉണ്ടായി കഴിയുന്നതാണ് പറയാം 90s ആണ്. 90s ആണ്. മാനിറ്റോബ കയറി കഴിഞ്ഞാൽ 100 ആയി. പിന്നെ എനിക്ക് സസ്കച്ചാനൊക്കെ 110 ഉണ്ട്. 110 ഉണ്ട് സസ്കച്ചാനും ആൽബർട്ടയിലും ഒക്കെ. ഞങ്ങൾക്ക് വല്ലപ്പോഴും കിട്ടുമായിരുന്നു ആ വഴിക്ക്. ഏത് ആൽഫിയിൽ ഓടിയപ്പോഴോ? ആൽപ്പയിൽ ഓടിയപ്പോൾ ELS ഓടിയപ്പോൾ ഒക്കെ വല്ലപ്പോഴും നമുക്ക് ആൽബർട്ടയ്ക്കൊക്കെ നമുക്ക് ഒനീനൊക്കെ ഉണ്ടാകുന്ന നമുക്ക് കിട്ടുമായിരുന്നു. ഓക്കെ. BC-ക്കും പോയിട്ടുണ്ട്. BC-ക്ക് പോയിട്ട് നമ്മൾ അവിടുന്ന് BC-ന്ന് നേരെ വാഷിംഗ്ടൺ പോയിട്ട് അവിടുന്ന് പിക്ക് എടുത്തുകൊണ്ട് പോയി. ഇത് കൂടുതലും വൺ സൈഡ് എം ടി ആണ്. ഞങ്ങൾ ഒരു പ്രാവശ്യം ആൽബർട്ടയ്ക്ക് ലോഡുമായിട്ട് പോയിട്ട് തിരിച്ച് കാലി അടിച്ച് ഉണ്ടായിരിക്കും വന്നിട്ടുണ്ട്. അത് ഞങ്ങള് 3 ഡെലിവറി അന്നേരം. മാനിറ്റോബയിൽ ഒരെണ്ണം, വിന്നിപ്പെക്കിൽ ഒരെണ്ണം, റെജീനയിൽ ഒരെണ്ണം, കാൽഗരിയിൽ ഒരെണ്ണം. അത് ഈ ലാൻഡ്മാർക്കിന്റെ തന്നെ ലോഡാ. നമ്മള് ലാമറാഡയിൽ നിന്ന് കൊണ്ടുവരുന്ന പാഴ്സൽ കൊറിയർ ഈ ബെർലിംഗ്ടണിലെ ലാൻഡ്മാർക്കിൽ വെച്ച് സ്പ്ലിറ്റ് ചെയ്യും. അറ്റ്ലാന്റിക്കിന് പോകാനുള്ളതും BC-ക്ക് പോകാനുള്ളതെല്ലാം. എന്നിട്ട് ഇത് വിന്നിപ്പെക്കിൽ ഒരെണ്ണം ഡെലിവറി, റെജീനയിൽ ഒരു ഡെലിവറി, കാൽഗരിയിൽ ലാസ്റ്റ് ഡെലിവറി, അങ്ങനെ പോകും. അപ്പോൾ ഞങ്ങൾ റെജീന എത്താറായപ്പോൾ ഡിസ്പാച്ച് എന്ന് പറഞ്ഞ് അതിറക്കി കഴിയുമ്പോൾ ഇവർക്ക് ആൽബർട്ടയിൽ യാർഡുണ്ട് ഒക്കട്ടോസിൽ. ഇത് അവിടെ കൊണ്ട് ഇട്ടിട്ട് അവിടെ നിന്ന് ഒരു എം ടി ഉണ്ട്, അതെടുത്തോണ്ട് പോരാളാൻ വരും. നമ്മൾ ആദ്യമായിട്ടാണ് അങ്ങോട്ട് പോയിട്ട് തിരിച്ച് ഫുൾ എം ടി വരുന്നത്. അപ്പോൾ നമുക്ക് സംശയമായി. നമ്മൾ നേരെ ഡിസ്പാച്ച് വിളിച്ച് അത് കുഴപ്പമില്ല, അവിടെ ഇന്ന് റിട്ടേൺ ഒന്നുമില്ല, സോ നിങ്ങൾ അവിടെ ഒരു ദിവസം വെറുതെ കിടക്കണ്ടല്ലോ, ആ ട്രെയിലറിന് ഇച്ചിരി പണിയുണ്ട്, അപ്പോൾ അത് കൊണ്ടുവന്നോളാൻ പറഞ്ഞു. അപ്പൊ ട്രെയിലറിന് പണിയും കൂടെ ഉണ്ട്. അപ്പൊ ഡിഫക്റ്റീവ് എക്യുപ്മെന്റ് ആണോ എന്ന് സംശയമായി. നമ്മളവിടെ ചെന്ന് അടിക്കാത്ത പ്രീ ട്രിപ്പ് ഒന്നുമില്ല. നമ്മൾ നോക്കിയിട്ട് ഒരു കുഴപ്പമില്ല. ശരിക്കും ആ റീഫറിനായിരുന്നു അതിന്റെ കംപ്ലൈന്റ്, വണ്ടിക്ക് കുഴപ്പമില്ലായിരുന്നു. അങ്ങനെ ആ പോകുന്ന വഴി ചില വേ സ്റ്റേഷനൊക്കെ നല്ല പിടുത്തം പിടിക്കും. പിടിക്കും. റെജീനയിൽ സ്വിഫ്റ്റ് കറന്റ് എന്ന് പറഞ്ഞൊരു ഇതുണ്ട്, അവന്മാര് പിടിക്കും. അവന്മാര് പിടിച്ചു കഴിഞ്ഞാൽ 20 ഒരു ഇൻസൈഡിൽ കൂടെ പോയിട്ടൊരു സ്ഥലമാണോ? എനിക്ക് ഏകദേശം മനസ്സിലായി. ടയറൊക്കെ നല്ല കറക്റ്റായിട്ട് ചെക്ക് ചെയ്യുന്നുണ്ട്. അത് നടുക്കായിരിക്കും, രണ്ടിന്റെയും കൂടെ നടുക്കായിട്ടാണ് വെയിറ്റ് സ്റ്റേഷൻ ഇരിക്കുന്നത്. ഞങ്ങളന്ന് കയറിയിട്ട് അശ്വന്റെ ഷിഫ്റ്റ് ആയിരുന്നു. ഞങ്ങൾ കയറി സ്വിഫ്റ്റ് കറന്റിൽ കയറി. ഞാൻ ഓർക്കായിരുന്നു, ഇവൻ അശ്വനെ വിളിച്ചു, എടാ പിടിച്ച് ഉമ്മാര് ഇൻസ്പെക്ഷൻ കയറ്റുമെന്ന് പറഞ്ഞു. അങ്ങനെ ഓക്കെ. ഞാൻ എഴുന്നേറ്റ് ഫ്രണ്ടിൽ വന്നിരുന്നു. എന്നിട്ട് ഇവൻ വന്നിട്ട് ഇവൻ്റെ ലോഗ് ചെക്ക് ചെയ്തു, അത് കുഴപ്പമില്ലായിരുന്നു. എന്നിട്ട് വന്നിട്ട് പറഞ്ഞത് ടിക്കറ്റ് ഒന്നും കിട്ടിയില്ല, ജസ്റ്റ് വാണിംഗ് മാത്രമേ കിട്ടിയുള്ളൂ. അവൻ എന്തോ ഓഫ് ഡ്യൂട്ടി ഓൺ ഡ്യൂട്ടി അങ്ങോട്ടും മാറിപ്പോയതിൻ്റെ. എന്നിട്ട് അവൻ പറഞ്ഞു ടിക്കറ്റ് തരാനാണെങ്കിൽ ഒത്തിരി ഉണ്ട്, നിങ്ങൾ സീൽ ഇട്ടിട്ടില്ല, അതാണ് ഇതാണ്. ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾ ഫസ്റ്റ് ഡെലിവറി വിന്നിപ്പെക്കിൽ സീല് പൊട്ടിച്ചതാണ്, പിന്നെ നമുക്ക് ഇടാൻ സീലില്ല. ആ സീല് വേണമെങ്കിൽ ട്രെയിലറിൻ്റെ അകത്ത് കിടപ്പുണ്ട്, ബാക്കിയെല്ലാം സെയിം ഡെലിവറിയാണ്. പിന്നെ അതൊന്നും പറ്റത്തില്ല, ഇങ്ങനെയൊക്കെയാണെന്ന് പറഞ്ഞ് വാണിംഗ് ടിക്കറ്റ് തന്നിട്ട് വിട്ട്. ഞങ്ങൾ പ്രാവശ്യം ആ വഴിക്ക് പോയപ്പോൾ ഇങ്ങനെ ചെയ്തിട്ട് ടയർ ഒരെണ്ണം വെട്ടിത്തിരിക്കുകയായിരുന്നു. അത് ഇച്ചിരി സീനാണ് ഐഡിയ. പിന്നെ അങ്ങനെ MT ഒക്കെ തിരിച്ചു കൊണ്ടുപോകാന്ന് പറഞ്ഞാൽ അത് കോർപ്പറേറ്റ് നോക്കുന്ന പരിപാടികളല്ലേ, ഓണർമാർ ഇതിലേക്ക് ശ്രദ്ധിക്കുന്നില്ലല്ലോ. അമ്മരെ നോക്കുമ്പോ ഓക്കെ നിങ്ങൾ കൊണ്ടുവരാ, നമ്മളെ മലയാളികരൊക്കെയാണ് MT ഓടുക എന്ന് പറഞ്ഞാൽ ഇത് ശരിക്കും കോർപ്പറേറ്റ് അല്ല, മുതലാളി ഡയറക്റ്റ് ഇതിൽ ഇൻവോൾവ് ആണ്. അതായത് അവിടെ ആകെ MT തിരിച്ചു വരാൻ പറഞ്ഞു ആകെ 5 പേരെ ഓഫീസിലുള്ളൂ. അപ്പൊ അത് ലേവറോലും കിടന്നായിരുന്നു നിങ്ങള്? അല്ല, നമ്മളത് മീൻസ് കാൽഗരിയിൽ രാത്രി 10:30 ഡെലിവറി. അത് കഴിഞ്ഞു ഒക്കട്ടോസിൽ അവിടെ നിന്ന് ഒരു 20 മിനിറ്റ് ഉണ്ട് താഴത്തേക്ക് ഇറങ്ങണം ഒക്കട്ടോസിലേക്ക്. ഒക്കട്ടോസിലെ ആടിക്കൊണ്ട് ഇതിട്ടു, അടുത്ത ട്രെയിലർ എടുത്ത് നമ്മൾ അപ്പം തന്നെ പോകുന്നു, നേരെ വക്കട്ടണ്ണിന് പോകുന്നു. പിക്കപ്പ് ഇല്ല, ഡെലിവറി ഇല്ല, ഒന്നുമില്ല. ഇത് കോർപ്പറേറ്റ് അല്ല, ഇത് കാർന്നവരുടെ മോനും കൂടെ നടത്തുന്നതാണ്, നേരിട്ട് ഇൻവോൾവ് ആണ് പുള്ളി. അതായത് മെയിൻ കാർന്നവരാണ് ഫുള്ള്, ഓവറോൾ എല്ലായിടത്തും പുള്ളിയുടെ കൈയുണ്ട്. മകനാണ് മെയിൻ്റെനൻസിന്റെ ഹെഡ്, ഡിസ്പാച്ച് വേറൊരു കാർന്നവര്. അതും എനിക്ക് തോന്നുന്നു ഈ കമ്പനി തുടങ്ങിയപ്പോൾ തന്നെ ഉള്ള ആളങ്ങാണ്ട 2 ഡിസ്പാച്ചേഴ്സേ ഉള്ളൂ എല്ലാത്തിനും. പിന്നെ നമുക്ക് ശരിക്കും ഒരു ഡെഡിക്കേറ്റഡ് ലൈൻ പോലെയാണ് ഇത്രയും ദൂരം ഉണ്ടെങ്കിലും. അതായത് സ്ഥിരം പോകുന്നത് എല്ലാം ഒരേ സ്ഥലത്തേക്ക്. എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ട്രയാങ്കിൾ ട്രിപ്പ് എന്ന് പറഞ്ഞാൽ സാധാരണ ഇവിടെ നമ്മുടെ ടൊറന്റോയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്താൽ എങ്ങോട്ടൊക്കെയാ? ടൊറന്റോയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്താൽ ഒന്നെങ്കിൽ ഡയറക്റ്റ് കാൽഗരി ഓർ BC, അവിടെ നിന്ന് കാലിഫോർണിയ ഇറങ്ങും, തിരിച്ച് ഒണ്ടാരിയോ, ബോർഡർ ക്രോസ് ചെയ്ത് കാലിഫോർണിയക്ക് പോകും. MT ആയിരിക്കും. നമ്മളെ MT ട്രെയിലർ ശരിക്കും കാലിഫോർണിയ ഡ്രോപ്പ് ചെയ്യുക, എന്നിട്ട് അവിടെ നിന്ന് ലോഡർ എടുക്കുക. അത് 5 ദിവസം അവിടെ നിന്ന്. അപ്പൊ നിങ്ങൾക്ക് യാർഡുണ്ടോ? കാലിഫോർണിയ യാർഡുണ്ടോ? ഇല്ല, നമ്മൾ ഈ ലാൻഡ്മാർക്കിന്റെ ഫെസിലിറ്റിയില്ല. അതായത് ഇപ്പൊ മൺഡേ ടു ഫ്രൈഡേ അവിടെ നിന്ന് എല്ലാ ദിവസവും വൈകുന്നേരം 5 മണിക്ക് ലോഡുണ്ട്. അപ്പൊ അവര് രാവിലെ ലോഡ് ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞാൽ 5 മണിക്ക് നമുക്ക് ട്രെയിലർ കിട്ടുള്ളൂ. പ്ലസ് പേപ്പർ വർക്കും മാനിഫെസ്റ്റും ലാൻഡ്മാർക്കാണ് തരുന്നത്, ഡിസ്പാച്ച് അല്ല. അവര് ഡയറക്റ്റ് ആണ് നമുക്ക് തരുന്നത്. ലാൻഡ്മാർക്ക് നമ്മളടക്കി പോകാറുണ്ട്. ഇപ്പൊ നമ്മള് എല്ലാലേക്ക് അങ്ങനെ ഒത്തിരി ലാൻഡ്മാർക്ക് ഒരു ബ്ലൂ കളറിൽ എഴുതിയേക്കുന്ന അല്ല റെഡ്.
അപ്പം നമ്മൾ ഇന്ന് അവിടെ കൊണ്ടുവരുന്ന ട്രെയിലർ നാളെ അവിടെ നിന്ന് പോരാനുള്ളതാണ്. അപ്പം നാളെ അത് പിക്ക് ചെയ്യാൻ വരുന്നവൻ അവൻ കൊണ്ടുവരുന്ന ട്രെയിലർ ഇടും ഇവിടെ. അപ്പോൾ 5 days എല്ലാ ദിവസവും അവിടെ നിന്ന് ലോഡുണ്ട്. അപ്പോൾ അത് സ്പ്ലിറ്റ് ലോഡാണ്. നമ്മൾ സോൾട്ട് ലേക്ക് സിറ്റി വന്നിട്ട് അടുത്ത പിക്കപ്പ് ഉണ്ട്. അപ്പോൾ അത് മീൻസ് അവിടെ ഇറക്കുമുണ്ട് കയറ്റുന്നുമുണ്ട്. ഇൻട്രസ്റ്റേറ്റ് അല്ല, അതിന് പറയുന്നൊരു പേര്. അപ്പോൾ നമ്മൾ ലാംബ്രാഡയിൽ നിന്ന് എടുക്കുന്ന ലോഡ് സ്പ്ലിറ്റ് ലോഡാണ്. അപ്പോൾ അത് നമ്മൾ സോൾട്ട് ലേക്ക് സിറ്റി വന്നിട്ട് അത് അൺലോഡ് ചെയ്തിട്ട് ബെർലിംഗ്ടണിലേക്കുള്ള ലോഡ് എടുക്കും. അത് ശരിക്കും റിലേ ട്രക്കിംഗ് എന്നാണ് പറയുന്നത്. നമുക്ക് യൂസ് ചെയ്യുന്ന ഒരു ലോഡ് പിക്ക് ചെയ്ത് ഒരു സ്പെസിഫിക് പോയിന്റിൽ കാരിയറും ഷിപ്പറും തമ്മിൽ ലോഡ് സ്വിച്ച് ചെയ്യും. അത് ആ ലോഡ് അത് 2 ട്രക്കിലേക്കായിട്ട് മാറ്റും, ട്രെയിലറിലേക്കായിട്ട് മാറ്റും. രണ്ടും സെയിം കാരിയറിൻ്റെ ആയിരിക്കണം. അവിടുന്ന് അതിൻ്റെ ഫൈനൽ ഡെസ്റ്റിനേഷൻ കാനഡ ആയിരിക്കണം. അതാണ് പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് ഇപ്പൊ കാനഡയിൽ നിന്ന് അമേരിക്കയിൽ പോകുന്ന ട്രക്കുകളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഒരൊറ്റ ഡെലിവറിയും ഒറ്റ പിക്കപ്പും മാത്രമേ പറ്റുള്ളൂ. അല്ലല്ല, അങ്ങനെയല്ല. ഡെലിവറി എത്ര വേണേലും അടിക്കാം. ഇവിടുന്ന് പോകുന്നത് മീൻസ് ആ ഒരു ലോഡേ അടിക്കാൻ പറ്റുള്ളൂ എന്ന് മാത്രം. ഇവിടുന്ന് കൊണ്ടുപോകുന്ന ലോഡ് 3-4 ഡെലിവറി ചെയ്യാം. എടുക്കുന്ന ലോഡ് ഒരിക്കലും നമ്മൾ US ചെയ്യാൻ പാടില്ല. എടുക്കുന്നത് നമുക്ക് വേറെ ചെയ്യാൻ പാടില്ല. അപ്പൊ അതിന്റെ അകത്തെ ചില എക്സെപ്ഷൻസ് ആണ് ഈ പറഞ്ഞ റിലേ ട്രക്കിങ്ങും. വേറെ ഒരു ഐറ്റം ഇത് മാത്രമേ ഉള്ളൂ. അതായത് ഒറ്റ പിക്കപ്പ് മാത്രം എടുത്തിട്ട് അതിന്റെ അവസാനത്തെ ഡെലിവറി കാനഡയിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഷിപ്പർ സെയിം ആയിരിക്കണം, കരിയർ സെയിം ആയിരിക്കണം. കരിയറിന്റെ ട്രെയിലർ നമ്മൾ മാറ്റുന്ന ട്രെയിലർ ഇത് 2 വണ്ടി ഒരുമിച്ച് ഒരു ഫെസിലിറ്റി ആയിട്ടാണ് മാറുന്നത്. ഇപ്പൊ ഞങ്ങള് കാലിഫോർണിയയിൽ നിന്ന് എടുത്തുകൊണ്ട് വരുന്ന ലാൻഡ്മാർക്കിന്റെ ലോഡ് സോൾട്ട് ലേക്ക് സിറ്റി ലാൻഡ്മാർക്കിൽ വെച്ച് ഇറക്കും. ആ സെയിം ടൈമിൽ കാൽഗരിക്ക് പോകാനുള്ള വണ്ടി അവിടെ ഉണ്ടാവും. രണ്ടും അപ്പുറം ഡോക്ക് ഇട്ടിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും സ്വിച്ച് ചെയ്യുന്നു. എന്നിട്ട് ലാൻഡ്മാർക്കാണ് നമുക്ക് AC തരുന്നത്. ഞങ്ങൾക്ക് വിൻസറിലേക്കുള്ളതും ഇവർക്ക് കോട്ട്സ് ആൽബർട്ട ബോർഡറിലേക്കുള്ളതും അവിടെ നിന്ന് നമുക്ക് ഇഷ്യൂ ചെയ്ത് തരുമോ? അപ്പോൾ ഞാൻ ചോദിച്ചോട്ടെ, ഈ പറയുന്ന റിലേ ട്രക്കിംഗ് എന്ന് പറയുന്ന സംഭവം അതും പോകുന്ന കാനഡയ്ക്ക് തന്നെ ആയിരിക്കും? അതിന്റെ രണ്ടും പോകുന്നത്, ഒന്ന് കാൽഗരിക്കും ഒന്ന് ബെർലിംഗ്ടണിലും. ഓക്കെ. അപ്പം ഈ ലോഡ് വരുന്നത് കാലിഫോർണിയയിൽ നിന്നായത് കാരണം, അല്ലാതെ അത് അവിടെ തന്നെ ഉള്ളതല്ല. ഇത് ഇന്റർനാഷണൽ ലോഡാ. ഇത് ശരിക്കും US പ്രൊഡ്യൂസ്ഡ് അല്ല. അത് US-ലെ ലോഡല്ല. ഇത് വേറൊരു രാജ്യത്തു നിന്ന് വരുന്ന ലോഡാണ്. ഇത് ഇന്റർനാഷണൽ ലോഡാണ്. അതാ പറഞ്ഞ അത് US എക്കണോമി ഒരിക്കലും ബാധിക്കുന്ന ഒരു കാര്യമല്ല. ഇത് അതിന് നമുക്ക് സ്പെഷ്യലായിട്ട് കമ്പനിക്ക് MC നമ്പർ ഉണ്ടായിരിക്കണം. പിന്നെ ഈ റിലേ ട്രക്കിങ്ങിന് ഓതറൈസേഷൻ ഉണ്ടായിരിക്കും. അപ്പൊ കമ്പനിക്ക് അറിയാം അങ്ങനത്തെ ലോഡേ അങ്ങനെ പോവുള്ളൂ. മനസ്സിലായി. അപ്പം നമുക്കിത് ആദ്യം ഇടിക്കുമ്പോൾ സംശയം ഉണ്ടായിരുന്നു ഇൻട്രസ്റ്റേറ്റ് ആണോ എന്ന്. നമ്മൾ കമ്പനിയോട് ചോദിച്ചത് ചെയ്യാൻ പറ്റത്തില്ല, ഇൻട്രസ്റ്റേറ്റ് ആണ്. അപ്പൊ അവരാ പറഞ്ഞ ബുക്കിൽ മറ്റേ വണ്ടിയുടെ ബുക്ക് എടുത്ത് നോക്ക്, അതിൽ റിലേ ട്രക്കിങ്ങിന്റെ ഒരു സർട്ടിഫിക്കറ്റ് ഉണ്ട്, അത് വായിച്ചാൽ മതി. അവരൊരു നമ്മൾ ഇല്ലീഗലായിട്ട് ഒന്നും ചെയ്യുന്നില്ല. ഇന്നത്തെ അവസ്ഥയിലൊക്കെ നമ്മൾ ആരെയും വിളിച്ച് എന്റെ പൊന്നിടാവേ അത് ചെയ്യാൻ നമുക്ക് എന്തെങ്കിലും കൂടുതലാന്നൊക്കെ പറഞ്ഞുതരാനും അറിയത്തില്ല. ഇതിപ്പോ എന്നെ സ്ഥലത്ത് നോക്കി നമ്മളെ ക്ലിയർ ആക്കിയല്ലോ. അപ്പം അത് ആ സർട്ടിഫിക്കറ്റിൽ കറക്റ്റായിട്ട് എഴുതിയിട്ടുണ്ട്, ഇന്ന ഇത് വേണം, ഈ കമ്പനിക്ക് അതിനുള്ള ഓതറൈസേഷൻ ഉണ്ട്. അപ്പം ഞങ്ങളോട് സ്കെയിലിൽ പിടിച്ചാൽ എന്ത് ചെയ്യും? ഇതൊക്കെയാണ് നമ്മുടെ ആദ്യത്തെ സംശയങ്ങൾ. ഇൻഡസ്ട്രീറ്റ് അല്ലേ, അങ്ങനെയാണ് നമ്മൾ വിചാരിക്കുന്നത്. നമുക്ക് റിലേ ട്രക്കിംഗ് എന്നാന്ന് അറിയത്തില്ല എന്ന്. അപ്പൊ ഇത് പറഞ്ഞു കഴിഞ്ഞപ്പോഴാണ് അവരാണ് ഇതൊക്കെ ഉള്ളെന്ന് പറഞ്ഞു. പിന്നെ നമുക്ക് എന്നാ വിഷയം, നമ്മളെടുത്തോണ്ട് പോകുന്നു. സ്കെയിലിന്റെ കാര്യം പറഞ്ഞപ്പോഴാ സ്കെയിലില് പിടുത്തം അങ്ങനത്തെ ഇല്ലേ, നമുക്ക് അങ്ങനെ പിടുത്താലോ, നമുക്ക് പ്രീ പാസ് ഉണ്ട്. ഞങ്ങൾ അങ്ങനെ പിടിച്ചിട്ടില്ല. ഇല്ല, ഞങ്ങൾ ഒറ്റ പ്രാവശ്യം സ്കെയിലിൽ കയറിയിട്ടുള്ളൂ. അന്ന് ഇൻസ്പെക്ഷനും കയറ്റി. അപ്പൊ കമ്പനി അങ്ങനെ വലിയ ടിക്കറ്റ് ഒന്നും കിട്ടാത്ത കമ്പനിയാണ്. അതായത് പ്രീ പാസ് വർക്ക് ചെയ്യാത്ത സ്റ്റേഷൻ ഉണ്ടല്ലോ, അവിടെ മാത്രം കയറണം ഓപ്പൺ ആണെങ്കിൽ. ഇല്ലെങ്കിൽ എല്ലാം നമുക്ക് പ്രീ പാസ് അടിക്കും. ഇൻസ്പെക്ഷൻ എല്ലാം പ്രോപ്പറായിട്ട് ഓഫീസർമാരുമായിട്ടുള്ള എക്സ്പീരിയൻസുകളൊക്കെ ഓഫീസർമാരായിട്ട് എല്ലാം മാന്യമായിട്ട് എക്സ്പീരിയൻസ് ആയിരുന്നു ഈ കമ്പനിയിൽ നിന്ന്. ബാഡ് എക്സ്പീരിയൻസ് അങ്ങനെയില്ല, എല്ലാവരും നല്ല എക്സ്പീരിയൻസ് ആണ്. പക്ഷെ ഒരു പ്രാവശ്യം നമ്മളെ സ്കെയിലിൽ പിടിച്ചിട്ടു. ഈ കമ്പനിയല്ല, നേരത്തെ കമ്പനി. അതെന്തോ പേപ്പർ വർക്കിന്റെ ഇഷ്യൂ ആയിരുന്നു, നമ്മുടെ ഭാഗത്തുനിന്നുള്ളല്ല, കമ്പനിയുടെ എന്തോ പേപ്പർ വർക്കിന്റെ ഇഷ്യൂ. അപ്പം അന്നേരം ഇത് പിടിച്ചിട്ടിട്ട് ഔട്ട് ഓഫ് സർവീസ് ആക്കുമെന്ന് പറഞ്ഞു. അപ്പൊ ഈ പേപ്പർ DOTയുടെ സൈറ്റിൽ അപ്ലോഡ് ആയാൽ മാത്രമേ നമ്മളെ വിടുവോളം എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഓക്കെ എന്ന് പറഞ്ഞു. അപ്പോൾ പുള്ളി ഞാൻ ചോദിച്ചത് ഇപ്പോൾ രാത്രി അപ്ലോഡ് ആയി കഴിഞ്ഞാൽ ഇവിടെ ആളില്ലെങ്കിൽ എന്നായെന്ന് പറഞ്ഞു. അപ്ലോഡ് ആയെന്ന് ഉറപ്പാണെങ്കിൽ നിങ്ങൾ വണ്ടി എടുത്തോണ്ട് പോക്കോളാൻ പറഞ്ഞു. അപ്പോൾ രാത്രി ആരെങ്കിലും ഉണ്ടോ ഞാൻ വന്ന് പറയണമെന്ന് ചോദിച്ചു. രാത്രി വരാനുള്ള ഒരു പെണ്ണാണ് പുള്ളിക്കാരത്തി. മിക്കവാറും ഒരു ബർത്ത്ഡേ പാർട്ടി ആയിട്ട് പോവും, വരത്തില്ല.
രാത്രി മൊണ്ടാനയില്. അപ്പം ഇത് ക്ലോസ്ഡ് ആയിരിക്കും എന്ന് പറഞ്ഞു. ഓക്കെ, അവൻ പോയ പറയും ഞങ്ങൾ വണ്ടി എടുത്തോണ്ട് പോകും. പക്ഷെ അന്ന് രാവിലെ അവര് വന്ന് നോക്കുമ്പോ വന്നിട്ടില്ലായിരുന്ന പണി കിട്ടിയാനെ. ഇതുവരെ പിടിച്ചിട്ടില്ല, ഇപ്പൊ കമ്പനി ഇല്ലല്ലോ. അപ്പൊ കുഴപ്പമില്ല. അത് കഴിഞ്ഞ എല്ലാ സ്കില്ലും ക്ലോസ്ഡ് ആയിരുന്നു, അപ്പൊ കുഴപ്പമില്ല, കമ്പനി ഇല്ലല്ലോ. കഴിഞ്ഞ ദിവസം ഗ്രൂപ്പിൽ പറഞ്ഞാലേ മേടിക്കാൻ പറ്റുമെങ്കിൽ മേടിച്ചോ, കമ്പനി ഇല്ലല്ലോ. ഇപ്പൊ ഗ്രൂപ്പ് തരംഗമായിരിക്കുമല്ലേ, അതിനെ കുറിച്ചൊന്നും നമുക്ക് ഇപ്പൊ പറയണ്ട. വെറുതെ അല്ലടാ, വിന്റർ എക്സ്പീരിയൻസുകളൊക്കെ പറഞ്ഞു. അതിൻ്റെ അത് വേറെ കഥകളൊക്കെ ഉണ്ടല്ലോ. വിന്റർ ഒരു പ്രാവശ്യം MT അടിച്ച് കാൽഗരിന്ന് കാലിഫോർണിയ പോവാ ലാൻഡ്മാർക്ക് എടുക്കാൻ. പോകുന്ന വഴിക്ക് മൊണ്ടാന തീരുന്നു, ഐഡാഹോ കയറുക. ഐഡാഹോ വെച്ച് വണ്ടി ഒന്ന് ജാക്ക് ലൈഫ് ആയി. കാൽഗരിന്ന് വരുമ്പോ ഏത് ബോർഡർ ക്രോസ് ചെയ്യുന്നത്? സ്വീറ്റ് ഗ്രാസ്. ആൽബർട്ട മൊണ്ടാന ബോർഡർ. ഓക്കെ. സ്വീറ്റ് ഗ്രാസിൽ നല്ലൊരു അനുഭവം ഉണ്ടായിട്ടുണ്ട്. 2 വൈറ്റ്സ് നമ്മളെ പിടിച്ചിട്ട് നമ്മളോട് ചോദിച്ച്, അല്ലല്ല ഓഫീസേഴ്സ് വൈറ്റ്സാ. അപ്പൊ അവര് നമ്മളെ വിളിച്ചിട്ട് പാസ്പോർട്ട് കണ്ടിട്ട് ചോദിച്ച്, ഇത് ഇന്ത്യൻ പാസ്പോർട്ടാണല്ലോ. അതെ, നിങ്ങളുടെ പേര് ഇന്ത്യൻ പേരല്ലല്ലോ. എന്റെ പേര് ജോയൽ ജോയ്, മറ്റവന്റെ പേര് മിലൻ ജിജു. ഇത് അവര് ആ ബോർഡറിൽ കാണുന്നത് സിംഗ്, പട്ടേല് അതൊക്കെയാലോ. അതുപോലെ നിങ്ങളുടെ പേരും ഈ പാസ്പോർട്ടും തമ്മിലൊരു മാച്ചിങ് ഇല്ലല്ലോ. ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾ സൗത്ത് പാർട്ടിയിൽ നിന്നാണ്, അപ്പൊ അവിടെ കേരള, അതുകൊണ്ടാണ് ഇത്. അതുകൊണ്ട് ഇത് മോസ്റ്റ്ലി ക്രിസ്ത്യൻ നെയിമാലോ എന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ ക്രിസ്ത്യൻസ് ആണ്. അപ്പോൾ ഇങ്ങനെ അത് അപ്പോൾ ഇന്ത്യയിൽ ക്രിസ്ത്യൻസ് ഉണ്ടോന്ന്. അപ്പോൾ നമ്മൾ MT ആണ്, നമ്മുടെ വേറെ ഒന്നും ചോദിക്കുന്നില്ല. ഇവര് ഒരു വേറെ വണ്ടിയില്ല അവിടെ. ഒരു 10 മിനിറ്റ് നമ്മൾ ആ ബൂത്തിൽ പിടിച്ചിട്ടിട്ട് ഇതുമാതിരി ചരിത്രം മൊത്തം ചോദിച്ചു. എന്നിട്ട് ഞാൻ പറഞ്ഞു എങ്ങനെയാണ്, കേരള എന്ന് പറയുന്ന സ്ഥലമാണ്, അവിടെ ക്രിസ്ത്യൻസ് കൂടുതലുണ്ട്, അങ്ങനെയൊക്കെയാന്ന് പറഞ്ഞു. അപ്പൊ ആ പുറകെ ഇരുന്ന ഓഫീസർ കമ്മഗെയിൻ ഞാനിപ്പോ മാപ്പില ഒന്ന് നോക്കട്ടെ, അങ്ങനെ കേരള സ്പെല്ലിംഗ് പറഞ്ഞു കൊടുത്തു. ഒപ്പം പറഞ്ഞു കണ്ടവനെ ഹിസ്റ്ററി ഒക്കെ വായിക്കുന്നു, അങ്ങനെ എല്ലാം കഴിഞ്ഞിട്ട് അപ്പൊ കൊള്ളാൻ പറഞ്ഞു. അപ്പം അതൊരു നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. കാരണം ഈ പേരിൽ ആരും അങ്ങനെ അവിടെ ക്രോസ് ചെയ്യാറില്ല. എനിക്ക് സംഭവിക്കാറുണ്ട്. ബാങ്കിലൊക്കെ ചെന്ന് കഴിയുമ്പോൾ പേരിനാന്ന് ചോദിക്കും. കാരണം ഇന്ന് നമ്മുടെ അക്കൗണ്ടിൽ ഡെപ്പോസിറ്റ് ചെയ്യണമെങ്കിൽ ഓതറൈസ്ഡ് ആൾക്കാർക്കാണല്ലോ പറ്റുള്ളൂ. ബിസിനസ് അക്കൗണ്ടിൽ പേരിനാന്ന് ചോദിക്കും മാത്യു. നോക്കിട്ടോ ഐഡി കാർഡ് തരാൻ പറയും. ഐ ഡോണ്ട് ലുക്ക് ലൈക്ക് മാത്യു എന്ന് പറഞ്ഞ് കൊടുക്കും. ചിലരൊക്കെ പറയും നോ ഇറ്റ്സ് നോട്ട് ബിക്കോസ് ഓഫ് ദാറ്റ് എന്നൊക്കെ പറഞ്ഞാൽ ഏതായിട്ട്. ചിലരുണ്ട് ഇതിനെ കുറിച്ച് അറിയാൻ പാടാത്ത. ഇപ്പൊ നമ്മളെ പോലെ ഫസ്റ്റ് ഇമിഗ്രൻസ് ഉണ്ടല്ലോ, ആഫ്രിക്കൻ ലേഡി. ഇപ്പൊ കഴിഞ്ഞ പ്രാവശ്യം ഒരു ആഫ്രിക്കൻ ലേഡി ആയിരുന്നേ. അപ്പൊ ഞാൻ സെയിം ഐറ്റം എന്നോട് ചോദിച്ചു, ഐഡി കാർഡ് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഐ ഡോണ്ട് ലുക്ക് ലൈക്ക് മാത്യു എന്ന് പറഞ്ഞു. പുള്ളിക്കാരി യു ഡോണ്ട് ലുക്ക് ലൈക്ക് മാത്യു അങ്ങനെ പറഞ്ഞു. ശരിക്കും റേഷ്യലി ഒഫൻസീവ് ആണ് നമ്മള്. സ്ഥിരം സംഭവിക്കുന്ന ഒരു ഐറ്റം. എന്നിട്ട് അതങ്ങനെ ഇറങ്ങി പോന്നു. അത് പോകുന്ന വഴിക്ക് ഒരു ഇൻസിഡന്റ് ഉണ്ടായി. വണ്ടിയുടെ ട്രെയിലറിന്റെ ഒരു ബ്രേക്ക് ജാമായി പോയി, ഒരു ആക്സിഡന്റ്. അത് നമ്മൾ ഷോൾഡറിലൊന്ന് നിർത്തി മോൻ കഴുകാനൊക്കെ ആയിട്ട്. സ്നോ ടൈം ആയിരുന്നു. ഫ്രീസ് ആയി ബ്രേക്ക്. നമ്മൾ വണ്ടി നിർത്തി ഒന്ന് ജസ്റ്റ് ഒന്ന് ഒരു മിനിറ്റ് ഒന്ന് പുറത്തൊന്ന് ഇറങ്ങി നമ്മളകത്ത് കയറി. പിന്നെ വണ്ടി എടുത്തിട്ട് വണ്ടി അനങ്ങുന്നില്ല. സ്പൈക്ക് അടിച്ചു നോക്കി, എല്ലാം നോക്കി, വണ്ടി അനങ്ങുന്നില്ല. അപ്പൊ ഞാൻ ഇറങ്ങി നോക്കി. അപ്പം മിലിന് ഉറങ്ങുക. ഞാൻ മിലിനെ വിളിച്ചിരുന്നു, ബിജയുടെ എന്തോ ഒരു പണി കിട്ടിയിട്ടുണ്ട്, നീ ഒന്ന് വണ്ടി അനക്ക്, ഞാൻ ഒന്ന് പുറകെ പോയി നോക്കട്ടെ എന്ന് പറഞ്ഞു. അപ്പൊ ആ പാസഞ്ചർ സൈഡ് ട്രെയിലറിന്റെ ഫ്രണ്ട് ആക്സില് ആ 2 ടയർ ലോക്കായി പോയി. ബാക്കി എല്ലാ ടയറും റോൾ ചെയ്യുന്നുണ്ട്. അപ്പൊ ഇത് ഒരയുക. അപ്പം എന്ത് ചെയ്യും, വെളുപ്പിന് ഞാൻ കണ്ടായി. വെളുപ്പിന് 6:30 ആ സമയം. ട്രെയിലറിന്റെ ടയറാ. എന്നിട്ട് മെയിൻ്റെനൻസ് വിളിച്ചു. പുള്ളി പറഞ്ഞു ലൊക്കേഷൻ അയച്ചു തരാം. അത് കൊച്ചുമലയാളി ഡാനിയിലായിരുന്നു. അപ്പം പുള്ളി ലൊക്കേഷൻ എവിടെയാന്ന് വെച്ചാൽ ഇന്ന സ്ഥലത്താന്ന് പറഞ്ഞു. സൺഡേ ആയിരുന്നു അന്ന്. പുള്ളി പറഞ്ഞു നോക്കട്ടെ എന്ന് പറഞ്ഞു. അപ്പം ഞങ്ങൾ മാക്സിമം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കി. പിന്നെ നമ്മുടെ പഴയ കമ്പനിയിലെ ഒരു മെയിൻ്റെനൻസ് പയ്യനുണ്ടായിരുന്നു, അവനെ ഞാൻ വിളിച്ചപ്പോൾ അവൻ കുറച്ച് അവന് ഇച്ചിരി അത്യാവശ്യം പൊടിക്കൈകൾ അറിയാം. വണ്ടി എങ്ങനെയും റോട്ടിൽ നിന്ന് ഇറങ്ങാനുള്ള ഐഡിയ അറിയാം. അത് തന്നെ പുള്ളി തന്നെ അത് പറഞ്ഞത്, സ്പ്രേ അടിച്ചോളാൻ പറഞ്ഞത്. അപ്പൊ പുള്ളി പറഞ്ഞു ചുറ്റിക്ക് എടുത്തോ. മലയാളിയാ, ജോർജ് എന്ന പുള്ളിയുടെ പേര്. അതെ അതെ അതെ. ഡ്രമ്മിനെട്ട് അടിക്കാൻ പറഞ്ഞു. അപ്പം ഇത് അടിച്ചു, ശരിയായില്ല. അങ്ങനെ ഒത്തിരി ഇതായിട്ട് ഇത് ശരിയാവുന്നില്ല. പുള്ളിയുടെ ഐഡിയ ഒക്കെ തീർന്നു. ലാസ്റ്റ് ഒരു ഐഡിയ ഉണ്ട്, അതുകൂടെ ട്രൈ ചെയ്യാൻ പറഞ്ഞു. അത് എയർ ജാം ആയതായിരിക്കും അവൻ പറഞ്ഞത്. അപ്പം പുള്ളി പറഞ്ഞു റെഡ് ഊരി ബ്ലൂയിൽ കുത്തുക, ബ്ലൂ ഊരി റെഡിൽ കുത്തുക, എന്നിട്ട് യെല്ലോ ഇൻ ചെയ്യാൻ പറഞ്ഞു. എന്നിട്ട് ഒരു 2 മിനിറ്റ് എന്നിട്ട് 2 മിനിറ്റ് ഹോൾഡ് ചെയ്യാൻ പറഞ്ഞു. 1:50 വരെ ഹോൾഡ് ചെയ്യാവുള്ളൂ, 2 മിനിറ്റ് ഫുള്ള് എടുക്കരുതെന്ന് പറഞ്ഞു. 1:50 ആയപ്പോഴത്തേക്കും ടോന്നൊരു ഒച്ച ഞാൻ കിട്ടും. അപ്പൊ ഞാൻ മില്ലിന് അന്നേരത്തേക്കും ബ്രേക്ക് വലിച്ചു. അത് കഴിഞ്ഞ് വണ്ടി മാറ്റി കുത്തി, വണ്ടി മൂവിങ് ആയി. ആ എയർ പോയതാണ് ഒച്ച കേട്ടത്. പിന്നെ വണ്ടി ഓക്കെ ആയി.
എനിക്ക് ആ ടെക്നോളജി എന്താണെന്ന് മനസ്സിലായിട്ടില്ല. അവൻ പറഞ്ഞു ഞാൻ കുത്തി സാധനം റെഡിയായി. ഇവനിത് എവിടെ നിന്ന് പഠിച്ചെന്നോ ഇതെങ്ങനെ അറിയാമെന്നോ എനിക്ക് അറിയത്തില്ല. അപ്പൊ അതെങ്ങനെ നേരെ തിരിച്ചു വരുമോ റണ്ണ്? റെഡി കൂടെ ചിലപ്പോ ഫ്ലോ ആവാത്തോണ്ടായിരിക്കാം മാറ്റി കുത്താൻ പറഞ്ഞത്. അതായത് എയർ സ്റ്റക്കായി നിൽക്കുക അതില്. അപ്പൊ ഈ നമ്മള് സപ്ലൈ ലൈനിലേക്ക് ഇത് വിട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും ആ എയറിന്റെ ഫോഴ്സ് കാരണം സ്റ്റക്കായ എയർ തള്ളിപ്പോയി. രണ്ടും ചെയ്തു. മീൻസ് റെഡ് മാത്രം അവിടെ ചെയ്യുവാണോ ചെയ്തേ? അല്ല, റെഡ് ഔട്ട് ആയിരുന്നു, യെല്ലോ ഇന്നായിരുന്നു. പക്ഷെ കേബിൾ രണ്ടും മാറ്റി കുത്തി. മീൻസ് ഒരെണ്ണം ഊരിയിട്ടൊന്നുമില്ല. ഇല്ല അപ്പുറത്തും ഇല്ല. എന്തായാലും ജോർജിനെ അത് കൂടുതൽ ടെക്നിക്കലി സയന്റിഫിക്കലി അവന് പറഞ്ഞു തരാൻ പറ്റും. സെറ്റായി. ജോർജിനെ എന്തായാലും ഒന്ന് കോണ്ടാക്ട് ചെയ്തിട്ട് നമുക്ക് എന്തായാലും പുള്ളിനെ കൊണ്ടുവരാം. എന്നിട്ട് അത് കഴിഞ്ഞ് പോയി. അന്ന് മൊണ്ടാന ഓടി തീരാൻ നല്ല സമയം എടുക്കുമല്ലോ. സോ എൻ്റെ ഷിഫ്റ്റ് തീരാറായി. അപ്പോൾ തീരാറായപ്പോഴത്തേക്കും ഐഡാഹോ കയറിയപ്പോഴത്തേക്കും സ്നോ ചെയ്തു. അതായത് സ്നോ പെട്ടെന്ന് ലോ വിസിബിലിറ്റി ആയി. ജസ്റ്റ് 2 സെക്കൻഡ്സിൽ വിസിബിലിറ്റിയിൽ നമ്മുടെ വണ്ടി സ്നോയിലേക്ക് കയറുകയും ചെയ്തു. അതായത് അത്ര നേരം റോഡിൽ സ്നോ ഇല്ലായിരുന്നു. നമ്മൾ ലോ വിസിബിലിറ്റി വന്നപ്പോൾ വണ്ടി സ്നോയിലേക്ക് കയറി. അത് കയറിയതും ഒരു കാറ്റടിച്ചു. empty ആണ്, ഡ്രൈവാനാണ്. കാറ്റടിച്ചു. ട്രെയിലർ ഈ സൈഡിലേക്ക് പോയി, ട്രക്ക് ഇങ്ങനെ ഡിച്ചിലേക്കും പോയി. ജാക്ക് നൈഫ് ആയി. ഏതാ ഡൗൺ ഹില്ലാണോ? അല്ല, ഇത് സ്ട്രൈറ്റ് റോഡ് തന്നെയാണ്. അതായത് എനിക്ക് തോന്നുന്നു ആ ഐഡാഹോ ഫോൾസ് ഇല്ലേ, അവിടെ ഒരു ലൗസ് ഉണ്ട്. അതിനൊരു 25 മൈൽ മുമ്പ്. അത് നല്ല സ്ട്രൈറ്റ് ആയിട്ടുള്ള റോഡല്ലേ? അതെ. അതായത് നമ്മൾ ഐഡാഹോയിലേക്ക് കയറുക, മൊണ്ടാനോ ആ മൗണ്ടൈൻ ഏരിയ കഴിഞ്ഞ് ഫോണിനൊക്കെ റേഞ്ച് വരുന്ന സമയമാണ് നേരം. അത്ര നേരം ഫോണിന് റേഞ്ച് ഇല്ല. അപ്പോൾ നമ്മൾ ഐഡാഹോയിലേക്ക് കയറുന്നതും ഈ കാറ്റടിച്ചു. മിലൻ ബെൽറ്റ് ഇട്ട് കടന്നു ഭാഗ്യത്തിന്. ഫസ്റ്റ് ട്രിപ്പ് മിസോള ലൗസ് കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞിട്ട് I-15 നമ്മൾ I-90 I-94 അല്ല, മേളിൽ നിന്ന് I-15 ഇറങ്ങി വരുമോ. അപ്പോൾ അത് വരുന്നു. ബോപ്റ്റയിൽ റൈറ്റിലേക്ക് ഇങ്ങനെ പോയി. ട്രെയിലർ അങ്ങോട്ട് പോയിട്ട് തിരിച്ചു വന്നിട്ട് പാസഞ്ചർ സൈഡ് ട്രെയിലർ നമ്മുടെ ബോപ്റ്റയിലെ പാസഞ്ചർ സൈഡിൽ വന്ന് ഇടിച്ചു കയറി. അത് ട്രക്ക് ഫുൾ ഇങ്ങനെ പോയി. ജാക്ക് നൈഫ് ആയി, പ്രോപ്പർ ജാക്ക് നൈഫ് ആയി. ഡിച്ചിൽ പോയില്ല, റോട്ടിൽ തന്നെ. നമ്മൾ ഷോൾഡറിൽ ഡിച്ചിന് തൊട്ട് മുമ്പ് വന്ന് നിന്നു. 5 സെക്കൻഡ് കൊണ്ടാണ് ഇത് മൊത്തം നടക്കുന്നത്. സാധനം തീർന്നു, ഇല്ലായിരുന്നു ഭാഗ്യത്തിന്. അപ്പം ഇത് കഴിഞ്ഞു. ഒരു 10-15 സെക്കൻഡ് എനിക്ക് കിളിയില്ലായിരുന്നു. എന്താ സംഭവിക്കണമെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. വിലൻ എഴുന്നേറ്റ് വന്ന് നോക്കുമ്പോ ഫുള്ള് വെള്ളമയം. സ്നോ, നമ്മൾ ഡിച്ചിലേക്ക് കടക്കുമല്ലോ വണ്ടി, അവിടെ ഫുള്ള് വെള്ള സ്നോ ആയാലോ, വിസിബിലിറ്റി ഇല്ല. അപ്പൊ പുള്ളി ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് സ്വർഗത്തിൽ നിൽക്കുന്ന പോലെയൊക്കെ ഫീലായി പുള്ളിക്ക്. എന്നാ സംഭവം പുള്ളി മനസ്സിലാവുന്നില്ല. പൃഥ്വിരാജിന്റെ സിനിമയുണ്ടല്ലോ, ജെയിംസ് ആൻഡ് ആലീസ്, പത്രോസ് കണക്കെടുക്കാൻ വന്നേക്കണ പോലെ. അപ്പൊ പുള്ളി സ്ലീപ്പറിൽ നിന്ന് ഒരു ചാട്ടം ചാടി, ബെൽറ്റ് ഉള്ള കാരണം നെറ്റ് ഉള്ള കാരണം പിടിച്ചു നിന്നു. എന്നിട്ട് ഞാൻ അവനോട് പറഞ്ഞു, അപ്പൊ എനിക്ക് എന്നെ ചെയ്യണ്ടെന്ന് അറിയില്ല. ഇപ്പൊ ഓഫീസിൽ വിളിക്കുന്നു, ആരെ വിളിക്കണം, എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. ഇങ്ങനെ അങ്ങനെ സംഭവിക്കുമ്പോ ശരിക്കും സ്ലീപ്പിൽ കിടക്കുന്ന ആൾക്കാണ് കൂടുതൽ ഡാമേജ് വരിക. കർട്ടൻ തുറന്ന് പുറത്തു വന്നാലും ഇത് എന്നാ സംഭവിച്ചത് ഇടിച്ചതാണോ എന്നാന്നറിയത്തില്ലല്ലോ. അപ്പം ഞാൻ അവനോട് പറയടാ, നീ ഒന്ന് പുറകെ പോയി നോക്ക്, റിഫ്ലക്ടർ ഇട്ട് ഇറങ്ങിക്കോളാൻ പറഞ്ഞു. അപ്പൊ എന്റെ മനസ്സിൽ അതായത് വണ്ടി അനക്കി നോക്കിയാലോ എന്ന് എനിക്ക് തോന്നി. അതിനൊക്കെ മുമ്പ് ഇത് സംഭവിച്ചു കഴിഞ്ഞാൽ ബ്രോഡ് അവസ്ഥ തന്നെയായിരുന്നു. എനിക്ക് കുറച്ചു നേരത്തേക്ക് ഞാൻ മൈൻഡ് ഔട്ടായി, എന്ത് ചെയ്യണം, വിളിക്കാത്ത ദൈവങ്ങളില്ല. അപ്പം എല്ലാം കഴിഞ്ഞ് അപ്പം ഞാൻ ഓർത്തു തന്നാ ഇവൻ എഴുന്നേറ്റ് വരുന്ന സമയം കൊണ്ട് ഞാൻ ഓർത്തു എന്നാ ഒന്ന് അനക്കി നോക്കിയാലോ ഒന്ന്. പക്ഷെ എന്റെ മൈൻഡിൽ പോകുന്നില്ല, എയർലൈൻ കട്ടായി കാണുമോ, ഇതൊന്നും എന്റെ മൈൻഡിലേക്ക് അന്നേരം വരുന്നില്ല. ഞാൻ അപ്പൊ തന്നെ ഓർക്കുന്ന ഓക്കെ, ഞാൻ ഇച്ചിരി ബാക്ക് ഇട്ട്, അതായത് ഡിച്ചിന് തൊട്ട് ഷോൾഡറിൽ നിൽക്കുക, മീൻസ് ഫ്രണ്ടിലേക്ക് ഒരു ഇഞ്ചും കൂടെ പോയാൽ നമ്മൾ ഡിച്ചിൽ പോയി. അങ്ങനെ അപ്പൊ ഇച്ചിരി ബാക്ക് എടുത്തപ്പോൾ വണ്ടി മൂവിങ് ആണ്. ഫുള്ള് ലെഫ്റ്റ് പിടിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും വണ്ടി സ്ട്രെയിറ്റ് ആയിട്ട് ഷോൾഡറിൽ നിവർന്ന് കഴിഞ്ഞാണ് ഞാൻ പുറത്തിറങ്ങി നോക്കുമ്പോഴാണ് ഡാമേജ് ഒക്കെ കാണുന്നത്. അപ്പൊ തൊട്ട് പുറകെ സ്നോ പ്ലോ ട്രക്ക് വന്നു. അവൻ വന്നിട്ട് ചോദിച്ച് നിങ്ങൾ ഓക്കെ ആണോന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഓക്കെ, കുഴപ്പമില്ല, എന്നാ വണ്ടി എടുത്തോ, കാരണം വിസിബിലിറ്റി കുറവാലോ, അല്ലെങ്കിൽ കൂടുതൽ ഇനിയിപ്പോ ആരെങ്കിലും വന്ന് കയറണ്ടല്ലോ. അപ്പൊ ഓക്കെ എന്ന് പറഞ്ഞ് ഞങ്ങള് അവിടെ നിന്ന് ഒരു 10 മൈൽ കുത്തിക്കയറായിരിക്കാൻ വേണ്ടിട്ട്. അപ്പൊ നമ്മൾ അവിടെ നിന്ന് ഒരു 10 മൈൽ അപ്പുറം ഒരു ഹൗസ് ഒരു റെസ്റ്റ് ഏരിയയിലേക്ക് പോയി. അവിടെ ചെന്നിട്ടാണ് നമ്മൾ ഓഫീസിൽ വിളിച്ച് പറയുന്നത്. അല്ലാതെ ഫ്രഷ് ഐസാ, അന്നേരം പെയ്ത ഐസാ, സ്നോ ആയിരുന്നു. അപ്പം
അന്നേരം എന്റെ മൈൻഡിലില്ല എയർലൈനെ കൊണ്ടോന്ന് ഞാൻ നോക്കിയിട്ടില്ല. വണ്ടി പോകുന്നു പോട്ടെ, വണ്ടി എയർലൈൻ രണ്ടും കട്ടായിട്ടില്ല. ഇലക്ട്രിക് ലൈൻ മാത്രം മുറിഞ്ഞു പോയുള്ളൂ നടക്കുന്നത്. എയർലൈൻ എന്തോ ആയതിന് ദൈവം സഹായിച്ച് കട്ടായിട്ടില്ലായിരുന്നു. പിന്നെ നമ്മുടെ കയ്യിൽ ഇലക്ട്രിക്കൽ ലൈനിന്റെ ഒരു സ്പെയർ കേബിൾ ഉണ്ടായിരുന്നു. അപ്പൊ അത് നമ്മൾ ഇട്ടിട്ട് മറ്റേ സിപ്പ് ലോക്ക് ഇട്ട് മറ്റേ വലിയാൻ വേണ്ടി സ്പ്രിംഗിലേക്ക് കണക്ട് ചെയ്ത് കൊടുത്തു. അല്ലെങ്കിൽ അത് പൊട്ടിപ്പോവല്ലോ വീണ്ടും. അതിട്ടിട്ട് പോയി നമ്മൾ വിളിച്ചു പറഞ്ഞു. നമ്മൾ ആ ഐഡാഹോ ഫോൾസിലെ ലൗസിൽ പോയി. അപ്പം വണ്ടിക്ക് ഇച്ചിരി മീൻസ് വണ്ടി റണ്ണിങ് കണ്ടീഷൻ ആണെങ്കിലും ഡാമേജ് നല്ല ഉണ്ട്. അതായത് ആ എയറോഡൈനാമിക് ഇല്ലേ, കുറെ പീസുകൾ ഫ്രൈറ്റ് ലൈനറിന്റെ റബ്ബറിന്റെ അത് പാസഞ്ചർ സൈഡ് അത് ഫുള്ള് പൊളിഞ്ഞു. എന്നിട്ട് സ്ലീപ്പറിലേക്ക് ഒരു ചളുക്കും ഒരു ഓട്ടയും. അപ്പൊ പുറത്തുനിന്ന് വെട്ടമായിരിക്കും സ്ലീപ്പറിൽ. അപ്പൊ അത് അൺസേഫ് ആലോ. പിന്നെ നമ്മള് ക്യാബിൻ തണുപ്പും കയറും. വണ്ടിയുടെ AC അടിച്ചു പോയി, സ്ലീപ്പറിലെ AC പോയി. ആ ഇടിയില് ഫീസ് എങ്ങാണ്ട് പോയതാ. ഹീറ്റർ പോയി. അല്ല AC പോയി ഹീറ്റർ ആയിരുന്നു. ഹീറ്റർ മാത്രമേ ഉള്ളൂ, കാറ്റ് കയറുന്നു ഇതുണ്ടല്ലോ. അപ്പം ഞങ്ങൾ വിളിച്ചു കഴിഞ്ഞപ്പോ അവര് പറഞ്ഞു നിങ്ങൾ ഓക്കെ ആണോന്ന് ചോദിച്ചു. മെയിൻ്റെനൻസ് ഞങ്ങൾ ഓക്കെയാണ്. അപ്പൊ ഇവിടെ എന്നാന്നൊക്കെ ചോദിച്ചു. ഇതൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞു ഇങ്ങനെ ഇത്ര പനിയുണ്ട്. പിന്നെ നമ്മുടെ ക്യാബിനിൽ ഒരു എയർ ബാഗ് ഉണ്ടല്ലോ പുറകില്, 2 ഉണ്ട്. അതിലൊരെണ്ണം ഇത് ചുളുങ്ങിപ്പോയി. അപ്പൊ അതും മാറേണ്ടി വരും. അപ്പൊ ഈ ജോർജിനെ ഞാൻ വിളിച്ച് ജോൺ പറഞ്ഞ ഇത്ര പണിയുണ്ട്, അത് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓടിക്കാം, സേഫാ. ആകെ ഉള്ളത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എയർ ബാഗ് ശരിയാക്കണം. പിന്നെ ചേസുമായിട്ട് കണക്ട് ചെയ്യുന്ന ക്യാബിന്റെ ഒരു ബോൾട്ട് ഉണ്ട്, അത് പൊട്ടിപ്പോയി. അപ്പൊ അത് അൺസേഫ് ആണ്, ക്യാബിൻ അൺസേഫ് ആണ്. അപ്പൊ അത് രണ്ടും ശരിയാക്കുവാണെങ്കിൽ കുഴപ്പമില്ലെന്ന് പറഞ്ഞു ജോർജ് പറഞ്ഞു. അല്ല ഞാനിപ്പോ പറഞ്ഞു വിചാരിക്കണേ നമ്മുടെ കമ്പനിയിലേക്ക് അങ്ങനെ ഒരാളുണ്ട്, ഇത് സുഖമായിരുന്നു നമുക്ക് എന്തെങ്കിലും അല്ലേ. ശരിയാ. അതെ. അപ്പോൾ അത് കഴിഞ്ഞ് ഞാൻ മെയിൻ്റെനൻസ് വിളിച്ചതൊക്കെ പറഞ്ഞു. എന്നാൽ അപ്പോൾ ഒരു പറഞ്ഞു ഞായറാഴ്ചയാലോ, എന്നാൽ അടുത്ത ലൗസാ അവിടെ ഉണ്ട്, അവിടെ പോയി നോക്കാൻ പറഞ്ഞു. അപ്പൊ നമ്മൾ ലൗസിൽ ചെന്നു. അവിടെ ടെക്നീഷ്യൻ ഇല്ല, രാവിലത്തേക്ക് വരുള്ളൂ, രാവിലെ ഇൻ ചെയ്യാന്ന് പറഞ്ഞു. അപ്പൊ നമുക്കറിയാം ലൗസിലെ എങ്ങനെയാന്ന്. രാവിലെ വരുമ്പോ പറയും അതുകൂടെ ചെയ്യത്തില്ലെന്ന്. നമുക്കറിയായിരുന്നു. അപ്പൊ മെയിൻ്റെനൻസിന് ഇങ്ങോട്ട് പറയും നിങ്ങളൊരു കാര്യം TA ടൂലിയിലേക്ക് വെക്കണം പറഞ്ഞു, സോൾട്ട് ലേക്ക് സിറ്റിയിലേക്ക്. നോക്കി പതുക്കെ അങ്ങ് വെക്കോ, നമുക്ക് എന്തായാലും സമയമുണ്ട് പിക്കപ്പിന്. നമ്മളങ്ങ് പോയ വഴിക്ക് ടൂലി എത്തിക്കഴിഞ്ഞപ്പോൾ അവർക്ക് ചെയ്യാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞു. ഞാൻ നേരം വെളുത്തപ്പോൾ മെയിൻ്റെനൻസ് ഹെഡ് വന്നു. അവള് പറഞ്ഞ് മെയിൻ്റെനൻസ് ഹെഡ് ഇവിടെ ഒരു പെണ്ണ റോബിൻ എന്ന് പറഞ്ഞ. അവള് പറഞ്ഞ് എന്നാ ഓക്കെ പർവാനിലേക്ക് വിട്ടോ, TA പർവാനിലേക്ക് വിട്ടോളാൻ പറഞ്ഞു. അവിടെ വിളിച്ചു പറയാന്ന് പറഞ്ഞു. പിന്നെ നമുക്ക് റോളില്ല, ഇവരാണ് ഫുള്ള്. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴും അവര് പറഞ്ഞു ഈവനിങ് ആവും പാർട്സ് വന്നെങ്കിൽ. അപ്പൊ ഈവനിങ് വരെ നിൽക്കണം. അപ്പൊ ഈവനിങ് വരെ നമ്മൾ നിന്ന് കഴിഞ്ഞാൽ നമ്മൾ പിക്കപ്പിന് ഡിലേ ആവും. അപ്പോൾ അവിടെ നിന്ന് ഒരു 30-40 മൈൽ അപ്പുറം പ്രീമിയം ഡീലർഷിപ്പ് ഉണ്ട് ഫ്രൈറ്റ് ലൈനറിന്റെ. മറ്റേ യൂട്ട അരിസോണ ബോർഡറിൽ പ്രീമിയർ അവിടെ വിളിച്ചു കൊണ്ടുകൊണ്ട് വിട്ടോളാൻ പറയും. നമ്മൾ അവിടെ ചെന്നപ്പോൾ അവരുടെ പാർട്സ് ഉണ്ടെന്ന് നമ്മൾ കൺഫേം ചെയ്തു, വിട്ടോളാൻ പറയും. നമ്മൾ അവിടെ ചെന്നൊരു 4 മണിക്കൂർ കൊണ്ട് ഇവർ പണി മൊത്തം തീർത്ത് വണ്ടി തന്നു. നമ്മൾ അതുകൊണ്ട് കാലിഫോർണിയയിൽ പോയിട്ട് ആ ലോഡ് എടുത്ത് കാൽഗരി വന്നു. എന്നിട്ട് എഡ്മണ്ടം പോയി ലോഡ് പിക്ക് ചെയ്ത് തിരിച്ച് വാക്കട്ടണ്ണി വന്നു. അത് 12 ദിവസത്തെ ട്രിപ്പായിരുന്നു. എന്നോട് ജസ്റ്റ് ചെയ്ത് പറഞ്ഞു ഇൻസിഡന്റ് റിപ്പോർട്ട് കൊടുക്കാൻ പറഞ്ഞു. ഞാൻ അത് ഫോം ഫില്ല് ചെയ്ത് സേഫ്റ്റിക്ക് അയച്ചു. അവിടെ നിന്ന് റിപ്ലൈ പോലും ഇതുവരെ വന്നിട്ടില്ല. ആ വണ്ടി ഇപ്പോൾ കാണാനില്ല. നമ്മുടെ പ്രശ്നമല്ലോ ജാക്ക് നൈഫ് ഉണ്ടാകുന്നത്. അല്ല ചിലരുണ്ട് ഇപ്പോഴത്തെ സാഹചര്യം. അങ്ങനെ അതൊരു വൻ സംഭവമായിരുന്നു. പുള്ളിയുടെ ആദ്യത്തെ ട്രിപ്പിൽ തന്നെ ഇത് എന്റെ കരിയറിലെ ആദ്യത്തെ ഇടി എന്ന് പറയാൻ പറ്റത്തില്ല. ജാക്ക് നൈഫ് ഒരു ഇൻസിഡന്റ് സംഭവിക്കുന്നത്. അതിനുശേഷം അല്ല ആ വണ്ടി മാറിയിട്ട് ഞങ്ങൾക്ക് 23 ആകുന്നത്. അത് കഴിഞ്ഞിട്ടാണ് 25ലേക്ക് വന്നത്. കാരണം ഈ 25 ഒരു വർഷമായിട്ട് അവിടെ കിടക്കുക. 8 വണ്ടി ഇതിന് പ്ലേറ്റ് ആയിട്ടില്ല. പ്ലേറ്റിന്റെ ഇഷ്യൂ വരുക ഇഷ്യൂ ഉണ്ട്. അതായത് ഞങ്ങൾ ഹയർ ചെയ്യുമ്പോൾ ഈ വണ്ടി അവിടെ വന്ന് കിടക്കുന്നു. പക്ഷെ ഇതിന് പ്ലേറ്റ് ആകുന്നില്ല. നമ്മൾ അവിടെ 6 ലക്ഷം കിലോമീറ്റർ വരെ വണ്ടി ഓടിക്കുള്ളൂ. അത് കഴിഞ്ഞാൽ പിന്നെ വണ്ടി മാറ്റും. അപ്പം നമ്മുടെ 6 ലക്ഷം കഴിഞ്ഞൊരു 6,40,000 വരെ ഓടിച്ചിട്ടാണ് ആ സമയമായപ്പോഴാണ് ഈ വണ്ടിക്ക് പ്ലേറ്റ് വരുന്നത്. കാലിഫോർണിയക്ക് 6 തരുള്ളൂ അല്ലേ? 6 തരുള്ളൂ. 6 ലക്ഷം കിലോമീറ്റർ കഴിഞ്ഞാൽ അവർ ലോക്കലിലേക്ക് മാറ്റും വണ്ടി. ലോങ് ഹോളില് എല്ലായിടത്തും കാലിഫോർണിയ മിക്കവാറും അങ്ങനെയാണ്. 6 ലക്ഷം മൈലല്ല കിലോമീറ്റർ. അതായത് ഒരു വർഷം ഒരു ട്രക്ക്.
ഇവർക്ക് എല്ലാ വർഷവും 26 ഇപ്പോൾ വരുക, വണ്ടി വന്നുകൊണ്ടിരിക്കും. എല്ലാ വർഷവും ഇത്ര വണ്ടി ഫ്രൈറ്റ് ലൈനറിൽ നിന്ന് വന്നുകൊണ്ടിരിക്കും. ഡയറക്റ്റ് ഫ്രൈറ്റ് ലൈനറിൽ നിന്ന് എടുക്കുക, ഡീലർഷിപ്പ് ഇല്ല. എന്നിട്ടും കമ്പനി ലാഭത്തിലാണല്ലോ ഇപ്പോഴത്തെ കാലത്തില്. 6 ലക്ഷമൊക്കെ ഓടാൻ എന്നാ വേണം? ഇന്ന് ഇപ്പൊ ഓടില്ല അല്ലേ? 1.5 വർഷം കൊണ്ട് 1.5 ഒന്നും വേണ്ട, 1 വർഷം കൊണ്ട് 6 ലക്ഷം തീരും. യൂഷ്വലി കാലിഫോർണിയ റൺ 1 വർഷം എന്ന് പറഞ്ഞാൽ 4 ലക്ഷം കിലോമീറ്റർ. അതാ ആ രീതിയില് ഞാൻ എന്താ പറയുക, കാരണം നമ്മളിപ്പോ 9 ലക്ഷത്തിലാണ് നിൽക്കുന്നത്. ഓക്കെ, പീറ്റർബിൽറ്റ് നിങ്ങള് കടന്ന് ഓടുമല്ലേ അങ്ങോട്ട്? ട്രയാങ്കിൾ കടന്ന് ഫുള്ള് ഓടുന്ന കാരണം ഇപ്പൊ ലാസ്റ്റ് കുറച്ചായിട്ടാണ്, ഈ ഇടയ്ക്കാണ് BCന്ന് ഈസ്റ്റിലേക്ക് ഓടാൻ തുടങ്ങിയത്. ന്യൂയോർക്ക് അവിടുന്ന് അങ്ങോട്ട് പോകുന്നുണ്ട്. അതാണ് ഇപ്പൊ കുറച്ചായിട്ട് ഓടുന്നത്. ന്യൂയോർക്ക്, അതായത് അവിടുന്ന് നേരെ വാഷിംഗ്ടൺ ബോർഡർ ഇറങ്ങും, US കൂടെ വന്ന് നേരെ ന്യൂയോർക്ക്, പെൻസിൽവാനിയ, ഒഹായോ, പിന്നെ ഓൾഡ് ഹാംസ്ഫെയർ, മെയിനി, ഇതൊക്കെ. മെയിനി ബോർഡർ വരെ എത്തിയുള്ളൂ. നല്ല ബുദ്ധിമുട്ടല്ലേ പോകാൻ അങ്ങോട്ടൊക്കെ? മെയിനി നമ്മൾ കേറിയിട്ടില്ല. നമുക്ക് ഏത് ടിയാ നമ്മള് ഡീസൽ അടിക്കുന്നത്. ടീമിൽ തന്നെ ഞങ്ങൾ റീസെറ്റ് അടിക്കുക ഓടിക്കുന്നുണ്ട്. 24 hours ആണ് റീസെറ്റ്. ചില അല്ല നമ്മള് മീൻസ് ലാസ്റ്റ് മിനിറ്റിലൊക്കെ ഓടി കയറുമെങ്കിൽ റീസെറ്റ് ഇല്ലാതെ നമ്മൾ റീക്യാപ്പിൽ കയറും. റീക്യാപ്പ് എന്ന് പറഞ്ഞ സാധനം മറ്റേ അവേഴ്സ് കൂട്ടിയിടുന്നത്. അതായത് നമുക്ക് നമ്മുടെ 14 ദിവസത്തെയാലോ ഇത് വരുന്നത്. അപ്പം നമ്മൾ 7 ദിവസം കഴിഞ്ഞ് 8ാമത്തെ ദിവസം US റീക്യാപ്പ് അടിക്കും. അതായത് നമ്മൾ 8ാമത്തെ ദിവസം ഫസ്റ്റ് ദിവസം ഓടിയ അവർ 8ാമത്തെ ദിവസം കയറി വരും. അപ്പൊ അന്ന് 4 മണിക്കൂർ ഓടിയെങ്കിൽ ആ 4 മണിക്കൂർ കയറും. കാനഡയിൽ എനിക്ക് തോന്നുന്നു 9ാമത്തെ ദിവസം കയറി തുടങ്ങുള്ളൂ. പക്ഷെ 14ാമത്തെ ദിവസത്തിനുള്ളിൽ നമ്മൾ ട്രിപ്പ് ഫിനിഷ് ചെയ്തില്ലെങ്കിൽ റീസെറ്റിന് പോകേണ്ടി വരും, ഇല്ലെങ്കിൽ വയലേഷനാണ്. മനസ്സിലായി. മറ്റേ 7 ഡേ സൈക്കിളും 14 ഡേ സൈക്കിളും അത് തന്നെ അങ്ങനെ ഇതുണ്ട്. അപ്പം ചിലപ്പം നമ്മൾ റീസെറ്റ് അടിക്കും, ഇല്ലെങ്കിൽ ഡെലിവറി അനുസരിച്ചാണ്. ഇപ്പോൾ ഡെലിവറി ലേറ്റ് ആയിട്ടാണെങ്കിൽ നമ്മൾ കിട്ടുന്ന അവർ വെച്ച് അങ്ങ് പതുക്കെ അങ്ങ് ഓടി പോവുള്ളൂ. അതല്ല, റീക്യാപ്പ് രാത്രി 12 മണിക്ക് അടിക്കുള്ളൂ. പിന്നെ നിങ്ങളുടെ സേഫ്റ്റി ഒക്കെ നല്ല സ്ട്രോങ് ആയിരിക്കും, കാരണം റെഗുലറായിട്ട് നിങ്ങളുടെ ലോഗ് മോണിറ്റർ ചെയ്യാറുണ്ട്. അല്ല, അത് നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. അതായത് വയലേഷൻ വന്നു കഴിഞ്ഞാൽ അവർ മാറ്റി തരത്തില്ല. അത് നമ്മൾ പ്രോപ്പറായിട്ട് നമ്മുടെ ലോഗ് മെയിൻറ്റെയിൻ ചെയ്തോണം. അത് അവർ ആദ്യമേ അല്ല, നമ്മൾ അവിടെ ഹയർ ചെയ്യുന്ന സമയത്ത് എത്ര എക്സ്പീരിയൻസ് ഉള്ള ആളാണെങ്കിലും ഒരു 4 മണിക്കൂറിന്റെ ഓറിയന്റേഷൻ ഉണ്ട്. അതെ, പേപ്പർ വർക്കിന്റെ കാര്യങ്ങളും വണ്ടി എല്ലാം. പിന്നെ പുള്ളി വണ്ടിക്കകത്ത് വന്നിട്ട് എന്തൊക്കെ പ്രീ ട്രിപ്പ് ചെയ്യണമെന്ന് പുള്ളി കാണിച്ചു തരും. അതല്ല, അതൊരു പ്രഹസനമല്ലല്ലോ വേറെ കമ്പനികളെ പോലെ. അത് കാര്യമുള്ള കാര്യമാണ്. അല്ല മീൻസ് ചില കമ്പനികളുണ്ട് വെറുതെ പ്രഹസനത്തിന് വേണ്ടിയിട്ട് അങ്ങനെ ചെയ്യുന്നത്. ഇത് കൊച്ചു മുതലാളി വന്നിട്ട് മേളില് അവരുടെ മീറ്റിംഗ് റൂമിൽ ആദ്യം നമുക്ക് ഗ്യാസ് കാർഡ് ടീച്ചക്കാം, ക്രെഡിറ്റ് കാർഡ് പോലെ. മറ്റേ ഈ ഒരു BVD കാർഡ് പോലെയല്ല, ടീച്ചക്കിന്റെ ക്രെഡിറ്റ് കാർഡാണ്. ക്രെഡിറ്റ് കാർഡാ അത് ചെയ്യുന്നത്. അപ്പം നമുക്ക് TA എന്നാണ് അടിക്കേണ്ടത് നമ്മള്. സെക്കൻഡ് ഫ്ലൈഞ്ച്. അത് ഫ്ലൈഞ്ച് TA കിട്ടിയില്ലെങ്കിൽ മാത്രം. പക്ഷെ നമുക്ക് ആ കാർഡ് കൊണ്ട് എവിടെ നിന്ന് വേണമെങ്കിലും അടിക്കാം. മീൻസ് ആ കാർഡ് എല്ലായിടത്തും അക്സെപ്റ്റബിൾ ആണ്. അപ്പം ചില സമയത്ത് നമുക്ക് വെയിറ്റിന് ഇഷ്യൂ. അത് എന്ത് നെയിം? ടീച്ചക്ക്, ജസ്റ്റ് ടീച്ചക്ക്. അപ്പൊ അത് ഓരോ നമ്മൾ ഹയർ ചെയ്യുമ്പോൾ നമ്മുടെ പേരിലൊരു കാർഡ് അവര് ഓർഡർ ചെയ്തെടുക്കും. അപ്പം വണ്ടിക്ക് റിപ്പയർ ഉണ്ടെങ്കിൽ ഈ കാർഡ് തന്നെ ഇല്ല. വണ്ടിക്ക് റിപ്പയർ ഉണ്ടെങ്കിൽ നേരെ മെയിൻ്റെനൻസ് വിളിക്കുക, അവരുടെ ക്രെഡിറ്റ് കാർഡ് ഡീറ്റെയിൽസ് ഇവിടെ കൊടുക്കും, നമ്പറും CVV എല്ലാം കൂടെ പോവുള്ളൂ. നമുക്ക് ഷവറൊക്കെ എങ്ങനെയുണ്ട്? കൊള്ളിയല്ല എന്നൊക്കെ പറയാം. ലൗസും ഫ്ലൈഞ്ചയാണ് നല്ലത്. TAല് നമുക്ക് ഇതുപോലല്ല, ഇത് കിട്ടത്തില്ല. ലോഞ്ച് ഒക്കെ ഉണ്ട് അല്ലേ അവർക്ക്? ലോഞ്ച് ഉണ്ട്. നമ്മള് കാലിഫോർണിയ ചെന്ന വെയിലത്ത് ഇരിക്കുമ്പോഴത്തേക്കും നമ്മൾ അടുത്ത ലോഞ്ചിൽ പോയാൽ പൈലറ്റിലും ഉണ്ടല്ലോ ലോഞ്ച്. എല്ലായിടത്തും ഇല്ല. അത് ആ ഒരു സിറ്റി വൈബുള്ള പുതിയ സ്ഥലങ്ങളിലുള്ളൂ. ഇപ്പൊ പുതിയ TA പുതിയതായിട്ട് വരുന്നതൊക്കെ അത്യാവശ്യം അടിപൊളിയാണ്. പഴയ IITയിലെ പഴയ TA എല്ലാം ഷോക, വാഷ്റൂമിന് കൊളുത്തില്ല, അങ്ങനെയൊക്കെ പ്രശ്നങ്ങളുണ്ട്. പാട്ടുപാടി കുളിക്കണം. അല്ല വാഷ്റൂം, ഷവർ റൂം അല്ല. കൂടാതെ ടിഎയിലെ വാഷ്റൂമിന്റെ ഡോറുകൾക്ക് എപ്പോഴും നല്ല ഗ്യാപ്പ് ഉണ്ടാവും. നമുക്ക് ഈ എന്നാ പറയുന്നത് എല്ലാം എടുത്ത് ചാരി വെച്ചിട്ടിരിക്കുന്ന ഫീലിംഗ്. അത് തന്നെ. അപ്പൊ അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. പിന്നെ ഷവറിന് നമുക്ക് ഡിലേ ഇല്ല ടിഎയില്. എപ്പോൾ ബുക്ക് ചെയ്താലും 2 മിനിറ്റ് ഷവർ കിട്ടും മോസ്റ്റ്ലി. അതാണ് ആകെയുള്ള ഒരു ഇത്. പക്ഷെ
വൃത്തിയില്ല, അത്ര ശോക പോരാ. ഞാൻ ആദ്യം ലൗസിലായിരുന്നു എൻ്റെ പോയിന്റ്സ് ആദ്യത്തെ കമ്പനിയിൽ. അപ്പോൾ നമ്മൾ അൺലിമിറ്റഡ് കുളിയാലോ. ഇത് 60 ഗാലൻ അടിച്ച ഒരു ഷവർ, അത്രേ ഉള്ളൂ. ഈ അൺലിമിറ്റഡ് സ്കീമില്ല അവിടെ. അത് ഇത്ര ദിവസം കഴിഞ്ഞ് എക്സ്പയർ ആയി പോകും. അല്ല, അപ്പൊ നമ്മൾ 130 എണ്ണം അടിക്കുക, 120 അടിക്കുകയാണെങ്കിൽ ഒരെണ്ണം കിട്ടും. അത് 2 പ്രാവശ്യം അടിക്കുകയാണെങ്കിൽ ഇപ്പൊ 260 അടിക്കുവാണെങ്കിൽ കിട്ടും. പക്ഷെ ചില സമയത്ത് ബേസ് ആണെങ്കിൽ അങ്ങനെ തന്നെയാ. ബേസ് ആണെങ്കിൽ നമുക്ക് 50 ഗാലന് ഒരു ഷവർ. നമ്മളിപ്പോ 2 പ്രാവശ്യം 110 ഗാലൻ 100 ഗാലൻ അടിക്കണം, 2 ഷവർ അങ്ങനെ കിട്ടും. ബേസ് ആണ്. നമുക്കിപ്പം അൺലിമിറ്റഡ് ആയതുകൊണ്ട് നമുക്ക് അതിന്റെ ബുദ്ധിമുട്ട്. ഇപ്പൊ 1500 ഗാലൻ ഒരു മാസം അടിച്ചു കഴിഞ്ഞാൽ അടുത്ത മാസം അൺലിമിറ്റഡ് ആവല്ലോ ലൗസിൽ. ഇവിടെ അങ്ങനെയല്ല. ഇവിടെ പിന്നെ ടയർ സിസ്റ്റാ. ഇപ്പൊ ടയർ 4 ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു നമുക്ക് റിസർവ്ഡ് പാർക്കിംഗ് ഒക്കെ ഫ്രീ ആയിട്ട് എടുക്കാം. അങ്ങനത്തെ കുറെ ഉപകാരമുണ്ട്. പക്ഷെ അൺലിമിറ്റഡ് ഷവർ, കോഫി അതൊന്നുമില്ല. അത് ഫ്ലൈൻ ജേക്കും ഇല്ല. അൺലിമിറ്റഡ് നേരത്തെ ഉണ്ടായിരുന്നല്ലോ ഫ്ലൈൻ ജേക്ക്. എനിക്ക് തോന്നുന്നു ഇപ്പം അടുത്ത ഷവർ ഉണ്ട്, പക്ഷെ അത് അടുത്ത പ്രാവശ്യം വരുമ്പോൾ വീണ്ടും അങ്ങനെ തന്നെ ചെയ്യണം. നമ്മുടെ ഇപ്പൊ കഴിഞ്ഞ പ്രാവശ്യത്തിൽ വെച്ച് നമുക്കത് ഇതാക്കൂലേ, ഗോൾഡും പ്ലാറ്റിനും ഒക്കെ ആവൂലേ, അങ്ങനെ പറ്റില്ലെന്ന് എനിക്ക് തോന്നുന്നു ഫ്ലൈൻ ജേക്ക്. പിന്നെ കോഫി പേ ആണ്. കോഫി പേ ആണ് അത്. പക്ഷെ തീയെ ശോകമാണ്. പിന്നെ നമുക്ക് ഡീസലിന്റെ വെയിറ്റ് ഇഷ്യൂ വരാറുണ്ട്. നമ്മൾ മീറ്റ് എടുക്കുമ്പോൾ ചിലപ്പോൾ ഓവർലോഡ് വരും. ഇപ്പം 80, 100 അല്ലെങ്കിൽ 1000 LB ഒക്കെ കൂടും. അപ്പം നമ്മളെപ്പോഴും 1/4 ടാങ്ക് ഡീസലിലായിരിക്കും പിക്കപ്പിന് പോകുന്നത്. എന്നിട്ട് സ്കെയിൽ ചെയ്തിട്ട് ഡീസൽ അടിക്കാമോ. അതുകൊണ്ടാണ് ഈ ടീ ചെക്ക് തന്നേക്കണേ. ഇൻ കേസ് നമുക്ക് ടീയോ ഫ്ലൈൻ ചെയ്ത് കിട്ടിയില്ലെങ്കിൽ കിട്ടുന്നിടത്തുനിന്ന് അടിക്കുക. അതിന് വേണ്ടിയിട്ടാണ് ഇവർ ടീ ചെക്ക് തന്നേക്കുന്നത്. അപ്പൊ ഇവർ ഒരിക്കലും തിരിച്ചുപോയി ഇറക്കിക്കുക, റീഅറേഞ്ചിങ് ഒന്നുമില്ല. ഓൾറെഡി സീലിട്ട് കിടക്കുന്ന ട്രെയിലറാ, നമ്മളത് ഹുക്ക് ചെയ്തുകൊണ്ട് പോരുക. അപ്പൊ ചില സമയത്ത് 300 LB 400 LB. അപ്പം നമ്മൾ നോക്കുമ്പോൾ ചിലപ്പോൾ ഫുൾ ടാങ്ക് ആയിരിക്കും ഡീസൽ. അപ്പൊ അവര് പറയുന്നത് ബേൺ ദ ഫ്യൂവൽ, അത്രേ ഉള്ളൂ. കത്തിക്കുക, അത് കഴിഞ്ഞിട്ട് ഒന്നുകൂടെ സ്കെയിൽ ചെയ്തിട്ട് കറക്റ്റ് വെയിറ്റ് നോക്കുക, അതിനനുസരിച്ച് മെയിൻറ്റെയിൻ ചെയ്യുക, ഡീസൽ അഡ്ജസ്റ്റ് ചെയ്യുക. നമുക്ക് കാറ്റിന്റെ ആപ്പ് ഉണ്ട്, നമ്മൾ അകത്ത് കയറണ്ട. അറിയാം. നമ്മള് ആപ്പ് ഉണ്ടെങ്കിൽ കാറ്റിന്റെ മറ്റേ സബ്സ്ക്രിപ്ഷൻ ഉണ്ടെങ്കിൽ നമ്മൾ സ്കെയിലിൽ ചെല്ലുന്നു. നമ്മൾ പേ ചെയ്യണ്ട, നമ്മുടെ കാർഡിൽ നിന്ന് കട്ടാക്കുന്നത്. അക്കൗണ്ടിൽ നിന്ന് പോകും, കമ്പനി അക്കൗണ്ടിൽ നിന്ന് പോക്കോളും. പൈസ പോവും, കമ്പനി അക്കൗണ്ടിൽ നിന്ന് പോകും. അപ്പൊ നമ്മൾ വിളിച്ചു പറയണ്ട ട്രെയിലർ നമ്പർ ഇന്നതാണ്, അതൊന്നും വിളിച്ചു പറയണ്ട. നമ്മള് സ്കെയിലിൽ കയറുന്നു, സ്കെയിലിന്റെ നമ്പർ ഉണ്ടല്ലോ 1 2 3 അങ്ങനെ, ആ നമ്പർ ഇതിലടിക്കുന്നു. അപ്പൊ ലൊക്കേഷൻ വരും. അപ്പം ഓട്ടോമാറ്റിക്കലി നമ്മുടെ ഡീറ്റെയിൽസ് വരും. ട്രക്ക് നമ്പർ ഇത്, ട്രെയിലർ നമ്പർ ഇത്, അതെല്ലാം വരും. അപ്പൊ ട്രെയിലർ മാറുമല്ലോ. അപ്പൊ അത് നമ്മൾ എഡിറ്റ് ചെയ്ത് വിടും. എന്നിട്ട് നമ്മൾ സബ്മിറ്റ് കൊടുക്കുമ്പോഴത്തേക്കും അവർ വെയിറ്റ് കാൽക്കുലേറ്റ് ചെയ്യും. ആ ടിക്കറ്റ് PDF ആയിട്ട് നമുക്ക് വരും. നമ്മളകത്ത് പോകണ്ട. അല്ലെങ്കിൽ ഇത് വണ്ടി കൊണ്ട് എവിടെയെങ്കിലും പാർക്ക് ചെയ്തിട്ട് സൗകര്യത്തിന് നിന്ന് അത് ടിക്കറ്റ് പൈസ കൊടുത്ത് ടിക്കറ്റ് മേടിച്ച് പിന്നെ അഡ്ജസ്റ്റ് ചെയ്യണം. 4 പേര് അവിടെ ഉണ്ട്, അവരുടെ ക്യൂവിൽ നിന്ന് വീണ്ടും അഡ്ജസ്റ്റ് ചെയ്ത്. അപ്പൊ നമുക്ക് അതിനകത്ത് റീവെയിറ്റ് സംവിധാനം ഉണ്ടോ? ഉണ്ട്. റീവെയിറ്റിന് മറ്റേ ആ നമ്പർ ഉണ്ടല്ലോ, അല്ല നമ്മൾ ആ ലൊക്കേഷനിൽ തന്നെ അപ്പൊ തന്നെ കയറുവാണെങ്കിൽ അവർ ചോദിക്കും റീവെയിറ്റ് ആണോ എന്ന്. ആപ്പ് ചോദിക്കും. അപ്പൊ റീവെയിറ്റ് അടിക്കുകയാണെങ്കിൽ $2 $3 അങ്ങനെയാണ്. ഫസ്റ്റ് വെയിറ്റ് എടുത്ത ടിക്കറ്റിന്റെ നമ്പർ എടുത്ത് ചെയ്താൽ മതി. നമ്പർ നമ്മൾ അടിക്കണം, അത് ഓട്ടോമാറ്റിക് ആയിട്ട് വരും. അതായത് റീ ആന്ന് നമ്മൾ അതിൽ ഓപ്ഷൻ ചെക്കുവാണെങ്കിൽ ഓട്ടോമാറ്റിക് ആയിട്ട് ആ നമ്പർ കയറി വരും. മീൻസ് അവർ റീവെയിറ്റ് ചെയ്യും, പിന്നെ നമുക്കൊന്നും ചെയ്യാനില്ല. സെയിം വെയിറ്റിൽ സ്കെയിലല്ലോ നമ്മൾ കയറുന്നത്, ആ സെയിം ലൊക്കേഷനിൽ സെയിം കാറ്റഗറി തന്നെയല്ലോ കയറുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു പ്രശ്നം വരുന്നില്ല. അങ്ങനെയൊക്കെ. അപ്പോൾ ഈ നമ്മളിവിടെ സ്കെയിൽ ടിക്കറ്റ് നമുക്ക് മെയിലിൽ വരുന്ന കൂട്ടത്തിൽ അവരുടെ സിസ്റ്റത്തിൽ ഇത് വരും, കമ്പനിയിൽ ഡിസ്പാച്ചിലും ഓണർക്കും വരും. ഒരു പ്രാവശ്യം അതുകൊണ്ട് 120 LB കൂടുതലാണ്, ഞാൻ സിംഗിൾ ഓടിയതായിരുന്നു. അപ്പോൾ ആ സമയത്ത് ഞാനിത് സ്കെയിൽ ചെയ്ത് അപ്പോൾ 120 ഫ്യൂവൽ 3/4 ടാങ്കേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ 120 LB ഉള്ളൂ. അതൊന്നും വലിയ ഇഷ്യൂ ഒന്നും അല്ലല്ലോ. അപ്പം ഞാൻ ടാൻഡത്തിൽ നിന്ന് 2 പിന്ന് ഫ്രണ്ടിലേക്ക് മാറ്റി ടാൻഡത്തിലേക്ക് കുറച്ച് വെയിറ്റ് കിട്ടും. അപ്പോൾ ഡീസൽ കുറയുന്നതനുസരിച്ച് ഇവിടെ കുറയുമല്ലോ എന്ന് പറഞ്ഞത്. അപ്പോൾ ഞാനത് ഇട്ടിട്ട് വണ്ടി എടുക്കാൻ വന്നപ്പോഴത്തേക്കും ഡിസ്പാച്ച് വന്നു, വെയിറ്റ് കണ്ടു, ഓക്കെ ആണ്, 2 പിന്നെ അങ്ങോട്ട് മാറ്റിയാൽ മതി എന്ന് മുതലാളിയുടെ മെസ്സേജ് വന്നു. കാരണം അവർ ഓൾറെഡി ഇത് കണ്ടല്ലോ. ഇനി ഞാൻ അടുത്തത് ഇത് ഇറക്കേണ്ടി വരുമോ എന്നുള്ള ചോദ്യം വരാതിരിക്കാൻ വേണ്ടിയിട്ട് നോട്ടിഫിക്കേഷൻ ചെന്നു. അപ്പം ഞാൻ പറഞ്ഞു ഞാൻ ഓൾറെഡി മാറ്റി, ഞാനിപ്പോൾ റോൾ ചെയ്യാമെന്ന് പറഞ്ഞു. ഓക്കെ പോന്നു. പിന്നെ ഇൻസ്പെക്ഷൻ കാണും മിക്കപ്പോഴും ഡിട്രോയിറ്റില് മീറ്റ് ആയത് കാരണം. അതിന്റെ ബോർഡർ സിറ്റിയിൽ അവിടെ ഇതുണ്ട്, ബോർഡർ സിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ട്. ബോർഡറിന് ഒരു 5 മൈൽ ഇപ്പുറം. അവിടെ നമ്മൾ ഇവിടുന്ന് മീറ്റ് കൊണ്ടുപോകുമ്പോൾ ഇൻസ്പെക്ട് ചെയ്യണം. അവിടുന്ന് ചെയ്യണം. അവിടുന്ന് പോർക്ക, ഇവിടുന്ന് ടർക്കി. ഇവിടുന്ന് സോൾട്ട് ലേക്ക് സിറ്റിക്ക് ടർക്കി പോവും. മിഡ് വെസ്റ്റിൽ നിന്ന് ഫുൾ ഇറക്കും. ചിക്കന്റെ ക്വാളിറ്റിയും കാര്യങ്ങളും
അതായത് പ്രശ്നമുണ്ടോന്നൊക്കെ ഞാൻ ഒരു അതിന്റെ സർട്ടിഫിക്കറ്റ് വായിച്ചു നോക്കി. അത് ശരിക്കും മറ്റേ മൃഗ ഡോക്ടറാണ് അവിടുത്തെ, പുള്ളി അത് ചെക്ക് ചെയ്യുന്നത്. അതായത് ഇത് കൊല്ലുന്നതിന് മുമ്പ് ജീവൻ എത്രത്തോളം ഉണ്ടായിരുന്നു, അതായത് ജീവനോടെ തന്നെയാണ് ഇതിനെ കൊന്നു കയറ്റിയത്. അങ്ങനെ ഒത്തിരി നോക്കുന്നുണ്ട് അവര്. ചത്തതിനെ കയറ്റുമായിരുന്നോ അതൊക്കെ ഉണ്ട്. അപ്പൊ ഇത് കൊല്ലുമ്പം നമുക്ക് ഈ മീൻസ് കോഴിയാണേലും പന്നിയാണേലും ഇതിനെ ചത്ത് കഴിയുമ്പം അതിന്റെ ഒരു ടെമ്പറേച്ചർ ഉണ്ടല്ലോ, അത് ഇതിൽ കേറുമ്പോ സെയിം ആയിരിക്കണം. അതൊക്കെയാണ് ഇവര് ചെക്ക് ചെയ്യുന്നത്. നമ്മളതൊന്നും അറിയുന്നില്ല. ഇത് ഭാഗ്യം ഉണ്ടെങ്കിൽ പിന്നെ നമ്മൾ ഈ വരുന്ന മീറ്റ് തിരിച്ച് കാനഡ കയറി കഴിയുമ്പോൾ വിൻസറിൽ ഇൻസ്പെക്ഷൻ ഉണ്ട്. അത് ബോർഡറിൽ ബൂത്തിലിരിക്കുന്ന ഓഫീസറാണ് തീരുമാനിക്കുന്നത്. അത് നമുക്ക് ഒരു പ്രാവശ്യം അത് കിട്ടിയിട്ടുള്ളൂ, ബാക്കി എല്ലാ പ്രാവശ്യം സ്കിപ്പ് ആയില്ല. എന്തെങ്കിലും റിജക്ഷനോ ഒക്കെ വന്നിട്ടുണ്ടോ? ഇതുവരെ റിജക്ഷൻ ഒന്നും വന്നിട്ടില്ല. അത് മിഡ് വെസ്റ്റിൽ നിന്നാണ് ലോഡ്, ഒന്നെങ്കിൽ അയോവ അല്ലെങ്കിൽ സൗത്ത് ഡക്കോട്ട. അവിടെ നിന്ന് ലോഡ് സ്മിത്ത് ഫീൽഡ് എന്ന് പറയുന്ന ഫെസിലിറ്റിയിൽ നിന്ന് എടുക്കുന്നത്. രണ്ടും അയോവയിലും ഉണ്ട് സൗത്ത് ഡക്കോട്ടയിലും ഉണ്ട്. ചില സമയത്ത് നമ്മൾ കാലിഫോർണിയ പോവാതെ കാൽഗരിയിൽ നിന്ന് നേരെ മിഡ് വെസ്റ്റ് ഇറങ്ങി വരും, എന്നിട്ട് നേരെ അത് എടുത്തുകൊണ്ട് പോരും. കാൽഗരിയിൽ നിന്ന് മിഡ് വെസ്റ്റ് എന്ന് പറയുമ്പോൾ ഏത് വഴി? ഇവിടെ സസ്കച്ചുവാൻ ബോർഡറിൽ റെജീനയിൽ നിന്ന് താഴത്തേക്ക് ഇറങ്ങും. പോർട്ടൽ ബോർഡർ ക്രോസ് ചെയ്തിട്ട് നോർത്ത് ഡക്കോട്ടയെ വന്ന് കയറുന്നത്. എന്നിട്ട് സൗത്ത് ഡക്കോട്ട ഓർ അയോവ വന്നിട്ട് അത് ലോഡ് ട്രെയിലർ ആയിരിക്കും. അപ്പോൾ അത് എടുത്തുകൊണ്ട് ഒറ്റ ഷിഫ്റ്റിൽ നമ്മൾ ബോർഡർ എത്തും. അവിടെ നിന്ന് കയറി കഴിയാം, പിന്നെ വന്നിട്ട് ഉടനെ എടുത്ത് ട്രിപ്പ് ഇറങ്ങും. ചില സമയത്ത് നമ്മൾ ഇത് മാത്രമായിട്ട് പോയിട്ടുണ്ട്, ഈ പന്നി എടുക്കാൻ വേണ്ടി മാത്രം. ഇവിടെ നിന്ന് MT അടിച്ച് അയോവയെ പോവും, ഈ ട്രെയിലർ എടുത്തിട്ട് അവിടുത്തെ ലോഡർ എടുത്തുകൊണ്ട് വരും. നല്ല ഹൈ കോസ്റ്റ് ആയിരിക്കും അല്ലേ? എന്നിട്ട് അത് ഇവിടെ മിൽട്ടൺ യാർഡുണ്ട് ഇവർക്ക്, മിൽട്ടൺ യാർഡിൽ കൊണ്ട് ഡ്രോപ്പ് ചെയ്യും. അടുത്ത MT എടുത്തുകൊണ്ട് വീണ്ടും പോകും, 2 MT അവിടെ ഇടും. അങ്ങനെ ഒരാഴ്ച 3 ട്രിപ്പ്, ഒരു ദിവസം കൊണ്ട് അങ്ങോട്ട് ഒരു ദിവസം കൊണ്ട് ഇങ്ങോട്ട്. പക്ഷേ ഇപ്പോൾ ഈ കാലിഫോർണിയക്ക് പോകുന്നെങ്കിൽ നമ്മളിപ്പോൾ മീറ്റ് കൊണ്ട് പോകുന്നെങ്കിൽ പിന്നെ ട്രെയിലർ വാഷ് ചെയ്യണ്ടേ? അല്ല, കാലിഫോർണിയക്ക് നമ്മൾ ഇതുവരെ മീറ്റ് ആയിട്ട് പോയിട്ടില്ല. നമുക്ക് കാലിഫോർണിയക്ക് മീറ്റ് ഇല്ല. നമുക്ക് ആകെ സോൾട്ട് ലേക്ക് സിറ്റിയിലേക്കാണ്, മൊറോണി യൂട്ടയില്, അവിടെയാണ് ഇത് പോകുന്നത്. നമുക്ക് മറ്റേ ട്രക്ക് വാഷിന്റെ കാരണം ബ്ലൂ ബേക്കിന്റെ ഇതുണ്ട്, അക്കൗണ്ട് ഉണ്ട്. നമ്മൾ എന്നിട്ട് ഫുള്ള് വാഷ് ചെയ്ത് ഇറങ്ങിയ പോലെ നമുക്ക് കമ്പൽസറി ആയിട്ട് ആഴ്ചയിൽ ഒരു പ്രാവശ്യം വണ്ടി കഴുകിയിരിക്കണം. എവറി വീക്ക് മീൻസ് ഡ്രൈ ലോഡ് ആണെങ്കിലും വേറെ എന്താണെങ്കിലും ട്രെയിലറും ട്രക്ക് കഴുകിയിരിക്കണം. ട്രക്ക് കഴുകണം. അത് അണ്ടർ ദ ഹുഡ് കമ്പൽസറി. ആഴ്ചയില്ലെന്ന് തോന്നുന്നല്ലേ? ഞങ്ങൾക്ക് എല്ലാ ആഴ്ചയും കഴുകിയിരിക്കണം, കാരണം അവിടെ എല്ലാ ശനിയാഴ്ചയും യാർഡില് വണ്ടി കഴുകുന്നുണ്ട്. അല്ല, പഴയ കമ്പനിയിൽ കഴുകാറില്ലായിരുന്നു അത് കാരണം. ഇവിടെ എല്ലാ ആഴ്ചയും കഴുകണം. ഇവര് എല്ലാ ശനിയാഴ്ച ഇവിടെ വാഷുണ്ട്. ആണ്ട് പഞ്ചാബീസ് ആരാണ്ട് വന്ന് മറ്റേ ട്രക്കേ വന്ന് വണ്ടി കഴുകിയിട്ട് പോകും, യാർഡിലുള്ള വണ്ടി കഴുകി. അപ്പൊ നമ്മൾ ശനിയാഴ്ചക്കുള്ളിൽ വന്ന് കയറുമെങ്കിൽ വണ്ടി കഴുകണ്ട, അവിടെ കൊണ്ട് ഇട്ടാൽ മതി. ഇല്ലെങ്കിൽ നമ്മൾ കഴുകിയിരിക്കണം. കാനഡയിലും വേറെ, ഇവിടെ നമ്മുടെ മിൽട്ടണിലൊരു വാഷുണ്ട്, നോർത്തേൺ ട്രക്ക് വാഷ് എന്ന് പറഞ്ഞാൽ, അവിടെയാണ് കാനഡയിൽ കഴുകുന്നത്. ഇല്ലെങ്കിൽ കാൽഗരിയിൽ ഏതാണ്ടുണ്ട്, പക്ഷെ നമ്മള് യൂസ് ചെയ്യുന്ന കഴിവുള്ളൂ. അതിനല്ലേ നമ്മൾ ഈ വൈറ്റ്സിന്റെ വണ്ടിയൊക്കെ കാണുമ്പോൾ തന്നെ അറിയാം, നല്ല വൃത്തിയല്ലേ, നല്ല വൃത്തിയാ. അതെ അതെ, ഈവൻ നമ്മുടെ മെക്സിക്കൻസ് ആണെങ്കിലും മെയിൻറ്റെയിൻ ചെയ്യുന്നു. ക്രോമിന്റെ പാർട്ടൊക്കെ എപ്പോഴും ക്ലീൻ ചെയ്യാം. പിന്നെ ഇവന്മാര് ആസിഡ്, റെയിനെക്സ് ഇതൊന്നും ഉപയോഗിക്കില്ല, ഇതൊന്നും ഉപയോഗിക്കാൻ പാടില്ല. സോപ്പ് മാത്രമേ ഉപയോഗിക്കാവുള്ളൂ, വണ്ടിയുടെ കളർ പോകുന്നു. ഞങ്ങളോട് കഴിഞ്ഞ പ്രാവശ്യം വാഷിന് പറഞ്ഞിട്ടുണ്ടായിരുന്നു റെയിനെക്സ് ഉപയോഗിക്കില്ലെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ആസിഡ് ഉപയോഗിക്കാൻ പാടില്ല. അപ്പോൾ എന്നോട് അവിടെ വാഷ് ചെയ്യുന്നവർ ചോദിക്കും, അപ്പോൾ ഈ ടയറിന്റെ ഇടയ്ക്കൊക്കെ അവന് സോപ്പ് തന്നെ ഇട്ടാൽ മതി. അപ്പൊ എങ്ങനെ വൃത്തിയാവും? കമ്പനി ഇതാണ് പറഞ്ഞത്, നീ സോപ്പ് തന്നെ ഇട്ടാൽ മതി എന്ന് പറയും. അത് കാരണം അപ്പോൾ നമ്മൾ ട്രെയിലറിന്റെ ഇൻസൈഡ് വാഷിന് പോകുമ്പോൾ പുറം കൂടെ കഴുകിയിട്ട് പോരും. ഫുള്ള് വാഷിന് 140 USD ആവും, ഒന്നും വിഷയമില്ല. ഓൺ അക്കൗണ്ട്, അത് കയറി പോയിട്ട് ഓൺ അക്കൗണ്ട് അവർ റിസീപ്റ്റ് ചെയ്യും. ഇവർക്ക് വേറെ പരിപാടികളൊക്കെ ഉണ്ടെന്നല്ലേ പറഞ്ഞേ? ട്രക്കിംഗ് മാത്രമല്ലല്ലോ, ഫാമും. ഇപ്പൊ ഫാമിംഗ് ഇല്ല, ട്രക്കിംഗ് മാത്രമേ ഉള്ളൂ. ഇവർക്ക് BC എന്നൊരു കമ്പനി ടേക്ക് ഓവർ ചെയ്തായിരുന്നു, കീ വെസ്റ്റ് എന്ന് പറഞ്ഞു. അത് ഇവിടെ നിന്ന് തന്നെ ഡിസ്പാച്ച് പോകുന്നത്. അത് മെക്സിക്കൻ പ്ലേറ്റ് ഉള്ള വണ്ടിയാ, അത് മെക്സിക്കോ ഓടുന്ന വണ്ടിയാ. അത് കാരണം അത് സിംഗിൾസാ ഫുള്ള്. അപ്പം അവരുടെ ലോഡ് നമ്മൾ ടീമായിട്ട് അടിക്കും. ഈ ചെറിയൊക്കെ അവര് സിംഗിൾ ഓടിക്കൊണ്ടിരുന്ന. അപ്പൊ എനിക്ക് തോന്നുന്നു ഗ്രാജുവലി ഈ രണ്ടും കൂടെ ലിറ്റർ റോക്ക് ആവും മിക്കവാറും. അപ്പൊ ഇവർക്ക് ഒണ്ടാരിയയിൽ യാർഡായി, ആൽബർട്ടയിൽ യാർഡായി, BCയിൽ യാർഡായി. നിർത്താതെ ഓട്ട. അതിന് ഞങ്ങളാകെ ഒരു 4 മലയാളി ടീമേ ഉള്ളൂ, ബാക്കിയെല്ലാം വൈറ്റ്സാ. വേറെ ഇന്ത്യക്കാർ 8 പേരായി. ഒരു യൂണിയൻ തുടങ്ങാൻ ആളായി. പക്ഷെ വൈറ്റ്സാണ്, ബാക്കി എല്ലാവരും വൈറ്റ്സാണ്.
പക്ഷെ ആ നമ്മൾ കാണുന്ന രീതിയിലൊരു റേസിസ് അവിടെ ഇല്ല. ഈ ഓടുന്ന വൈറ്റ്സ് ആണെങ്കിലും നമ്മുടെ വണ്ടി കാണുമ്പോൾ നമ്മുടെ അടുത്തൊന്ന് വർത്താനം പറയും. ഷെയ്ഖാനൊക്കെ തന്ന് പേരൊക്കെ ചോദിച്ചാൽ എത്ര നാളായി, കാരണം എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും കാണുന്നില്ലല്ലോ. അവിടുത്തെ വൈറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ സർക്കിളിലുള്ളവരാ, ഹാനോവർ ആ ഒരു ഏരിയ തന്നെ ഉള്ളവരാ, നെയ്ബേഴ്സ് തന്നെയാ. നമ്മൾ മാത്രമേ ഈ ദൂരത്തുനിന്ന് വന്ന് ഓടിക്കുന്നുള്ളൂ. അപ്പൊ ഇവര് കാണുമ്പോൾ നമ്മളോട് വർത്താനൊക്കെ പറയും. ഇപ്പൊ വിന്റർ സമയത്തൊക്കെ ആണെങ്കിൽ നമ്മൾ കാറ് ക്ലീൻ ചെയ്യുമ്പോൾ അവിടെ വൈറ്റ് അവന്റെ ഇത് ഇതായിട്ട് ഷവലായിട്ട് വന്ന് നമ്മുടെ വണ്ടിയൊക്കെ ക്ലീൻ ആക്കി തന്നിട്ട് വീട്ടിൽ പോകോ എന്നൊക്കെ പറഞ്ഞ് ഇത്ര ദൂരം ഓടാനുള്ളതല്ലേ അങ്ങനെയൊക്കെ പറഞ്ഞ് അങ്ങനെയൊക്കെ ചെയ്യും. അവര് ഭയങ്കര ഹെൽപ്പിംഗ് മെന്റാലിറ്റി ഉള്ളവരാ ഞാൻ കണ്ട ആ വൈറ്റ്സ് അല്ലാതെ. അല്ലാതെ വേറെ ചിലവരുണ്ടല്ലോ വെള്ളക്കാര് ട്രക്ക് ഓടിക്കുന്നവർക്ക് ഇന്ത്യക്കാരെ കാണുമ്പോൾ ഒരു ചൊറിച്ചിലുണ്ടല്ലോ. അതെ അതെ, ഇവർക്ക് ആ പ്രശ്നമില്ല. ഇവർക്ക് എപ്പോഴും ആളെ വേണം. അല്ലെ, നമ്മൾ നന്നായിട്ട് പെരുമാറി കഴിച്ചാൽ അങ്ങനത്തെ ഒരു വലിയ പ്രശ്നം ഇപ്പൊ അവിടെ ആ കമ്പനിയിലൊക്കെ പൊതുവെ ഒരു അഭിപ്രായമുള്ളതാണ്, നമ്മുടെ പിള്ളേരുടെ നല്ല പിള്ളേരാന്നുള്ളൊരു അഭിപ്രായം ഉണ്ടായിരിക്കും. പിന്നെ ഇവരുടെ കമ്പനിയിലെ വെച്ച് ഇവരുടെ ഓണേഴ്സ് ബെറ്റർ ആണ്. ഇപ്പം ഓണേഴ്സ് തന്നെ പറഞ്ഞിട്ടുണ്ട്, ഇപ്പൊ സപ്പോസ് നിങ്ങൾക്ക് ഡിസ്പാച്ചറോ അല്ലെങ്കിൽ മെയിൻ്റെനൻസിൽ എന്തെങ്കിലും പറഞ്ഞ് നിങ്ങൾക്ക് ചലഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഓക്കെ ഡയറക്ട്ലി ഓണറുടെ അടുത്തേക്ക് പൊക്കോളുക. ഇപ്പൊ നമുക്കിപ്പോ അവരുടെ ഡിസ്പാച്ചറുടെ ഡിസിഷനെ ചലഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് തോന്നി തോന്നിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ യു കെ ഡയറക്ട്ലി അപ്രോച്ച് ദ ഓണർ. പിന്നെ പുള്ളി റഷ് ഹി വിൽ ടേക്ക് കെയർ എന്ന് അങ്ങനെയൊക്കെ പറയും. അതൊക്കെ നല്ല ഇതാണ്. അപ്പം ഏകദേശം 1 മണിക്കൂർ ആയെന്ന് തോന്നുന്നു. അതെ അതെ അതെ, നമ്മൾ കഥകളെല്ലാം പറഞ്ഞ് അങ്ങനെ ഇരുന്ന് പോയി. നമ്മുടെ ഫസ്റ്റ് പോഡ്കാസ്റ്റ് എക്സ്പീരിയൻസ് എങ്ങനെയുണ്ട്? അടിപൊളി. ഈ പരിപാടി കുഴപ്പമില്ലല്ലോ? അല്ല കുഴപ്പമില്ല. ഞങ്ങൾക്ക് എല്ലാം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു, എങ്ങനെ പോവും. കാരണം ഞങ്ങൾ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഞാൻ ഇൻട്രോവേർട്ടാ എന്നുള്ള പരിപാടി. നമുക്കൊരു ബലത്തിനും കൂടെയാണ് നമ്മളെ ജോമറ്റോനെ കൊണ്ടുവന്ന് നമ്മൾ ഇരുത്തിയത്. എൻ്റെ ഒരു ബലത്തിനാണ് ഞാൻ അടിച്ചത്. ഉള്ളിലേക്ക് എന്തെങ്കിലും ചെന്നാലേ ഉള്ളിന്ന് പുറത്തേക്ക് വരുവാണ്. അബ്സല്യൂട്ട്ലി പിടിച്ചേക്കുക. അത് കാരണം ബ്രോക്ക് എങ്ങനെ ഉണ്ടായിരുന്നു പൊതുവെ ഒരു എക്സ്പീരിയൻസ്? നല്ലതായിരുന്നു. ഞാൻ ആദ്യമായിട്ടാണല്ലോ ഇങ്ങനെയൊക്കെ ഇരിക്കുന്നത്. പൊതുവെ കണ്ടിട്ടുള്ള നമ്മളിപ്പോ ഇത്ര ഇരുന്ന് എനിക്കിപ്പോ ഇവിടെ ക്യാമറയിൽ ടൈം റൺ ചെയ്യുന്ന കാണാം. 1 മണിക്കൂർ 1.5 മണിക്കൂർ നമ്മൾ പോകുന്നത് അറിയുന്നില്ല. നമുക്കൊരു ബോറിംഗ് തോന്നിയില്ല കേട്ടോ. അതാണ് കാരണം ഇൻട്രസ്റ്റിംഗ് ആയിരുന്നല്ലോ എല്ലാം. എല്ലാവർക്കും പറയാനുള്ളതും അനുഭവങ്ങളായിരുന്നല്ലോ. അതെ അതെ. അപ്പൊ നമ്മുടെ പ്രേക്ഷകർക്കും നമ്മുടെ ഈ ഒരു എക്സ്പീരിയൻസ് അതുപോലെ തന്നെ ആയിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. കാരണം ഇപ്പൊ കണ്ടില്ലേ ആ ജോർജ് എന്ന് പറഞ്ഞ പുള്ളിനെ കുറിച്ച് എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക്. ജോർജ് എന്നെക്കാളും ഇളയതാണ്. ഇളയതാണോ? അപ്പം ഓരോരുത്തരുടെ ലൈഫിന്റെ സ്റ്റോറി ഡിഫറെന്റ് അല്ലേ? അത് കൊണ്ടുവരാൻ പറ്റുക പറഞ്ഞാൽ നല്ല നല്ല കാര്യങ്ങൾ. പുള്ളിക്ക് തന്നെ ഒത്തിരി കഥകളുണ്ടാവും, ഒത്തിരി കേട്ടേക്കുന്ന കഥകളും. പുള്ളി ഓൾറെഡി 1.5 കൊല്ലം ആ കമ്പനിയിലെ മെയിൻ്റെനൻസിൽ നിന്നാ. ആദ്യം ഡ്രൈവറായിട്ട് തുടങ്ങിയിട്ട് മെയിൻ്റെനൻസിൽ വന്നു. അല്ല പോയി ഞാൻ ആലോചിച്ചേ, ഈ ആദ്യം വിന്ററിൽ ഓടിക്കുമ്പോൾ ഈ ജാക്ക് നൈഫ് എന്ന് പറഞ്ഞാൽ, അല്ല ജാക്ക് നൈഫോ ഈ ബ്ലാക്ക് ഐസ് എന്ന് പറഞ്ഞാൽ എനിക്ക് ഇതിന് അത്ര വിലയില്ലായിരുന്നു. കാരണം തുടക്കത്തിൽ നമ്മൾ പയ്യെ ഓടിച്ചോടിച്ച്, കാരണം ഇത്രയും ലോങ് ഡിസ്റ്റൻസ് നമുക്ക് ഈ 18 ടയർ കിടക്കുമല്ലേ, അപ്പൊ എവിടെയെങ്കിലും ട്രാക്ഷൻ കിട്ടും എന്നുള്ള ഒരു ഇച്ചിരി. പിന്നെ പയ്യെ പോകുമ്പോൾ ഓവർ കോൺഫിഡൻസ് ആണല്ലോ, ആ രീതി. പിന്നെ നമുക്ക് എവിടെയെങ്കിലും ട്രാക്ഷൻ കിട്ടും പോകുന്നുള്ള രീതിയിലാണ്. അപ്പോൾ അങ്ങനെ ഒരു 3-4 കൊല്ലം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഇന്ത്യാനയിൽ വെച്ചിട്ട് ഇങ്ങനെ പാതിരാത്രി എപ്പോഴോ 2 മണിക്കോ 3 മണിക്കോ വേണ്ട ഇൻഡർസ്റ്റേറ്റിൽ പറന്നു പോവുക. നല്ല സ്പീഡിലാണ്. ബ്ലാക്ക് ഐസ് ഉണ്ടെന്ന് ഇടയ്ക്കിടയ്ക്ക് വാണിംഗ് ഉണ്ട്, നമ്മളത് മൈൻഡ് ചെയ്യുന്നില്ല. ഒരു പ്രാവശ്യം എവിടെയോ വെച്ച് നല്ല ബ്ലാക്ക് ഐസ് അടിച്ചിട്ട് വണ്ടി പാമ്പ് പൊളയണ പോലെ ഇങ്ങനെ പൊളഞ്ഞ ഒരു ഫീൽ എനിക്ക് ഉണ്ടായിട്ടുണ്ട്. ആ ഒരു ഫീല് ഭയങ്കര അല്ലേ, കാരണം കത്തി കയറും. നമുക്ക് കാറാണ് നമുക്ക് അത്ര പേടിയില്ല. കാരണം ഇത് ഇത്ര വലിയ വണ്ടിയല്ലേ, 2 ഭാഗങ്ങളും പൊളയുവാ, പാമ്പ് പൊളയണ പോലെ. കുറച്ച് സെക്കൻഡ് നമുക്ക് അനങ്ങാൻ പറ്റത്തില്ല, നമ്മൾ ഫ്രീസ് ആയി പോവാ. ഇത് എങ്ങോട്ടാ പോണേന്ന് വല്ല ഐഡിയ ഉണ്ടോ? മനസ്സിലാവുന്നില്ല. കാരണം നമുക്ക് നല്ല ബോധ്യമുണ്ട് ഈ വണ്ടിയുടെ ഒരു വലിപ്പേ. അതും നമ്മുടെ കയ്യിലൊന്നും അല്ല, നമ്മളിങ്ങനെ കണ്ടോണ്ടിരിക്കുക. എക്സ്പീരിയൻസ് ഈ റോളർ കോസ്റ്ററിൽ എങ്ങോട്ടാ പോണെന്ന് അറിയാൻ പാടിരിക്കും അന്ന് മുതല്. അപ്പം ഞാൻ ആലോചിച്ചേ, ആ ഒരു ജസ്റ്റ് ബ്ലാക്ക് ഐസിൽ നിന്ന് പോയപ്പോ നമുക്ക് അത്രയും ഫീലിംഗ് ഉണ്ടെങ്കിൽ ഈ ജാക്ക് നൈഫ് അടിച്ചപ്പോ ഇവന്റെ ഫീലിംഗ് മൊത്തത്തിൽ പോയായിരുന്നു, കയ്യിൽ നിന്ന് പോയായിരുന്നു ഒരു 10 സെക്കൻഡ്. ആ 10 സെക്കൻഡ് ഞാൻ ഒന്നും എന്ത് ചെയ്യണം എന്ന് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. അത് കഴിഞ്ഞാണ് ഞാൻ ഒന്ന് അനക്കി നോക്കാമെന്ന് എനിക്ക് തോന്നിയത്. ഓ, അതൊക്കെ ചെയ്യാൻ പറ്റുമല്ലോ. എനിക്ക് ഒരു 1/4 മണിക്കൂർ നേരത്തേക്കൊക്കെ ചിലപ്പോ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റാണ്ടായിരിക്കും. കൈയും കാലം പറിച്ച. കാരണം ലോ വിസിബിലിറ്റിയാ, നമ്മള് ഒരു ലൈൻ ബ്ലോക്ക് ചെയ്താ കിടക്കുന്നത്. അപ്പൊ പെട്ടെന്ന് ഒരുത്തൻ ട്രക്കുകാരൻ തന്നെ ഒരു പിടിവിട്ട് വന്നു കഴിഞ്ഞാൽ അവൻ നമ്മുടെ അടുത്തെത്തുമ്പോഴാണ് നമ്മുടെ ട്രെയിലർ കാണുള്ളൂ. നമ്മുടെ ഫ്ലോറിഡ സംഭവിച്ച പോലെ നടുക്കുന്ന ഇടിച്ചു കൂത്തി കയറുകയാണ് എവിടെയെങ്കിലും. അതെ അതെ. ഇത് കാരണം ഞങ്ങൾ അടുത്ത റെസ്റ്റ് ഏരിയ ചെന്നപ്പോഴാണ് ഇലക്ട്രിക്കൽ ലൈൻ പൊട്ടിയെന്ന് മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് ലൈറ്റ് ഇല്ല ട്രെയിലറിന് ലൈറ്റ് ഇല്ല, വരുന്നവന് അറിയത്തില്ല.
അതായിരുന്നു പ്രശ്നം. നമ്മൾ ഈ ഇന്നലെ കെണ്ടക്കി പോയില്ലേ മിനിങ്ങന്ന്, അയ്യോ ഭയങ്കര ലോ ആയിരുന്നു കേട്ടോ, നമുക്ക് ഒന്നും കാണാൻ പറ്റുന്നത്. കിട്ടിയായിരുന്നു അങ്ങനെ. അപ്പം എന്നാണോ ഫ്യൂച്ചർ പ്ലാൻസ് ഒക്കെ? അതും ഇതൊക്കെ തന്നെ ട്രക്കിംഗ് തന്നെയാണ്. വിടാൻ താല്പര്യമില്ല. ഇല്ല, നമ്മൾ ഇതിനായിട്ടാണല്ലോ ഇറങ്ങിയത്. അല്ല ഞാൻ ചോദിക്കട്ടെ, ഇപ്പം ബ്രോ ഏത് വർഷമായിരുന്നു വന്നേ? 2021. അപ്പൊ നമ്മൾ ഓൾറെഡി ട്രക്കിങ്ങിലുണ്ട്. എന്നിട്ട് നമ്മൾ ഇവിടുത്തെ ട്രക്കിങ്ങിനെ കുറിച്ചൊന്നും ഞാൻ കണ്ട നിങ്ങൾ മല്ലുകൂസിന്റെ ഇന്റർവ്യൂ അന്ന് കണ്ടിട്ടുള്ള. അല്ല ഞാൻ ചോദിച്ചത് കാരണം എന്താണെന്ന് വെച്ചാൽ ബ്രോയ്ക്ക് അങ്ങനെ ഇവിടുത്തെ ട്രക്കുകളെ കുറിച്ചൊന്നും വലിയ ഐഡിയ ഇല്ലായിരുന്നു. ആദ്യ കാലത്തില്ലായിരുന്നു, വന്ന് കുറച്ച് കഴിഞ്ഞിട്ടാണ് നമ്മൾ മനസ്സിലായത്. അപ്പൊ നമ്മൾ ആ സമയത്തൊക്കെ അത്യാവശ്യം ഇപ്പം ചാനലില്ലായിരുന്നെങ്കിലും ഇൻസ്റ്റാഗ്രാമിലും ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഞാൻ ട്രക്കിങ്ങിൽ ഇറങ്ങിക്കഴിഞ്ഞാണ് പിന്നെ നമ്മൾ സംസാരിക്കുന്നത്. അതെ, ഞാൻ ചോദിക്കാൻ കാരണം വേറെ ഒന്നുമില്ല. പ്രേക്ഷകരെ സംബന്ധിച്ചപ്പം എന്റെ അനിയത്തിയുടെ ഒക്കെ പ്രായമുള്ളൂ. അല്ല അനിയത്തിനേക്കാളും ഇളയതാ. ഏഞ്ചലേച്ചിനേക്കാളൊക്കെ ഇളയതാ. പിന്നെ പ്രായം പറയാൻ പറ്റില്ല, പുള്ളിക്കാരി നിങ്ങളെ ഇടിക്കും. അല്ല സംഭവം എന്താണെന്നറിയോ, അപ്പം ഞാൻ അൽത്താരമാലായിട്ടിരിക്കുമ്പോ പുള്ളിക്കാരി ഗാന സംഘത്തില് കമ്പയർ ചെയ്ത് പോകണ്ടോ? അല്ല ഞാൻ പറയുന്നത് ഇത് അറിയത്തില്ലായിരുന്നു ഇവിടുത്തെ ട്രക്കിങ്ങിനെ കുറിച്ച് പറഞ്ഞതാണ്. അപ്പം നമ്മൾ വരുമ്പോ ഇപ്പൊ സോഷ്യൽ മീഡിയയിലൊന്നും ഇത്രയും ശക്തമായിട്ട് ട്രക്കിങ്ങിനെ കുറിച്ചില്ല. കാരണം ഇവിടെ ട്രക്കിങ് ചെയ്യുന്ന പലരും ഇപ്പം അഡ്വക്കേറ്റ്സും ഡോക്ടേഴ്സും ഒക്കെ ഉണ്ട്. അവരാരും നാട്ടിൽ പറയൂലല്ലോ ഞാൻ ട്രക്കിങ് ചെയ്യണമെന്ന്. അങ്ങനത്തെ ഒരു സാഹചര്യമായിരുന്നു പൊതുവെ. അങ്ങനെ കുറെ പേരുണ്ട്, ഇപ്പോഴും ഉണ്ട് അങ്ങനെ കുറെ പേരുണ്ട്. പക്ഷെ നമ്മൾ വന്നു കഴിഞ്ഞിട്ട് നമ്മൾ നല്ല ഫോട്ടോ ഒക്കെ എടുക്കുന്നു, ഫേസ്ബുക്കിലും എല്ലാം എടുത്തിട്ട് നമ്മൾ ഭയങ്കര പ്രൗഡാ. അപ്പൊ അങ്ങനെ വന്ന് അപ്പൊ ആ സമയത്ത് ഈ ലാസ് വെഗാസ്, ലോസ് ആഞ്ചലസ് അങ്ങോട്ടൊക്കെ പോകുമ്പോൾ പ്രത്യേകിച്ച് ട്രക്കിങ്ങിന്റെ പേരിലാണല്ലോ അമേരിക്ക ക്രോസ് ചെയ്യുന്നത്, ഇതൊക്കെ കാണുന്നതും നമ്മുടെ എക്സൈറ്റ്മെന്റ് അതുപോലെ ആയിരുന്നേ. അപ്പൊ ഞാൻ അന്നേരം മുതൽ ഈ ഫേസ്ബുക്കിലൊക്കെ ചെന്ന് നമ്മുടെ ഒരു ഓർമ്മയാണല്ലോ നമ്മളവിടെ പോയെന്ന്. അതുകൊണ്ട് ഞാൻ ആ സമയത്ത് ഏത് സിറ്റി പുതിയതായിട്ട് പോയാലും ഈ ഫേസ്ബുക്കിൽ ലൊക്കേഷൻ അപ്ഡേറ്റ് ചെയ്യും, ഇന്ന സ്ഥലത്ത് ചെയ്തെന്ന് പറഞ്ഞിട്ട്. അപ്പൊ അത് വന്നു തുടങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഈ നമ്മുടെ പിറത്തൊക്കെ ആൾക്കാർ പ്രത്യേകിച്ച് കാണേ എന്നിട്ട് എടാ ഇവൻ ലോസ് ആഞ്ചലസ്, ലാസ് വേഗാസ്, എന്നിട്ട് ഞാനുമായിട്ട് നേരിട്ട് പരിചയമുള്ള പിള്ളേരാ. അപ്പൊ നമ്മുടെ അനിയത്തിയാണല്ലോ. അപ്പൊ അവരൊക്കെ നിന്റെ ചേട്ടായി ഭയങ്കര തള്ളാണല്ലോ, ഇന്ന് ലോസ് ആഞ്ചലസ് ആണ്, നാളെ ലാസ് വേഗാസ് എന്ന് പറഞ്ഞ് ഫേസ്ബുക്കിൽ കാണലാന്നൊക്കെ ഇങ്ങനെ ചോദിക്കണായിട്ട് അവള് പറഞ്ഞത്. എന്നിട്ട് അവളും ചോദിക്കും ചേട്ടാ ഇതൊക്കെ ഉള്ളതാണോ, ഇങ്ങനെ എന്നോട് ആരായിട്ടൊക്കെ ചോദിച്ചിട്ടുണ്ട്. അപ്പം പിന്നീട് ഇവനെ പരിചയപ്പെട്ടപ്പോ ഇവനൊക്കെ ആ കാറ്റഗറി പെട്ടാണോന്ന് എനിക്ക് സംശയം ഉണ്ടായിരുന്നു. ഞാൻ അതിൽ ഇച്ചിരൂടെ താഴത്തേക്ക് ഇറങ്ങും. അല്ല പുള്ളി ടാറ്റു അടിച്ചു വരെ പുറത്ത് ചർച്ചാ വിഷയമായിരുന്നു, ടലയിൽ ടാറ്റു അടിച്ചതൊക്കെ അത്രയ്ക്ക് ഇതായിരുന്നു. നമ്മളോട് നേരിട്ട് പറയത്തില്ല, പക്ഷെ ഇതൊക്കെ എല്ലാരും അറിയുന്നുണ്ട്, കാണുന്നുണ്ട് പക്ഷെ റിയാക്ട് ചെയ്യുന്നില്ലെന്ന് മാത്രം, ഡയറക്റ്റ് നമ്മൾ അറിയുന്നില്ലെന്ന് മാത്രം. നമ്മൾ വേറെ വഴി ഇത് അറിയുന്നുണ്ട്. അതാണ് നമ്മൾ എന്ത് ഇവിടെ ചെയ്താലും ഇവരിത് കാണുന്നുണ്ട്, പക്ഷെ നമ്മളോട് അഭിപ്രായം പറയത്തില്ല. അതാണ് പുറം പാർട്ടിന്ന് നമ്മൾ അറിയും. അതാണ് പരിപാടി. അപ്പം ഫ്യൂച്ചർ അങ്ങനെ നമുക്ക് അടിപൊളിയായിട്ട് ട്രക്കിംഗ് തന്നെ അങ്ങ് പോവാം. അതൊക്കെ തന്നെ. ഇനിയിപ്പോ വേറെ ഒരു പണിക്ക് പോകാനുള്ള താല്പര്യമില്ല. ഇത് കേറി കഴിഞ്ഞാൽ നമ്മൾ പിന്നെ വേറെ ഒരു പോകത്തില്ല. ഇതൊക്കെയാണ് നമ്മുടെ ചെറിയൊരു പോഡ്കാസ്റ്റിന്റെ വിശേഷങ്ങള്. ഈ ഒരു സംസാര രീതിയെക്കുറിച്ചും ഇങ്ങനെ കഥകൾ കൊണ്ടുവരുന്നതിനെക്കുറിച്ചും ഉള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസ് വഴിയും ഇൻസ്റ്റഗ്രാം വഴിയും നമ്മളെ അറിയിക്കണം കേട്ടോ. എന്നിട്ട് വേണം ഇത് മുന്നോട്ട് കൊണ്ടുപോകണോ അല്ല ഇതെങ്ങനെയൊക്കെ നമുക്ക് ഇമ്പ്രൂവൈസ് ചെയ്യാം എന്നുള്ള ഡിസിഷൻസിലേക്കൊക്കെ നമുക്ക് എത്താൻ വേണ്ടിയിട്ട്. അപ്പം നമ്മളെ സ്ഥിരമായിട്ട് സപ്പോർട്ട് ചെയ്യുന്ന വീഡിയോസ് കാണുന്ന എല്ലാവർക്കും ഒത്തിരി നന്ദി പറഞ്ഞുകൊണ്ട് ഈ ഒരു എപ്പിസോഡ് ഇവിടെ നമുക്ക് അവസാനിപ്പിക്കാം. മറ്റൊരു എപ്പിസോഡുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.